അദ്ദേഹം എന്തെങ്കിലും ഒന്ന് മനസ്സിലാക്കിയാൽ ലാ യുംകിനു അൻ യകൂന സവാബു ഇല്ലാ മാ ഫഹിമഹു, ഞാൻ മനസ്സിലാക്കിയത് തന്നെയാണ് ശരി, ആരെന്ത് പറഞ്ഞാലും ഞാൻ വീറ്റോ ചെയ്യും, അത് സമ്മതിച്ചു കൊടുക്കുന്ന പ്രശ്നമേ ഇല്ല എന്ന് ഈ മുഫ്തിക്ക് തോന്നുന്നത് കൊണ്ടാണ് ഇത്തരം തോന്നിവാസം ചെയ്യുന്നതെന്ന് അല്ലാമാ ഇബ്നു ഹജർ അൽ ഹൈതമി. നമ്മളെ ഇമാമിങ്ങളെ കറാമത്ത് ആലോചിക്കുക. എന്നിട്ട് ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു പിന്നെയും പറയുന്നു, ഒരു വിഷയവും പറയുന്നു, വ അന്നഹു ഇദാ ഫഹിമ ശൈആ, എന്തെങ്കിലുമൊക്കെ കാര്യം മനസ്സിലാക്കിയാൽ ലാ യതതറഖു ഇലൈഹി ഖതുൻ, ഇത് ഒരിക്കലും തെറ്റല്ല, ഇത് 100% ശരിയാണ് എന്ന് വിശ്വസിക്കുന്നത് കൊണ്ടാണ് ആരോടും ചോദിക്കൂല, ഒരു കിതാബും നോക്കൂല എന്നൊക്കെ പറഞ്ഞ് ഇബ്നു ഹജർ അൽ ഹൈതമി മദ്ഹബിന്റെ പുറത്തുള്ള കിതാബ് നോക്കി മസ്അല പറയുന്നവരെ കണക്കിന് വിമർശിക്കുകയാണ് മഹാനായ ഇബ്നു ഹജർ അൽ ഹൈതമി തന്റെ ഫത്താവൽ കുബ്രയുടെ 3-ാം വാല്യത്തിൽ ചെയ്യുന്നത്. ആ വിമർശനമൊക്കെ ബടിയും ബാധകമാവും. ആ വിമർശനം തന്നെ ഞങ്ങളും നടത്തുന്നുള്ളൂ. അത് വ്യക്തിഹത്യാണോ? ഇതും വ്യക്തിഹത്യ ആയിക്കോട്ടെ, ഒരു പ്രശ്നമില്ല. സുന്നി എന്നൊക്കെ പറഞ്ഞാൽ ഇവർക്കൊക്കെ ഉള്ള സുന്നിസേ നമുക്കും വേണ്ടുള്ളൂ, അതിലപ്പുറമുള്ള സുന്നിസ് ഒന്നും നമുക്ക് ആർക്കും വേണ്ട, ആവശ്യമില്ല, കിട്ടിയിട്ട് കാര്യമില്ല. അങ്ങനെ കിട്ടിയാൽ വഹബത്തു സുഹൈലി ഷെയ്ഖാകും, അബ്ദുറഹ്മാനുൽ ജസീരി ഇമാമും ആവും, അത് നമുക്ക് വേണ്ട. നോക്ക് നിങ്ങൾ, ഈ കിതാബിന്റെ തുടക്കത്തിൽ തന്നെ അബ്ദുറഹ്മാനുൽ ജസീരിന്നേ ഉള്ളൂ, ഒരു ഷെയ്ഖും ഇല്ല, ഒരു ഇമാമും ഇല്ല. ചോദിച്ചു നോക്കണം മൂപ്പരോട്, അത് തെറാണോ തബറുക്കിന്റെ ഷെയ്ഖാണോ? അത് ചോദിക്കണം മൂപ്പരോട്. കാരണം വിഷയം വരാനിരിക്കുന്നേ ഉള്ളൂ. 2 പണ്ഡിതന്മാര്, കേരളത്തിൽ അറിയപ്പെട്ട 2 പ്രമുഖരായ മുദർരിസന്മാര് ചുവന്ന ബുക്കിന് മറുപടി എഴുതി കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള വസ്തുത ഇൻഷാ അല്ലാഹ് അൽ മുഹിം അത് പ്രസിദ്ധീകരിക്കാൻ തയ്യാറാ. കളിയാണ്ട് അവസാനിക്കും. പ്രഗത്ഭരായ 2 മുദർരിസന്മാർ ഇബ്രീസ് എന്ന് പറയുന്ന കിതാബിൽ നടത്തിയ വ്യക്തമായ തിരിമറി ഇവിടെ ഓപ്പറേഷൻ ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അൽ മുഹിമ്മ ആ പുസ്തകം പ്രസിദ്ധീകരിക്കും. ഏറ്റെടുക്കൂല ഉസ്താദേ? അൽ മുഹിമ്മയുടെ അജയ്യനായ അഡ്മിൻ ഇവിടെ ഉണ്ട്. പൈസ തരാൻ ആൾക്കാരില്ലാത്ത മഞ്ചേരിയിൽ നിന്ന് എവിടുന്ന പൈസ കിട്ടിയത്? അതേപോലെ എല്ലാ നാട്ടിലും പൈസ തരാൻ ആളുകളുണ്ട്. ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല ഹക്ക് പുറത്തേക്ക് കൊണ്ടുവരാൻ അൽ മുഹിമ്മക്ക് അല്ലാഹു തആല ശക്തി നൽകുമാറാകട്ടെ. അപ്പോ നോക്കണം നിങ്ങൾ, ഒരാളല്ല എഴുതിയത്, 2 പ്രമുഖരായ മുദർരിസന്മാർ എഴുതിയിട്ടുണ്ട്. ആരാന്ന് പറഞ്ഞു തരുമെന്നാ പുസ്തകം ഇറങ്ങുമ്പോ കാണാം ഇൻഷാ അല്ലാഹ്. ഏതായാലും ഇരിക്കട്ടെ. അപ്പോ ഈ ഷെയ്ഖ് തബറുക്കിന്റെ ഷെയ്ഖാണോ തെർബിയത്തിന്റെ ഷെയ്ഖാണോ എന്നുള്ളത് വേറെ ചോദിക്കാം. ഇനി നോക്ക് നിങ്ങൾ, അപ്പൊ സ്ത്രീകളെ മയ്യത്ത് നിസ്കാരം, ഇവിടെ അദ്ദേഹം ഒരുപാട് പറയാണ്ടിട്ട് ഈ വിഷയം സംബന്ധമായിട്ട്. ഈ വഹബത്തു സുഹൈലി എന്ന് പറഞ്ഞ ആള് ഇബ്നു അബ്ദുൽ വഹാബിനെ പുകഴ്ത്തിയിട്ട് ഒരു ഗ്രന്ഥം തന്നെ എഴുതിയ ആളാ വഹബത്തു സുഹൈലി. അയാളെ ഷാഫി മദ്ഹബുകൾക്ക് ഇമാമായിട്ട് പറഞ്ഞു കൊടുക്കുന്നത് എങ്ങനെ നമ്മൾ വിശ്വസിക്കുക? എന്താ ഇതിന് നമ്മൾ പറയുക? അല്ല കുട്ടികളെ, നിങ്ങളെടുത്ത് വല്ല മറുപടിയും പറയാനുണ്ടോ? ഉണ്ടെങ്കിൽ ഈ പരിപാടി കഴിഞ്ഞിട്ട് മൈക്രോ പോയിന്റിൽ വന്നിട്ട് ഒന്ന് പറയണേ. നിങ്ങൾ സമയമായ ഓൾക്ക് സമയം കൊടുക്കണേ കേട്ടോ. ഓർക്ക് സമയം കൊടുക്കണം, അതാണ് പരിപാടിയുടെ ഏറ്റവും വലിയ വിജയം. ഏതായാലും ഇരിക്കട്ടെ. പിന്നെ ഇനി നോക്ക് നിങ്ങൾ, ഇനി 2ാമത്തെ വിഷയം പറയാൻ പോവുകയാണ്. 2ാമത്തെ വിഷയം പെരുന്നാൾ ഖുതുബയുടെ വിഷയമാ. അതൊക്കെ വലിയ ക്രമക്കേടുണ്ടായത് കൊണ്ടാണ് അതിവിടെ പറയുന്നത്. പെരുന്നാൾ ഖുതുബയുടെ വിഷയമാ. നോക്ക് നിങ്ങൾ, ജുമഅയുടെ ഖുതുബ അറബിയാവൽ നിർബന്ധമാണ്, ഷർത്താണ്. പണ്ഡിതന്മാരത് പറഞ്ഞതാണ്. അത് മാത്രമല്ല, മീൻചന്ത പ്രമേയത്തിൽ ജുമുഅ ഖുതുബ തർജമ ചെയ്യുന്നതിനെ പറ്റി ബിദ്അത്ത് മുങ്കറത്താണ് എന്നുള്ള നമ്മുടെ എല്ലാവരും ഒറ്റക്കെട്ടായ സമസ്ത 1940-50 കാലത്ത് തീരുമാനമെടുത്തതാ. ആരും പോവാത്ത സമയത്ത് എന്താ തീരുമാനമെടുത്തത്? ജുമുഅ ഖുതുബ പരിഭാഷ. അതെന്തേ അങ്ങനെ പറഞ്ഞത്? ജുമുഅ ഖുതുബ പരിഭാഷ എന്ന് പറഞ്ഞത് എന്താ? ജുമുഅ അല്ലാത്തീന് ഖുതുബ ഓതലില്ലേ? ഉണ്ട്. ഏതാ ജുമുഅ അല്ലാത്തീന് ഖുതുബ? പെരുന്നാക്ക് ഖുതുബ ഓതലുണ്ട്. പെരുന്നാ ഖുതുബക്ക് അറബിയത്ത് ഷർത്താണോ? ഇമാം റംലി തങ്ങൾ പറയുന്നു അതും അറബിയിലാവണം. ഇബ്നു ഹജർ തങ്ങൾ പറഞ്ഞതോ പെരുന്നാ ഖുതുബക്ക് അറബിയത്ത് ഷർത്തില്ല, പെരുന്നാ ഖുതുബക്ക് ഔറത്ത് മറക്കൽ ഷർത്തില്ല, പെരുന്നാ ഖുതുബക്ക് വുളൂ ഷർത്തില്ല,
പെരുന്നാ ഖുതുബക്ക് നിൽക്കൽ ഷർത്തില്ല, ഇതൊന്നും ഈ 4 വിഷയങ്ങൾ ഷർത്തില്ല എന്ന് ഇബ്നു ഹജറുൽ ഹൈതമി തന്റെ തുഹ്ഫയുടെ 345 പറയുന്നു. നല്ല മനസ്സിലാക്കണം, പെരുന്നാ ഖുതുബക്ക് നിൽക്കൽ ഷർത്തില്ല, അത് നിർബന്ധമില്ല. അതുപോലെ തന്നെ അറബിയത്ത് നിർബന്ധമില്ല, അതുപോലെ തന്നെ നിൽക്കൽ നിർബന്ധമില്ല, ശുദ്ധി നിർബന്ധമില്ല, 4 വിഷയങ്ങൾ നിർബന്ധമില്ല എന്ന് ഇബ്നു ഹജർ തങ്ങൾ പറഞ്ഞപ്പോ ഇദ്ദേഹത്തിന് സുന്നിയുടെ കേറിയില്ലേ? ആരെക്കാൾ വലിയ സുന്നി ആവണം? ഇബ്നു ഹജറുൽ ഹൈതമിനേക്കാൾ വലിയ സുന്നി ആവണം. അപ്പൊ ഇബ്നു ഹജർ എന്താ പറഞ്ഞത്? ഇബ്നു ഹജർ തങ്ങൾ തന്റെ തുഹ്ഫയുടെ 3-ാം ജുസിൽ പറയുന്നു, ഫലാ യജിബു ഹുനാ, പെരുന്നാൾ ഖുതുബയിൽ നിർബന്ധമില്ല. എന്തൊക്കെ നിർബന്ധമില്ല? നഹ്വു ഖിയാം, നിൽക്കൽ നിർബന്ധമില്ല, ഇരിക്കൽ നിർബന്ധമില്ല, ഔറത്ത് മറക്കൽ നിർബന്ധമില്ല, ഒളു എടുക്കൽ നിർബന്ധമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നു, വലാ ബുദ്ദ ഫീ അദാഇ സുന്നത്തിഹാ മിൻ കൗനിഹാ അറബിയ്യാ, സുന്നത്ത് വീടണമെങ്കിൽ അത് അറബിയാവണം. ഏത്? പെരുന്നാളിന്റെ ഖുതുബയുടെ സുന്നത്ത് വീടണമെങ്കിൽ അത് അറബിയാവണം. ലാക്കിനിൽ മുത്തജിഹു, എങ്കിലും ന്യായമായത്, അന്ന ഹാദാ ഷർത്തുൻ ലികമാലിഹാ, ഇത് പൂർണ്ണ സുന്നത്ത് കിട്ടാനാണ്. ലാലി അസ്ലിഹാ, അസ്ലു സുന്നത്ത് കിട്ടാനല്ല. അസ്ലു സുന്നത്ത് മറ്റു ഭാഷയിൽ ഓതിയാലും കിട്ടുമെന്ന് ഇബ്നു ഹജറുൽ ഹൈതമി. എന്താ ഇബ്നു ഹജറുൽ ഹൈതമി പറയുന്നത്? ഇബ്നു ഹജറുൽ ഹൈതമി പറയുകയാണ്, പെരുന്നാളിന്റെ ഖുതുബ അസ്ലു സുന്നത്ത് മറ്റു ഭാഷയിലും ഓതിയാൽ കിട്ടുമെന്ന് ഇബ്നു ഹജർ തങ്ങൾ പറഞ്ഞപ്പോ അതിങ്ങനെ തന്നെ അദ്ദേഹം കൊണ്ടുവന്നിട്ട് അദ്ദേഹം പറയാണ്, നോക്കണേ നിങ്ങള്, എന്തിനാ ഇബ്നു ഹജറിനെ ഹൈജാക്ക് ചെയ്യുന്നത്? അതിന്റെ ആവശ്യമുണ്ടോ? ഇബ്നു ഹജറുൽ ഹൈതമി അദ്ദേഹം വലിയ സുന്നിയാണ്. അദ്ദേഹത്തെ ഹൈജാക്ക് ചെയ്യേണ്ട, ഇമാം അവറുകളെ ഹൈജാക്ക് ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല. എന്നിട്ട് ഇദ്ദേഹം പറയുന്നത് കേട്ടോ, മുഹ്യി സുന്നിയിൽ ഏതെല്ലാം സുന്നത്തള്ളു അറിയോ? അടിസ്ഥാന പ്രതിഫലത്തിന് അറബിയത്ത് ഷർത്തില്ലെന്ന ഈ അഭിപ്രായം അനുസരിച്ച് ഖുതുബ സാധുവാകുമെന്നല്ലാതെ അത് അനുവദനീയമാകുന്നു വരൂല. കാരണം നബിയും സഹാബത്തും അങ്ങനെ ചെയ്തിട്ടില്ല. കണ്ടോ, അസ്ലു സുന്നത്ത് കിട്ടും, കൂലി കിട്ടും. പെരുന്നാ ഖുതുബ മറ്റു ഭാഷയിൽ ഓതിയാൽ ഇബ്നു ഹജർ മൂപ്പര് പറയാണ്, അസ്ലു സുന്നത്ത് കിട്ടുമെങ്കിലും സംഭവം അത് ഹറാമാ. എന്താ കാര്യം? അത് നബിയും സഹാബത്തും ചെയ്തിട്ടില്ലല്ലോ. ഇത് വഹാബിസാണ്, വെറുതെ പുതിയ ഉസൂൽ ഉണ്ടാക്കണ്ട. നബിയും സഹാബത്തും ചെയ്യാത്തത് തനി ബിദ്അത്താണ് എന്ന് പറയല ആരാ? വഹാബിസല്ലേ. എന്നിട്ട് കേട്ടാ തോന്നും നബിയും സഹാബത്തും ഒതുടുക്കാതെ ഖുതുബോദിയിട്ടുണ്ട്, നബിയും സഹാബത്തും പെരുന്നാക്ക് തുണി അയച്ചിട്ട് ഖുതുബോദിയിട്ടുണ്ട്, നബിയും സഹാബത്തും ഇരുന്നിട്ട് ഓതിയിട്ടുണ്ട്. ഇത് നബിയും സഹാബത്തും ചെയ്യാത്തത് കൊണ്ട് ഇത് ഹറാമ്. ഞാൻ ചോദിക്കട്ടെ, ഒരാൾ ഒതുല്ലാതെ പെരുന്നാക്ക് ഖുതുബോദി, അത് ഹറാമുണ്ടാ? ഇബ്നു ഹജറുൽ ഹൈതമിയുടെ വീക്ഷണ പ്രകാരം ഒതുവില്ലാതെ ഒരാൾ പെരുന്നാക്ക് ഖുതുബോദിയാൽ അത് ഹറാമുണ്ടോ? അത് ഹറാമില്ലല്ലോ. ഇദ്ദേഹം പറയാണ് നബിയും സഹാബത്തും ചെയ്യാത്തത് കൊണ്ട്. എന്നിട്ട് മൂപ്പര് ഇവിടെ സമർത്ഥിച്ച എങ്ങനെ? സംഭവം അസ്ലു സുന്നത്ത് കിട്ടുമെങ്കിലും അത് നബിയും സഹാബത്തും ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഹറാമാണ്. പക്ഷെ മൂപ്പര് വിശുദ്ധ റമളാനിൽ സമർത്ഥിച്ച ശൈലി എങ്ങനെ അറിയോ? എന്നാൽ ഇപ്പറഞ്ഞത് അടിസ്ഥാനമാക്കി 2 പെരുന്നാളിനെങ്കിലും അനറബി ഭാഷയിലാകാമെന്ന ചിലരുടെ ധാരണ അബദ്ധമാണ്. പറഞ്ഞ അനുസരിച്ച് ഇബ്നു ഹജർ പറഞ്ഞതനുസരിച്ചിട്ടും പെരുന്നാക്ക് മലയാളത്തിൽ ഓതണ്ട. കാരണം എന്താണെന്നറിയോ? അങ്ങനെ നിർവഹിക്കുന്ന കാരണം എന്താണെന്നറിയോ? പെരുന്നാ ഖുതുബക്ക് ഔറത്ത് മറക്കലും നിബന്ധനയില്ലെന്ന് തുഹ്ഫ പറയുന്നുണ്ട്. ഇതുകൊണ്ട് ഔറത്ത് മറക്കാതെ ഖുതുബ ഓതാൻ പറ്റുമോ? ഔറത്ത് മറക്കാതെ ഖുതുബ ഓതൽ ഹറാമല്ലേ? ഔറത്ത് മറക്കൽ അസ്ലിൽ തന്നെ ഹറാമാണ് മുസ്ലിയാരെ, അതുകൊണ്ടാണ് അത് ഹറാമായത്. എന്നാ ഞാൻ ചോദിക്കട്ടെ, ഒതുല്ലാതെ ഓതുന്നോർത്ത് ഒതുല്ലാതെ ഇരിക്കൽ ഹറാമാ? ഔറത്ത് മറക്കാതെ ഖുതുബ ഓതണമെന്നില്ല, റോട്ടിൽ കൂടെ നടക്കലും ആൾക്കാരുടെ മുമ്പിലൊക്കെ നിൽക്കൽ ഹറാമെന്ന്. എന്നിട്ട് മൂപ്പര് പറയാണ്, എന്നാൽ ഔറത്ത് മറക്കാതെ ഖുതുബ ഓതല് അത് ഹറാമാവൂലേ? അതിന് അസ്ലിൽ തന്നെ ഔറത്ത് മറക്കൽ വെളിവാക്കൽ ഹറാമാണ്. അങ്ങനെയാണോ ഒതു എടുക്കാതിരിക്കൽ? എന്ന് ഞാൻ ചോദിക്കട്ടെ, അസ്ലിൽ തന്നെ മലയാളം പറയൽ ഹറാമുണ്ടോ?
അങ്ങനെയും വരണ്ടേ? അസിൽ തന്നെ മലയാളം പറയൽ ഹറാമാകണം. ഏതുപോലെ? അസിൽ തന്നെ ഔറത്ത് വെളിവാക്കൽ ഹറാമായതുപോലെ. എന്നാലല്ലേ ഇത് എടുക്കാൻ പറ്റുള്ളൂ. ഇതൊക്കെ മനുഷ്യന്മാരെ പറ്റിക്ക. എല്ലാരും മുയ്യസുന്നന്റെ കുട്ടികളാന്ന് വിചാരിച്ചോ? അങ്ങനെ വിചാരിക്കരുതേ പാവത്തന്മാരെ. മൂല്യന്മാരുണ്ട് ഇവിടെ. എല്ലാരും മുയ്യസുന്ന സിലബസ് അനുസരിച്ചൊന്നും അല്ല കിതാബ് ഓതുന്നത്. എത്ര പള്ളിയിൽ പ്രഗത്ഭരായ മുദരിസന്മാരുണ്ട്. എല്ലാരും തല ഇവിടെ പണയം വെച്ചിട്ടാ ഇതൊക്കെ വായിക്കുന്നത്. അത് മനസ്സിലാക്കരുത് നിങ്ങൾ. എന്നിട്ട് മൂപ്പര് പറയാണ് ഔറത്ത് വെളിവാക്കിയിട്ട് ഖുതുബോദൽ ഹറാമല്ലേ? അതിന് ഔറത്ത് വെളിവാക്കൽ അസിൽ തന്നെ ഹറാമല്ലേ? എന്നാ അസിൽ തന്നെ മലയാളം പറയൽ ഹറാമാവട്ടെ, അസിൽ തന്നെ ഒതുല്ലാതിരിക്കൽ ഹറാമാവട്ടെ. അപ്പൊ ഇതിൽ ഇങ്ങനെ സമർത്ഥിച്ചത്. മറ്റിലെന്താ സമർത്ഥിച്ചത്? ഫതാവ ദഹബിയയിലും ഏതെല്ലാം ഫതാവ ദഹബിയ, ഫതാവ യാഖൂത്തിയ, ഫതാവ ദഹബിന ഫിൽദിയ, ഇങ്ങനെ ഓരോരോ ഫത്വകൾ ഇങ്ങനെ ഇറങ്ങുന്ന കൊടുക്കണ നേരാണെങ്കിൽ തെറ്റില്ല. ഉള്ള പോലെ പറഞ്ഞുകൂടെ. ആരെ ഈ ഭയപ്പെടുന്നത്? സുന്നി കുറയോ? ഇമാമിങ്ങളെ സുന്നി സമ്മതി, അതിലപ്പുറം എന്തിനു സുന്നിയാവുന്നതെന്ന് നമ്മളെ മത അങ്ങനെ അപ്പുറം സുന്നിയായ പിന്നെ വഹബത്ത് സുഹൈൽ വലിയ ഇമാമാവും. ഓവർ ഡോസ് മരുന്ന് കുടിച്ചാൽ പിന്നെ രോഗം മാറില്ല, ആള് കാലിയാവ് ഉണ്ടാവുക, സുന്നി പൊട്ടുക. അതാണ് ഈ പൊളിച്ചെഴുത്തൊക്കെ നടത്തുന്നത്. തോന്നിയാസം പറയാ. എന്നിട്ട് നോക്ക്, മൂപ്പരോട് ചോദ്യം, പെരുന്നാ ഖുതുബ അറബി അല്ലാത്ത ഭാഷയിൽ കൊണ്ടുവരാമോ? അപ്പൊ മൂപ്പര് ഇബ്നു ഹജറിന്റെ ഇബാറത്ത് ഇങ്ങോട്ട് കൊടുന്ന്. ഇബ്നു ഹജർ എന്താ പറഞ്ഞു? അസ്ലു സുന്നത്ത് കിട്ടും, പൂർണ്ണമായ സുന്നത്ത് കിട്ടൂല, അസ്ലു സുന്നത്ത് കിട്ടും. എന്നിട്ട് മൂപ്പര് പറയാ ഫഅലൈഹി തസിഉ ഖുതുബത്തുൽ ഈദ്, ഇത് പ്രകാരം പെരുന്നാ ഖുതുബ സ്വഹീഹ ബിലാ അറബിയ, അറബിയല്ലാതെ പെരുന്നാ ഖുതുബ ഓതിയാൽ സ്വഹീഹാകും. വകദാ യഹ്സുലു അസ്ലു സുന്ന, ഇതുപോലെ അസ്ലു സുന്നത്തും കിട്ടും. പക്ഷേ ലാകിൻ ലാ യഅനി ഹാദാ ജവാസഹു മിൻ ഹൈസുൽ ഫിഅലു, എന്നാലും ചെയ്തുകൂടാ, കാരണം നബിയും സഹാബത്തും ചെയ്തിട്ടില്ല. സുന്നത്ത് കിട്ടും, അസ്ലു സുന്നത്ത് കിട്ടും, ഖുതുബ സ്വഹീഹാകും, പെരുന്നാൾ നിസ്കാരത്തിന് ഒരു കുഴപ്പമില്ല, എങ്കിലും അത് ഹറാമാണ്, കാരണം നബിയും സഹാബത്തും ചെയ്തിട്ടില്ല. എന്തിനാണ് ഇയാൾ ഇങ്ങനെ നടത്തുന്നത്? അസ്ലു സുന്നത്ത് കിട്ടുന്ന ഒരു സംഗതിയാണെങ്കിൽ അത് ഹറാമാവോ എന്ന് ഞാൻ ചോദിക്കട്ടെ. നിസ്കാരത്തിൽ സൂറത്ത് ഓതണം. 2 റക്അത്തിനും 2 സൂറത്താ ഓതേണ്ടത്. ഒരാള് ഒന്നാമത്തിലും കുൽഹുവല്ലാ സൂറത്ത് ഓതി, രണ്ടാമത്തിലും കുൽഹുവല്ലാ സൂറത്ത് ഓതി. എന്താ മസല? അസ്ലു സുന്നത്ത് കിട്ടും എന്നാ പറയോ? അത് നബിയുടെ കാലത്തുണ്ടായിട്ടില്ല, അതുകൊണ്ട് അത് ഹറാമാണ്. ഇങ്ങനെ തോന്നിയസം ഫത്വ കൊടുക്കണ എന്തിനാ? ഇതുകൊണ്ടാ പൊളിച്ചെഴുതാന്ന് പറഞ്ഞത്. ഇതിനൊരു മറുപടി പ്രതീക്ഷിക്കുന്നത് വരെ ഇൻഷാ അല്ലാഹ് ഇത് തുടരുക തന്നെ ചെയ്യും. ഇത് ഓഫ്ലൈനിൽ ഇതുപോലുള്ള കുറവാണെന്ന് നിങ്ങൾ വിചാരിച്ച് സമാധാനിക്കണ്ട. ഓൺലൈനിൽ ഇതിലപ്പുറം പൊരിഞ്ഞ യുദ്ധമാണ് നടക്കുന്നത്. ലക്ഷക്കണക്കിന് ആളുകൾ ഓൺലൈനിൽ ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. ടെക്നോളജിക്കലായിട്ട് വലിയ ഡിപ്പാർട്ട്മെന്റ് തന്നെ അൽമുഹിമക്കുണ്ട്. വിവരം അറിയോ നിങ്ങൾ? ഇത് നൂറ്റാണ്ട് ഏതാണെന്നറിയോ? അതുകൊണ്ടല്ലേ ഫേസ്ബുക്കിലും വാട്സപ്പിലും ഓർക്കുട്ടിലും യാഹൂലും സകല സ്ഥലങ്ങളിലും അൽമുഹിമ്മ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. വിവരം അറിയോ നിങ്ങൾക്ക്? എന്താ അൽമുഹിമ്മ ചർച്ച ചെയ്യപ്പെടുന്നത്? അൽമുഹിമ്മ ആരും ധൈര്യപ്പെടാത്തൊരു വിഷയത്തിനാണ് ഇറങ്ങിയിരിക്കുന്നത്. ധൈര്യപ്പെടാത്തത് എന്തുകൊണ്ടാണെന്നറിയോ? ധൈര്യപ്പെടാത്തത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ വിഷയം അറിയായിട്ടൊന്നുമല്ല, വിഷയം എല്ലാവർക്കും അറിയാം. പല പ്രമുഖരും എന്നോട് വിളിച്ച് പറഞ്ഞില്ലേ നമ്മളൊക്കെ. അപ്പോൾ ആ പ്രമുഖരെ പേര് പറഞ്ഞൂടെ? അത് പറയില്ലട്ടോ. അവരൊക്കെ ഓരോരോ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യാണ്. അവർ അവിടെ മരണം വരെ അവിടെ തുടരട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഓരോ പേരൊന്നും പറയില്ല. മനസ്സിലായില്ലേ? അവർ ഇൽമു കൊണ്ട് ശുഗലാവല്ലേ, അതെന്തിന് നമ്മൾ മുടക്കണം? ഭയങ്കര വീറ്റോ പവർ അല്ലേന്ന്. മനസ്സിലായില്ലേ? ഐക്യരാഷ്ട്രസഭ അങ്ങോട്ട് പാസ്സാക്കി കഴിഞ്ഞാൽ പിന്നെ ജോർജ് ബുഷ് തന്നെ അതിൽ ഇടപെട്ടിട്ട് കാര്യമില്ല. അതിന് ജോർജ് ബുഷിന്റെ തന്നെ ഇനി ഐക്യരാഷ്ട്രസഭ, അത് വേറെ വിഷയമാണ്. അപ്പൊ അത് പോട്ടെ. മനസ്സിലായില്ലേ? മജാസ് ഇസ്തിയാർത്തൊക്കെ നിങ്ങൾ ചിന്തിച്ചോളി, അതൊന്നിപ്പോ ഞാൻ പറയില്ല. ഏതായാലും ആവട്ടെ. അപ്പോ ഇതെല്ലാരും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ഇറങ്ങിയതെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് എന്താ പേടിക്കാനുള്ളത്? മേപ്പറില്ലാത്തവർക്കുണ്ട് തീപ്പൊരി പേടിക്കുന്നു അല്ലേ? പല്ലില്ലാത്തവർക്ക് എന്തിനാ യൂക്കാലീഫ് എന്ന്? നമ്മൾ ആരെ പുറത്താക്കുന്നു? ആരും പുറത്താക്കൂല. ഒരു വലിയ നേതാവേ സ്വകാര്യമായിട്ട് പറയാണ്, മുഹീസുന്നന്റെ വലിയൊരു നേതാവേ തളിപ്പറമ്പിന്റെ പ്രസംഗം നടക്കുന്ന സമയത്ത് എൻ്റെ നാട്ടിലേക്ക് വിളിച്ച് ഓനെ ഉടൻ പുറത്താക്കണം.
അപ്പൊ അവിടുന്ന് പറഞ്ഞു ഇവിടെ ഇല്ലേ, ഇവിടെ ഗ്രൂപ്പിലില്ല, പിന്നെ എങ്ങനെ പുറത്താക്കാൻ? പുറത്താക്കണമെങ്കിൽ ആദ്യം ഇതിന്റെ അകത്ത് കയറേണ്ട മക്കളെ. ഞാൻ അകത്ത് കയറിയിട്ടില്ല. അപ്പൊ ചോദിക്കുന്നത് നിങ്ങൾ സഅദി അല്ലേ? സഅദി പോയത് കിതാബ് ഓതാനാണ് കുട്ടികളെ. അവിടുന്ന് ഓതിയ കിതാബല്ലേ ഷാഫി മദ്ഹബിലെ തുഹ്ഫ, അതാണ് ഈ പറയുന്നത്. അള്ളാഹു അവിടുത്തെ നല്ല നമ്മുടെ എല്ലാ സ്ഥാപനങ്ങളിലെ ഉസ്താദുമാർക്കും അള്ളാഹു ദീർഘായുസ് കൊടുക്കട്ടെ. ഹക്കിന് വേണ്ടി പ്രവർത്തിക്കാൻ അള്ളാഹു തആല അവർക്കൊക്കെ തൗഫീക്ക് നൽകുമാറാകട്ടെ. രഹസ്യമായിട്ടാണെങ്കിൽ രഹസ്യമായിട്ട്, പരസ്യമായിട്ടാണെങ്കിൽ പരസ്യമായിട്ട് ഇത്തരം വിഷയങ്ങൾ തുറന്ന് പറയാനുള്ള തൗഫീക്ക് അവർക്ക് എല്ലാവർക്കും അള്ളാഹു നൽകുമാറാകട്ടെ. നിങ്ങൾ ആരും സംശയിക്കണ്ട കേട്ടോ. ചില ആൾക്കാർ ഇങ്ങനെ ഫോൺ വിളിച്ചിട്ട് ചോദിക്കാണ്, അയാളുണ്ടോ, ഇയാളുണ്ടോ, ആ മൗലവിയുണ്ടോ? അല്ല കുട്ടികൾ, നിങ്ങൾ എന്തിനും ഇങ്ങനെ ചോദിക്കണം? നിങ്ങൾക്ക് ഓല വിളിച്ചിട്ടാണ് ചോദിച്ചാൽ പോരെ. നിങ്ങൾ അൽമുഹിമക്ക് സപ്പോർട്ട് ഉണ്ടോന്ന്. പക്ഷെ വേറെ ഒന്നുണ്ട് കേട്ടോ, നിങ്ങൾ ചോദിച്ചാൽ ഓര് പറയും ഇല്ലാറി. കാരണം ഞങ്ങൾ തമ്മിലുള്ള അഡ്ജസ്റ്റ്മെന്റ് ആണ്, മനസ്സിലായോ? അത് ഞങ്ങൾ തമ്മിലുള്ള അഡ്ജസ്റ്റ്മെന്റാ. അതുകൊണ്ട് നിങ്ങൾ വിളിച്ച് ചോദിച്ച് നിങ്ങൾ അൽമുഹിമക്ക് സപ്പോർട്ട്. അൽമുഹിമ ഏത് അൽമുഹിമ? ഞാൻ അറിയില്ല. ആ സംഭവം എങ്ങനെ അൽമുഹിമ അറിയില്ല. അപ്പൊ അതാണ് ഇരിക്കുന്നത്. ഏതായാലും ആവട്ടെ സംഭവം. ലാ തസാലു ത്വായിഫത്തും മിൻ ഉമ്മത്തി ളാഹിരീന അലൽ ഹഖ് ഹത്താ യഅതിയഹും അംറുസാ ത്വാഹ റസൂലുള്ളാഹി. ഖിയാമത്ത് നാൾ വരെ സത്യം തുറന്ന് പറയുന്ന ഒരു വിഭാഗം ഇവിടെ ഉണ്ടാകുമെന്ന് മഹാനായ റസൂലുള്ളാഹി. അതിന്റെ ഒരു പ്രതീകാത്മകമായ സ്വഭാവമാണ് അൽ മുഹിമ്മ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് നിങ്ങളോട് എല്ലാവരോടും ഓർമ്മപ്പെടുത്തുകയാണ്. മനസ്സിലായില്ലേ? നിങ്ങൾ ഓരോരുത്തരെയും സംശയത്തിൽ നിർത്തണ്ട. മനസ്സിലായില്ലേ? ഞാൻ ഏതായാലും ഇവരടുത്തേക്കൊന്നും പകല് പോകൂലെന്ന് തീരുമാനിച്ചിരിക്കുന്നു. മനസ്സിലായില്ലേ? എന്താ കാര്യം? എനിക്ക് പേടി ഉണ്ടായിട്ടല്ല. എന്നെ ഇപ്പൊ തട്ടിക്കൊണ്ടുപോവോ? ആര് തട്ടിക്കൊണ്ടോണ്? ഇത് കേരളല്ലേ, ഇവിടെ നിന്നുണ്ടോ എന്നെ തട്ടിക്കൊണ്ടോണ്? ആരും കൊണ്ടുപോകുന്നില്ല. പക്ഷേ നമ്മൾ എന്തിനൊരു ഫിത്നക്ക് കാരണമാവണം? അള്ളാന്റെ ദീന് പറഞ്ഞതിന്റെ പേരിലാണ് ഇത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യരുതാ? പണ്ട് സുന്നി വോയിസില് ഇടക്കാലത്ത് ഒരാൾ ഫത്വ കൊടുത്തിന്ന്. അദ്ദേഹം ഒറിജിനൽ മുഫ്തിക്കെതിരായി പറഞ്ഞതുകൊണ്ട് ഉടൻ ഡിസ്മിസ്. അറിയോ നിങ്ങൾക്ക്? തെറ്റിയതല്ല, ശരിയാണ് ഫത്വ കൊടുത്തത്, ഡിസ്മിസ് ചെയ്ത് പോട്ടെ. ഏതായാലും ഇരിക്കട്ടെ. ഞാനിവിടെ ഫിത്തനൊന്നും ഉണ്ടാക്കൂല കേട്ടോ. ഒരാൾ ചോദിച്ച് ഫോൺ വിളിച്ചിട്ട് നിങ്ങൾ ഈ സംഘടന പൊളിക്കാൻ നിൽക്കുകയാണോ? മാനായ റബ്ബേ, ഈ പാവയും ഞാൻ വന്നിട്ട് പ്രസംഗിച്ചാല് നിങ്ങൾ കേട്ടില്ലേ മക്കളെ? അജയ്യമാണ്, ഉരുക്കു കോട്ടയാണ്, അഗ്നി സമാനമാണ്, ആന വന്ന് കുത്തിയാലും തകരാത്ത പ്രസ്ഥാനമാണ് എന്നൊക്കെ നിങ്ങൾ കേൾക്കലില്ലേ? ഇപ്പൊ ഞാൻ ഒരു കാര്യം പറയുമ്പോ ഇത് പൊള്ളിയേ അല്ല, ഇതിങ്ങനെ പൊളിഞ്ഞിട്ടൊരു നാരും അങ്ങനെ നിൽക്കുക? അങ്ങനെയൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. ഇതൊക്കെ നല്ല സെറ്റപ്പിൽ നിൽക്കുന്നതെന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നത്. ഇരിക്കട്ടെ, അങ്ങനൊന്നും പറയരുത്. ഇവിടെ പറഞ്ഞ വിഷയത്തിൽ നിങ്ങൾക്ക് എന്ത് പറയാനുണ്ട്? അതാണ് നമുക്കറിയേണ്ടത്. ആരൊക്കെയാണ് പിന്നില്, ആരൊക്കെയാണ് മുമ്പില് എന്നൊന്നും നോക്കണ്ട. പിന്നിൽ ഇതൊക്കെ അവരൊക്കെ ഉണ്ട്. ഏതായാലും ഇരിക്കട്ടെ. അപ്പൊ വിഷയം അതായി. ഇനിയോ? ഇനി അടുത്ത വിഷയം എന്താ? സമയമല്ല ഉണ്ടല്ലോ. ഉള്ള സമയം മതിയാവണില്ല. ഇനി നോക്ക്, ഇനി അടുത്ത വിഷയം. പിന്നെ ഇദ്ദേഹം ഏതായാലും റമളാനല്ലേ വരുന്നത്. വിശുദ്ധ റമളാൻ എന്ന് പറയുന്ന ഇദ്ദേഹത്തിന്റെ ഈ ഒരു ബുക്കിൽ വിശുദ്ധ റമളാൻ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ബുക്ക്, വിഷയം ഞാൻ പറയാം. ആ പുസ്തകത്തിൽ അദ്ദേഹം ഒരു കാര്യം പറയുകയാണ്. എന്താ പറയുന്നത്? നോമ്പ് മുറിച്ചവൻ ദിക്ർ ചെല്ലണം. എന്താ ദിക്ർ? വെള്ളം കൊണ്ടാണ് നോമ്പ് തുറക്കുന്നതെങ്കിൽ അവൻ ഇങ്ങനെ കൂടി പറയൽ സുന്നത്താണ്. ദഹബല്ലമഉ വബതല്ലത്തിൽ ഉറൂഖു വസബതൽ അജ്റു ഇൻഷാ അല്ലാഹ്. അവൻ പറയാണ്, നോമ്പ് മുറിച്ച ഉടനെ അല്ലാഹുമ്മ ലക സുംതു വഅലാ റിസ്കിക അഫ്തർതു എന്ന് പറയണം. എന്നിട്ട് പിന്നെ പറയുന്നേ, വെള്ളം കൊണ്ടാണ് നോമ്പ് തുറക്കുന്നതെങ്കിൽ ഇങ്ങനെ കൂടി പറയൽ സുന്നത്താണ്. ദഹബല്ലമഉ വബതല്ലത്തിൽ ഉറൂഖു വസബതൽ അജ്റു ഇൻഷാ അല്ലാഹ്. അങ്ങനെ ഉണ്ടോ? വെള്ളം കൊണ്ട് നോമ്പ് മുറിക്കുകയാണെങ്കിലാണ് ഈ ദിക്റെന്ന്. സുബ്ഹാന ജല്ല ജലാലു. ഇന്ന് ഒറ്റ ഒന്നിന് ഈ ദിക്റെല്ലാം കഴിയൂല. കാരണം എന്താ? അധിക ആൾക്കാർക്കൊന്ന് കാരക്ക കിട്ടും.
ഈത്തപ്പഴ കിട്ടും, ഇഫ്താർ മീറ്റ്, സമൂഹ നോമ്പ് തുറ, എന്തെല്ലാനാ ഇവിടെ നടക്കുന്നത്. അതിലൊക്കെ ഈ പച്ചവെള്ളം കൊടുന്നു കൊടുക്കുന്നത് അല്ലല്ലോ. അപ്പൊ ഇദ്ദേഹം പറയുകയാണ് വെള്ളം കൊണ്ട് നോമ്പ് മുറിക്കുകയാണെങ്കിലാണ് ഈ മസല. എന്നാൽ നോക്ക് നിങ്ങൾ, എന്താണ് ആ വിഷയത്തിൽ? വയഖൂലു ദാലിക, ഇതവൻ പറയണം, വ ഇല്ലം യകും ബിഹി ളമഉൻ, ദാഹമില്ലെങ്കിലും ശരി, വ ഇൻ അഫ്തറ അലാ ഗൈരി മാ, വെള്ളമല്ലാത്തത് കൊണ്ട് നോമ്പ് മുറിക്കുകയാ, ഈത്തപ്പഴം കൊണ്ട് നോമ്പ് മുറിക്കുകയാണെങ്കിലും ഈ ദിക്ർ ചെല്ലണം. എന്താ കാരണം? ഇതിൽ മുറാദു ഹീനൈദിൻ, അപ്പൊ പിന്നെങ്ങനെ ദാഹം മാറല്? കാരക്ക തിന്നാൽ ദാഹം മാറോ? ദഹബൽ ളമഉ എന്ന് പറഞ്ഞാൽ ദാഹം പോയി എന്നല്ലേ? കാരക്ക തിന്നാൽ ദാഹം പോകുമോ? നോക്ക് നിങ്ങൾ, ഫുഖഹാ വിശദീകരിക്കുന്നു, ഇതിൽ മുറാദു ഹീനൈദിൻ, അപ്പ പിന്നെ ദാഹം പോയി എന്ന് പറഞ്ഞാൽ ദഖല വഖ്തു ദാലിക, ദാഹം പോകാനുള്ള സമയമായി. നോക്ക് നിങ്ങൾ, അപ്പൊ ഈത്തപ്പഴം കൊണ്ട് നോമ്പ് മുറിച്ച ആളും ദഹബൽ ളമഉ വബ്തല്ലത്തിൽ ഉറൂഖു എന്ന ദിക്ർ ചെല്ലണം. എന്തിനാണ് ഇദ്ദേഹം വെള്ളം കൊണ്ടാണെങ്കിൽ എന്ന് പറഞ്ഞത്? ഇത് പറയുമ്പോ ചില കുട്ടികൾ പറയും, എന്നാ ഉസ്താദെ ഫത്ഹുൽ മുഈനിൽ ഇല്ലേ വയസീദു മൻ അഫ്തറ ബിൽ മായി, വെള്ളം കൊണ്ട് നോമ്പ് മുറിക്കുന്നവൻ അധികരിപ്പിക്കണം എന്ന് പറഞ്ഞിട്ടല്ലേ ഈ ദിക്ർ കൊടുത്തത്? അതെ, ഫത്ഹുൽ മുഈൻ ഓതും പോലെ ഓതണം. ഫത്ഹുൽ മുഈനിൽ തർശീഹ് പറയുന്നു ലൈസ ബി ഖൈദിൻ, ആ വാക്ക് ഖൈദല്ല ഫീ സുന്നിയത്തി ദാലിക, വെള്ളം കൊണ്ട് നോമ്പ് മുറിച്ചാലേ എന്ന് ഈ കൈതല്ല, അല്ലാത്തപ്പോഴും ഇത് പറയണമെന്ന് തർശീഹ് പറയുന്നു, ബുഷ്റൽ കരീം പറയുന്നു, ഇഖ്നാ പറയുന്നു, ബുസൈരിമി പറയുന്നു, ജമൽ പറയുന്നു. സകല കിതാബുകളും രേഖപ്പെടുത്തിയിട്ട് ഇദ്ദേഹം എന്തിനാണ് സാധാരണക്കാർക്ക് ഈ ദിക്റിന്റെ കൂലി നഷ്ടപ്പെടുത്തുന്നത്? അല്ലെങ്കിൽ തന്നെ ഒരാള് എവിടെങ്കിലും ദിക്ർ ചൊല്ലിയിട്ടിരുന്നാൽ കള്ളത്തൊരീക്കത്ത്, ആലുവ, പട്ടിക്കാട്, അത് ഇത് എന്ന് പറഞ്ഞിട്ട് ഓൻ ആകെ ഇടിച്ച് നിരപ്പാക്കി. ഒരാൾ ദിക്ർ ചൊല്ലിയാ മതി. അല്ല, എന്തിനാ അതിനൊക്കെ നിൽക്കുന്നത്? അവനവനെ ഒതുങ്ങണ പണിയെടുത്താ പോരെ, ഈ കൊക്കിൽ കൊള്ളണത് കൊത്തിയാ പോരെ. ഇപ്പൊ എന്താ ഉണ്ടായത്? ഇപ്പൊ ഒരൊറ്റ സാധാരണക്കാരന് ഈ ദിക്ർ കിട്ടൂല. എല്ലായിടത്തും സമൂഹ നോമ്പ് തുറ, ഇഫ്താർ മീറ്റ്, ഇങ്ങനെയുള്ള എല്ലാ വിഷയങ്ങളും നടക്കും. അവിടെയൊക്കെ കാരക്ക ഉണ്ടാകും. ഈ ദുആ കിട്ടുമോ? നിങ്ങൾ നോക്കി, 3 വട്ടം ഇത് പതിച്ച്, ഇത് പുനഃ പ്രസിദ്ധീകരിച്ച് 3 പ്രാവശ്യം. ഇതിന്റെ തുടക്കത്തിൽ തന്നെ എഴുതിയിട്ടുണ്ട് 20,000 കോപ്പി ഇതിനകം വിറ്റ് കഴിഞ്ഞു. 20,000 കോപ്പികൾ. പൈസ കുറേ കിട്ടും. മക്കളെ, പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യണോ? ഞാൻ കുറേ മുമ്പ് കോഴിക്കോട് അഡ്വക്കേറ്റ് ഇസ്മായിൽ വഫന്റെ അടുത്ത് പഠിച്ചിരുന്നു. എന്ത്? അദ്ദേഹത്തിൻ്റെ കാംബ്രിഡ്ജ് ഇംഗ്ലീഷ് ഉണ്ടായിരുന്നു. അവിടെ റെസിഡൻഷ്യൽ കോഴ്സായിട്ട് തന്നെ ഞാൻ അവിടെ നിന്ന് പഠിച്ചിരുന്നു. അന്ന് ഇസ്മായിൽ വഫ എന്നോട് പറഞ്ഞ്, പിന്നെ ഞാനൊരു കോഴ്സ് നടത്തുന്നുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൽ അറ്റൻഡ് ചെയ്തോളീന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, എന്താണ് കോഴ്സ്? എങ്ങനെ കാശുണ്ടാക്കാം എന്നതാണ് കോഴ്സ്. എങ്ങനെ കാശുണ്ടാക്കാമെന്ന് ഒരു കോഴ്സ് എൻ്റെ ഗുരു, എൻ്റെ സാറ് ഇസ്മായിൽ വഫ നടത്തുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, അതിൽ കൂടണമെങ്കിൽ 200 റുപ്യ വേണം. മൂപ്പരെന്ന് പറഞ്ഞ് അതിൽ കൂടാൻ 200 റുപ്യ വേണം. അപ്പൊ പിറ്റേന്ന് ഞാൻ സാറ് വന്നപ്പോ ഞാൻ ചോദിച്ചു, അല്ല സാറേ, ഈ എങ്ങനെ കാശുണ്ടാക്കാം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കാശുണ്ടാക്കിയോന്ന് വെച്ച്. ആ നിയമത്ത് പറഞ്ഞതനുസരിച്ചിട്ട് ഞാൻ ക്ലാസ് ഉണ്ടാക്കിയിട്ടില്ല, കാശുണ്ടാക്കാനുള്ള ക്ലാസ് എടുത്തിട്ട് ഒരുപാട് പൈസ ഞാൻ ഉണ്ടാക്കി. ഇസ്മായിൽ വഫ എന്നോട് പറഞ്ഞതാ. മൂപ്പര് നല്ല സാറാട്ടോ. പിന്നെ ഹിപ്നോട്ടിസം എന്നോട് ചോദിച്ചു, ഹിപ്നോട്ടിസം പഠിപ്പിച്ചു തരണമെന്ന് വെച്ചു. ഞാൻ പറഞ്ഞു, അതെന്താ സംഭവം എന്ന് വെച്ച്. നിങ്ങളെ കണ്ണി ചിമ്പിയിട്ട് ഞാനിവിടെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തോ ഒരു മാറ്റം വരും. നിങ്ങൾ ചെയ്ത എല്ലാ സംഭവങ്ങളും തുറന്ന് നിങ്ങൾ പറയുന്നു, എന്നാൽ അതൊന്ന് കാണണം എന്നറിഞ്ഞാൽ. മൂപ്പര് ഹിപ്നോട്ടിസം നടത്തിയിട്ട് മൂപ്പര് 1 മണിക്കൂർ കണ്ണ് ചിമ്പിയിട്ട് ചുമരുമക്ക് ചാരി നിർത്തിയിട്ട് മൂപ്പര് കുറേ പറഞ്ഞു, എൻ്റെ മനസ്സ്, എൻ്റെ ആത്മാവ്, എൻ്റെ ശരീരം, എൻ്റെ ബോഡി എന്നൊക്കെ പറഞ്ഞ് കുറേ ഡയലോഗ് മൂപ്പര് പറഞ്ഞ്. എന്നിട്ട് കുറേ കഴിഞ്ഞിട്ട് കണ്ണ് തുറക്കാൻ പറഞ്ഞു. ഇപ്പൊ നിങ്ങൾക്ക് ഒരു മാറ്റമില്ലേ, എന്ത് സംഭവിച്ചു എന്ന് വെച്ച്. ഞാൻ പറഞ്ഞു, കുത്തുബിയത്തിനടക്ക് ലൈറ്റിട്ട മാതിരിയായി. വേറെന്ത് മാറ്റാണ്ട്? ഒരു മാറ്റമില്ല, നിങ്ങളെ ഹിപ്നോട്ടിസം ചെയ്യാൻ കഴിയൂല എന്നും പറഞ്ഞു മൂപ്പര്. ഏതായാലും അതിരിക്കട്ടെ. അപ്പൊ പറഞ്ഞു വന്നത്,
കാശുണ്ടാക്കാൻ എന്തെല്ലാം സംവിധാനമുണ്ട്. 20,000-ൽ പരം കോപ്പികൾ വിറ്റഴിച്ചിട്ട് 3 പ്രാവശ്യം പരിഷ്കരിച്ച് പ്രസിദ്ധീകരിച്ചിട്ട് ഇതൊന്ന് മാറ്റിക്കൊടുക്കാൻ മുഹ്യിസുന്നയിൽ കിതാബ് നോക്കുന്ന കുട്ടികളില്ലേ? ഇതാ ചോദിക്കാനുള്ളത്, ഇതാണ് ചോദിക്കാനുള്ളത്. അടുത്ത റമദാനല്ലേ, ഒന്ന് മാറ്റിക്കൊടുക്ക് ഇൻഷാ അല്ലാഹ്. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. സത്യം മനസ്സിലാക്കുകയാണെങ്കിൽ, സത്യത്തോട് ഹക്കിനോട് പ്രതിബദ്ധതയുണ്ടെങ്കിൽ നിങ്ങൾ ഇത് മാറ്റണം. ഇത് വെള്ളം കുടിക്കുന്നവർക്കല്ല, എല്ലാവർക്കുമുള്ള ദുആയാണ്. അത് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. എത്രയായിപ്പോ? 3 ആയില്ലേ? ഇനിയാണ് അടുത്ത ചർച്ച. ഇദ്ദേഹത്തോട് ഫതാവ ദഹബിയയിൽ ഒരു ചോദ്യം. ഇവിടെ ഉള്ളത് ഫതാവ ദഹബിയയിൽ ഇദ്ദേഹത്തോട് ചോദിക്കുന്ന ബാങ്കിന്റെ വിഷയം. ഇപ്പൊ നമ്മുടെയൊക്കെ നിസ്കാര പള്ളിയിലെ അവസ്ഥ എന്താ? നിസ്കാര പള്ളിയിലുള്ള അവസ്ഥ, ബാങ്ക് കൊടുക്കുന്നത് ഒരു മൊലിയർട്ടി, മൂപ്പർ തന്നെ ഇക്കാമത്തും കൊടുക്കും, മൂപ്പർ തന്നെ ഇമാമത്തും നിൽക്കും. ഇതിനെ പറ്റിയിട്ട് ഇദ്ദേഹത്തോട് ചോദ്യം. എന്താ ചോദിക്കുന്നത്? ഹൽ ഹുനാക അയ്യു മൻഇൻ ഫീ അൻ യകൂനൽ മുഅദ്ദിനു ഹുവൽ ഇമാമ ലിൽ ജമാഅ. മുക്രിക്ക് തന്നെ ജമാഅത്ത് ഇമാമായി നിൽക്കാൻ പറ്റുമോ? കമാ നറാഹു ഫീ ബഅദിൽ മസാജിദ്. ചില പള്ളികളിൽ നമ്മൾ അങ്ങനെയല്ലേ കാണുന്നത്, ആ മുക്രി തന്നെ ഇമാമ് നിൽക്കുക. മൂപ്പര് ഇബാറത്തൊക്കെ കൊണ്ടുവന്നിട്ട് മൂപ്പര് പറയുകയാണ്, ഫഉലിമ മിൻ ഹാദാ, ഈ ഇബാറത്ത് നിന്ന് മനസ്സിലായി, അന്നറാജിഹ അന്നഹു യജൂസു, ആ പണി ജായിസാണ്, മഅ അന്ന ഹുനാക ഖൗലം ബിൽ കറാഹ, അതോടുകൂടെ കറാഹത്താണെന്ന് അഭിപ്രായമുണ്ട്. ഇപ്പരെന്താ പറഞ്ഞത്? നിസ്കാര പള്ളിയിൽ ബാങ്ക് കൊടുത്ത് ഇഖാമത്ത് കൊടുത്ത് അയാൾ തന്നെ ഇമാമ് നിൽക്കുക, അത് ജായിസാണ്, അതോടുകൂടെ കറാഹത്താണ് എന്ന അഭിപ്രായവുമുണ്ട്. എല്ലാ മൂല്യരെ അങ്ങനെയാണോ മസലുള്ളത്? ഞാൻ ചോദിക്കുകയാണ്. എന്നാൽ ആ വിഷയം ഹവാഷിൽ മദനിയ മഹാനായ ഇബ്നു ഹജർ അൽ ഹൈതമിയുടെ ശറഹ് ബാഫദിലും ശറഹ് ബാഫദില് നോക്ക് നിങ്ങൾ. വയുസന്നു ലിമൻ തഅഹല ലഹുമാ, ബാങ്കിനും ഇമാമത്തിനും കഴിയുന്ന ആൾക്ക് സുന്നത്താണ് അൽ ജംഉ ബൈനഹുമാ, അത് രണ്ടിന്റെയും ഇടയിൽ ജമ്മ് ചെയ്യൽ സുന്നത്താണ്. അതാണ് ഏറ്റവും സുന്നത്തായ സംഗതി. അപ്പൊ കറാത്താന്നൊരു അഭിപ്രായം ഉണ്ട് അദ്ദേഹം പറഞ്ഞില്ലേ? അതിനെപ്പറ്റി ഇബ്നു ഹജർ പറയുന്നു, വന്നയ്യുൻ കൗനിൽ ഇമാമി മുഅദ്ദിന, ഇമാമ് മുക്രിയാവാൻ പാടില്ല എന്ന നഹിയ് ലം യസ്ബുത്ത്, അത് സ്ഥിരപ്പെട്ടിട്ടില്ല. കറാഹത്താണെന്ന് പറഞ്ഞത് സ്ഥിരപ്പെട്ടിട്ടില്ല. ആ മസ്അല സുന്നത്താണെന്ന് ഷാഫിഈ മദ്ഹബിലെ ആധികാരിക നേതാവായ ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു, നിങ്ങൾ എന്തിനാണത് ജായിസാണ് കറാത്താന്നുള്ള അഭിപ്രായം ഉണ്ട് എന്ന് പറഞ്ഞത്? ചോദിക്കുകയാണ്. ഷാഫി മദ്ഹബിൽ മുഅ്തമദാണ്, അതെന്താന്ന് നോക്കിയിട്ടാണ് ഫത്വ കൊടുക്കുക. എവിടുന്നെങ്കിലും കൗലും കീലും കൊടുന്ന് ഫത്വ കൊടുക്കരുത് എന്ന് വിനയത്തിന്റെ പേരിൽ ഓർമ്മപ്പെടുത്തുകയാണ്. എത്രയായി? ചോദ്യം ചോദിക്കാൻ സമയം കിട്ടൂലേ? ഇനിയോ ഒക്കെ ഓരോന്നോരോരുത്തർ മനസ്സിലായിക്കോളി. ഇനിയാണ് വേറൊരു വിഷയം. വിഷയത്തിൽ അദ്ദേഹം എന്തു പറഞ്ഞു നിരിക്കട്ടെ, തബ്ലീഗുകാർക്കൊരു വാദമുണ്ട്. എന്താ വാദം? അത്തഹിയാത്തില് അസ്സലാമു അലൈക അയ്യുഹൻ നബിയു, അസ്സലാമു അലൈക അയ്യുഹൻ നബിയു, നബിയെ നിങ്ങൾക്ക് സലാം ഉണ്ടാവട്ടെ എന്ന് ഗസാലി ഇമാം പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുമ്പിലുണ്ട് എന്നുള്ള ആ ഹുദൂർ ബോധ്യത്തോടു കൂടെ അത് പറയണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സലാം അടക്കിയാൽ രക്ഷപ്പെട്ടില്ലേ എന്നൊക്കെ മഹാനായ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു എഴുതി വെച്ചിട്ടുണ്ട്. ഇമാം ഗസാലി അതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് വന്നൊരു റിപ്പോർട്ടിൽ റസൂലുള്ളാഹിന്റെ വഫാത്തിന്റെ ശേഷം അസ്സലാമു അലൻ നബിയ്യി, ഖിതാബിന്റെ കാഫ് ഒഴിവാക്കിയിട്ട് അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യ് എന്നുള്ളത് ഒഴിവാക്കിയിട്ട് അസ്സലാമു അലൻ നബിയ്യ് എന്ന് ഞങ്ങൾ പറയാറുണ്ടായിരുന്നു എന്ന് ഇബ്നു മസ്ഊദിനെ തൊട്ട് വന്നൊരു റിപ്പോർട്ടുണ്ട്. ആ ഫുഖഹാ തള്ളിയിരിക്കാൻ എടുത്തിട്ടേ ഇല്ല.
എന്താ ഇബ്നു ഹജറുൽ ഹൈതമി പറഞ്ഞത്? ഇബ്നു ഹജറുൽ ഹൈതമി തുഹ്ഫയിൽ പറയുന്നു, എന്താ മസല? ലാ യജൂസ് ഇബ്ദാലു ലഫ്ളി മിൻ ഹാദൽ അകല്ലി, അകല്ലു തശഹുദിൽ നിന്ന് ഒന്നുപോലും ചുരുക്കാൻ പാടില്ല, ഒന്നുപോലും മാറ്റാൻ പാടില്ല. എന്താ അകല്ലു തശഹുദ്? അത്തഹിയാത്തു ലില്ലാഹി സലാമുൻ അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു സലാമുൻ അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ സലാമുൻ അലൈക അയ്യുഹൻ നബിയ്യു സലാമുൻ അലൈക അയ്യുഹൻ നബിയ്യു. ഇതാണ് അകല്ലു തശഹുദ്. അവിടെ വേണമെങ്കിൽ ഒരു അലിഫ് ലാം കൊടുത്തിട്ട് അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു എന്നും പറയാ, അത് സുന്നത്തുണ്ട്. ഈ രണ്ട് രൂപമേ ഉള്ളൂ, സലാമുൻ അലൈക അയ്യുഹൻ നബിയ്യു, അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു. ഈ രണ്ട് രൂപം മാത്രമേ ഉള്ളൂ. മൂന്നാമത്തെ രൂപം അവിടെ ഇല്ലേ ഇല്ല. ഇബ്നു മസ്ഊദിനെ തൊട്ട് വന്നാലും ശരി. പക്ഷെ ഇന്നും തബ്ലീഗുകാർ ഇത് ചെയ്യുന്നുണ്ട്. പക്ഷേ അത് പരാമർശിച്ചുകൊണ്ട് കഷ്ടമെന്ന് പറയട്ടെ, ഇദ്ദേഹം തബ്ലീഗിന്റെ ആശയം പ്രചരിപ്പിക്കുന്നുണ്ട് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവനെ വിമർശിക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് നിങ്ങൾ ആലോചിക്കുക. ഞാനൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ, ഞാനൊന്നും പറഞ്ഞിട്ടില്ല, നിങ്ങൾ ആലോചിച്ചോളൂ. എന്താ ഇദ്ദേഹം പറഞ്ഞത്? ഇബ്നു മസ്ഊദിന്റെ റിപ്പോർട്ടും അതുപോലെ സാധാരണ നമ്മൾ ചെല്ലുന്ന അസ്സലാമു അലൈക്കും, ഇത് രണ്ടും വെച്ചിട്ട് ഇദ്ദേഹം പറയുകയാണ്, ചുരുക്കത്തിൽ മരിച്ചവരെ വിളിക്കാൻ പാടില്ലെന്നും വിളിച്ചാൽ അവർ കേൾക്കില്ലെന്നുമുള്ള വഹാബി ന്യായത്തിന് ഇവിടെ ഒരു രേഖയുമില്ല, മറിച്ചാണ് രേഖയുള്ളത്. ഈ കാരണം ഇതനുസരിച്ചും നേരിട്ട് അഭിസംബോധനം ചെയ്തുള്ള അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു എന്ന് പറയാമെന്നും അങ്ങനെ തന്നെ പറയൽ നിർബന്ധമില്ലെന്നു മാത്രമാണ് വരുന്നത്. അങ്ങനെ ഉണ്ടോ? അങ്ങനെ തന്നെ പറയണം. അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു തന്നെ പറയണം, അല്ലെങ്കിൽ സലാമുൻ അലൈക അയ്യുഹൻ നബിയ്യു എന്ന് പറയണം. അല്ലാതെ നേരിട്ട് അഭിസംബോധനം ചെയ്യാൻ പാടില്ലെന്നല്ല, തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന മറുപടിയാണ് ഇദ്ദേഹം കൊടുക്കുന്നത്. സലാമുൻ അലൈക അയ്യുഹൻ നബിയ്യു എന്ന് പറയണം, അല്ലെങ്കിൽ അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു പറയണം. ഇത് രണ്ടുമല്ലാത്ത മൂന്നാമത്തെ ഒരു ഓപ്ഷൻ അവിടെ ഇല്ലേ ഇല്ല. ഷാഫി മദ്ഹബിൽ അതില്ല. പക്ഷെ ഇദ്ദേഹം തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന മറുപടിയാണ് ഈ കൊടുത്തിരിക്കുന്നത്. കേൾക്കുന്നുണ്ടോ? ഇത് ഗൗരവമുള്ള കേസാ. ഇത് നോമ്പിന്റെ ദിക്ർ പോലല്ലത്, ഇത് കുറച്ച് സീരിയസാ. മുയ്യിസുന്ന സാധാരണക്കാർക്കുള്ളതാണ് എന്നല്ലേ ചെറുപേര് ഉസ്താദ് പറഞ്ഞത്. എന്താ ഇത് കണ്ട ഒരു മനസ്സിലാക്കുക? നല്ല കഥയായി. എന്താ ഇപ്പൊ ഇതൊന്നും തിരുത്താത്തത്? ഉസ്താദ് പുതിയതിൽ തിരുത്തിക്കണം, നിങ്ങൾ കിട്ടിക്കണോ? 3 വാള്യം സെറ്റാക്കിയിട്ട് ഇറക്കിക്കണെന്നാ പറഞ്ഞു. പക്ഷെ കൊണ്ടെടുക്കാൻ പ്രയാസാവൂല ഉസ്താദ്. നമുക്കിതൊക്കെ കൂടെ പഴയതും പുതിയതൊക്കെ കൂടെ ഇപ്പൊ കൊണ്ടെടുക്കാൻ കഴിയുമോ? ഏതായാലും ആവട്ടെ, ലോറി വിളിച്ചല്ല, അപ്പൊ എന്താ ചെയ്യാ? പോട്ടെ, അതിരിക്കട്ടെ. അപ്പൊ എത്ര വിഷയായി? 5 വിഷയായി അല്ലേ? ഇനി നോക്ക് നിങ്ങൾ, ഇനി വേറൊരു വിഷയം. നല്ല ശ്രദ്ധിക്കണേ നിങ്ങൾ, കുറേ ഉണ്ട് പറയാന്. പക്ഷെ നമുക്ക് പറയാൻ സമയം കിട്ടൂലല്ലോ. ഇത് സംശയം ചോദിക്കാൻ അവസരം കൊടുക്കണം. ആകെ കൂടെ നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതാണ്. ഇനി എന്താ വിഷയം എന്ന് വെച്ചാൽ, ഈ സഫിൽ ഇമാമ് മിഹ്റാബിൽ നിൽക്കുന്നു. 1-ാം സഫിൽ മിമ്പറ വരികയാണെങ്കിൽ അവിടെ സഫ് മുറിയോ ഇല്ലേ എന്ന് പണ്ഡിതന്മാരിടയിൽ തർക്കം. അങ്ങനെയാകുമ്പോ ഇമാം ഒന്നിങ്ങോട്ട് ഇറങ്ങി നിൽക്കട്ടെ. ഇറങ്ങി നിന്നാലോ എല്ലാവർക്കും 1-ാം സഫ് കിട്ടും, മിമ്പറില്ല, ഒന്നും ഉണ്ടാവില്ല. അപ്പോഴേ ഇദ്ദേഹം പറയാണ്, അങ്ങനെ ഇറങ്ങി നിൽക്കുമ്പോ ഇമാമ് വലത്തോട്ട് തെറ്റി നിൽക്കാൻ പാടില്ല, ഇമാമ് ഇടത്തോട്ടും തെറ്റി നിൽക്കാൻ പാടില്ല, ഇമാമ് നടുക്ക നിൽക്കണം, എന്നാലേ ജമാഅത്തിന്റെ കൂലി കിട്ടുള്ളൂ. അങ്ങനെ ഒരു സുന്നത്തുണ്ടോ? ഇമാം ഒത്ത നടുക്ക നിൽക്കണം എന്നൊരു സുന്നത്തുണ്ടോ? ഉണ്ടോ? അങ്ങനെ ഒരു സുന്നത്തില്ല. വസിത്തുൽ ഇമാം, നിങ്ങൾ ഇമാമിനെ മധ്യത്തിലാക്കണമെന്ന് പറഞ്ഞത് മൗമൂമിങ്ങളോടാ. വസിത്തുൽ ഇമാം, നിങ്ങൾ ഇമാമിനെ മധ്യത്തിലാക്കണമെന്ന് പറഞ്ഞത് ആരോടാ? മൗമൂമിങ്ങളോടാ. ഇമാമോ എന്നാ അങ്ങനെയാണെങ്കിൽ ഒരു ദൂരെ ഒരു സൈഡിൽ നിൽക്കുന്ന ആളോട് തുടരാൻ പാടില്ലേ? അയാളെ മധ്യത്തേക്ക് ഉന്തിക്കൊണ്ടിരണോ തുടരുന്നതിന് മുമ്പ്? എന്താ ഇപ്പൊ ഈ പറയണത്? ഇപ്പൊ നാളെ ആണെങ്കിൽ പറയൂട്ടോ, യൂത്തഫറു ഫി ദവാമി മാല യൂത്തഫറു ലിബ്തിദാ.
തുടക്കത്തിൽ പൊറുക്കപ്പെടാത്ത ദവാമിൽ പൊറുക്കപ്പെടുന്ന കായികല്ലേ? ആ കായിക ഉണ്ടാക്കിയിട്ടാണ്. ബാ മുജ്തഹിദീങ്ങൾ ഇറങ്ങിയിരിക്കുന്നു ഇവിടെ. എന്നിട്ട് നോക്ക്, നിങ്ങൾ ഇദ്ദേഹം പറയുകയാണ് യുറാഇ അൻ യകൂന മയാമിനു സഫി വമയാസിറുഹു മുസ്തവിയാ. ഇമാം ശ്രദ്ധിക്കണം, വലത് ഭാഗത്തെ സഫും ഇടത് ഭാഗത്തെ സഫും ഒരുപോലെയാവണം. ബി അല്ലാ യഖൂമ അൻ യമീനിൽ മിഹ്റാബി ഔ യസാരിഹി. അവൻ മിഹ്റാബിന്റെ വലത്തോട്ടും പോകരുത് ഇടത്തോട്ടും പോകരുത്. തവസ്സുത്ത് നഷ്ടപ്പെടാൻ പാടില്ലല്ലോ. അപ്പ ജമാഅത്തിന്റെ ഫളീലത്തും പോകൂലേ? അങ്ങനെയുണ്ടോ? ഇമാമ് മധ്യത്തിൽ നിൽക്കണമെന്ന്, ഇമാമ് മധ്യത്തിൽ നിൽക്കണമെന്നില്ല. മഅ്മൂമീങ്ങളോട് പറഞ്ഞത് നിങ്ങൾ ഒരു ഭാഗത്തന്നെ കൂടരുത്, നിങ്ങൾ ഒരു ഭാഗത്തന്നെ കൂടരുത്. ഈ ഭാഗത്ത് ഇത് വലഭാഗല്ലേ എന്ന് പറഞ്ഞിട്ട് നിങ്ങളൊക്കെ കൂടെ അവിടേക്ക് കൂടരുത്. ഇടത് ഭാഗത്ത് കുറെ ഫാൻ ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് നിങ്ങളൊക്കെ കൂടെ അങ്ങോട്ടും പോകരുത്. പിന്നെ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? അദ്ദേഹം പറഞ്ഞത് തെർശീലുണ്ട് എന്നാ. തെർശീൽ അങ്ങനെയല്ല ഉള്ളത്. തെർശീൽ എന്താ ഉള്ളത്? മഅ്മൂമീങ്ങൾ വലയം ചെയ്യൽ സുന്നത്താണ്. അല്ലിമാമ, ഇമാമിനെ വലയം ചെയ്യൽ സുന്നത്താണ്. അപ്പൊ ഇമാമിനെ രണ്ട് ഭാഗത്തും ഒപ്പമാക്കുന്ന രൂപത്തിൽ മഅ്മൂമീങ്ങൾ നിൽക്കുക. രണ്ട് ഭാഗത്തും ഒരേപോലെയാകുന്ന രൂപത്തിൽ മഅ്മൂമീങ്ങൾ നിൽക്കുക. ഇമാമിങ്ങൾ വയുസന്നു അൻ യഖ്തനിഫൽ മഅ്മൂമൂനൽ ഇമാമ. മഅ്മൂമീങ്ങൾ ഇമാമിനെ ചുറ്റി നിൽക്കണം. ബി അൻ യകൂന മുഹാദിയൻ ലിവസതിഹിം. അവരുടെ മധ്യത്തിൽ ഇമാമ് വരുന്ന രൂപത്തിൽ മഅ്മൂമീങ്ങൾ രണ്ട് സൈഡിലും ഒരുപോലെ നിൽക്കണം. ഇയാൾ എന്താ പറഞ്ഞത്? ഒരാൾ ഇമാമ് നിൽക്കുമ്പോ നടുക്ക തന്നെ നിന്നോളണം, ഇല്ലെങ്കിൽ ജമാഅത്തിന്റെ കൂലി പോകും. എന്തിനാണ് ഇങ്ങനെ പറയുന്നത്? എവിടെയാണ് നിയമമുള്ളത്? കുട്ടികളെ ഇത് ചോദിക്കണം, ഇതിനെപ്പറ്റി ഒന്ന് അന്വേഷിക്കണം. ഇതാ ഓർമ്മപ്പെടുത്താനുള്ളത്. എത്രയായി? 6 വിഷയം പറഞ്ഞു. ഇനിയോ? ഇനിയുള്ള വിഷയം ഇൻഷാ അല്ലാഹ് പിന്നീടാക്കാം കേട്ടോ. നീണ്ട വിഷയമാണ് അല്ലേ? എന്താണ്? അപ്പൊ ഈ കാര്യങ്ങളൊക്കെ കുട്ടികളെ, ഇനി ഒരുപാട് വിഷയങ്ങൾ പറയാനുണ്ട്. ഇതിനെ പറ്റിയിട്ട് നിങ്ങൾ വിലയിരുത്തണം, നിങ്ങൾ ഇതിനെപ്പറ്റി അന്വേഷിക്കണം. എന്താണ് വസ്തുതയുള്ളത്? ഞാനിവിടെ പറഞ്ഞ വിഷയങ്ങൾക്കൊക്കെ തെളിവുണ്ട്. ഒന്നുപോലും ഞാൻ അദ്ദേഹത്തിൻ്റെ മേലെ അപരാധം നടത്തിയിട്ടില്ലട്ടോ. ഞങ്ങളെ ഉസ്താദ് അങ്ങനെ പറഞ്ഞിട്ടില്ല നിങ്ങൾ പറയരുത്. അദ്ദേഹത്തിൻ്റെ 10ഓളം ഗ്രന്ഥങ്ങൾ ഇവിടെ എത്തിച്ചിട്ടുണ്ട്, 10ഓളം ഗ്രന്ഥങ്ങൾ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിലുള്ള വൈരുദ്ധ്യങ്ങൾ അതിലേറെയുണ്ട്. എന്നാ പിന്നെ തെറ്റ് എല്ലാവർക്കും സംഭവിക്കും. എന്നാ പിന്നെ ഒന്നിൽ തെറ്റിയാത് മാർക്കറ്റിൽ നിന്ന് പിൻവലിച്ചൂടെ? പിൻവലിച്ചാൽ പൈസ കിട്ടൂലല്ലേ? ഏതായാലും ആവട്ടെ, ഏതായാലും ശ്രദ്ധിക്കണം. പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്, ഇത് ദീനിന്റെ വിഷയമാണ്. അള്ളാഹു നമ്മെ എല്ലാവരെയും സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തി തെരുമാറാകട്ടെ, മുത്തക്കീങ്ങളിൽ ഉൾപ്പെടുത്തി തെരുമാറാകട്ടെ. നിങ്ങളൊന്നും തെറ്റിദ്ധരിക്കണ്ട. എനിക്ക് അദ്ദേഹത്തോടോ അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും സുന്നി ഗ്രൂപ്പിനോടോ എനിക്ക് യാതൊരു വെറുപ്പുമില്ല. ഞാൻ എന്തിനു വെറുക്കണം? ഒരു വെറുപ്പില്ല. പക്ഷെ ഒരു കാര്യമുണ്ട് കേട്ടോ, അവരവരെ ഉസ്താദുമാരെ ബഹുമാനിക്കണം. എങ്ങനെ? മിൻ ഹൈസു ഇന്നഹു ഉസ്താദ്. ഉസ്താദ് എന്ന നിലക്ക് നമ്മൾ അദ്ദേഹത്തിന്റെ മുമ്പിൽ പോയി കിതാബ് ഓതിയതല്ലേ, ആ ഒരു ആദരവ് അദ്ദേഹത്തിന് എന്നും കൊടുക്കണം. ആർക്ക്? നമ്മുടെ ഉസ്താദുമാർക്ക്. അത് ആ ഗ്രൂപ്പ് പോയാലും ഈ ഗ്രൂപ്പ് പോയാലും, ഗ്രൂപ്പ് പിരിച്ചുവിട്ട് വേറെ ഗ്രൂപ്പ് ഉണ്ടാക്കിയാലും നമ്മുടെ ഉസ്താദുമാരാണ്. എക്കാലവും നമ്മൾ അദ്ദേഹത്തെ ബഹുമാനിക്കണം. അതല്ലേ നമുക്ക് ഓക്കെ ഉസ്താദ് പഠിപ്പിച്ചു തന്നത്. മഹാനായ ഓക്കെ ഉസ്താദ്, മഹാനായ സ്വതക്കത്തുള്ള മുസ്ലിയാർ വഫാത്താകുന്നതിൻ്റെ മുമ്പ് ആ പള്ളിയിൽ വന്നു. അതെൻ്റെ കന്തുറയെല്ലാം അവിടെ അഴിച്ചിട്ടിട്ട് ഉസ്താദിൻ്റെ അടുത്ത് ചെന്നപ്പോൾ ഉസ്താദും ശിഷ്യനും മുഖത്തോട് മുഖം നോക്കി ആ നിന്ന നൃത്തത്തിൽ കുറേ കണ്ണീരൊഴുക്കി. എന്തായിരിക്കും? എന്തെല്ലാം വിഷയങ്ങൾ മനസ്സിൽ വന്നിട്ടുണ്ടാകും. അപ്പോൾ ആ നിലക്ക് നമ്മൾ ഉസ്താദുമാരെ ആദരവോടെ കീപ്പ് ചെയ്യണം. ഉസ്താദുമാരെ ആദരിക്കാത്തതിൻ്റെയും അതുപോലെ ഫത്താവൽ ഹദീസ്
മശായിഖന്മാരെ എതിർക്കുന്നത് കൊണ്ടും ധിക്കരിക്കുന്നത് കൊണ്ടുമാണ് അബദ്ധങ്ങൾ നമ്മൾക്ക് ഒരുപാട് സംഭവിക്കുന്നത്. ഇതൊരിക്കലും ചെയ്തുകൂടാ. ആള് എത്ര വലിയവനായിട്ടെന്താ? നോക്ക് നിങ്ങള്, വിശ്വപ്രസിദ്ധ പണ്ഡിതനാണ് ഇമാം ബക്കാഇ റളിയല്ലാഹു തആല അൻഹു. നോക്ക് നിങ്ങള്, ഇമാം ബക്കാഇ തങ്ങളുടെ അടുത്ത് ഇബ്നു ഹജർ അൽ ഹൈതമി പോലും അല്പം ഓതിയിട്ടുണ്ട്. എങ്കിൽ പോലും ഇമാം ബക്കാഇ റളിയല്ലാഹു അൻഹുവിന്റെ അവസ്ഥ, അദ്ദേഹം ഇബ്നുൽ ഫാരിദ് എന്ന് പറയുന്ന ലോക പ്രശസ്ത സൂഫിയെ പറ്റി വിമർശിച്ചു. ആ സൂഫിയെ വിമർശിച്ചതിന്റെ പേരിൽ മഹാനായ ഇബ്നു ഹജർ തങ്ങൾ പറയുകയാണ്, ഹത്താ അന്നൽ ബക്കാഇയ ഗഫറല്ലാഹു ലഹു, ബക്കാഇക്ക് അല്ലാഹു പുറത്തു കൊടുക്കട്ടെ, കാന മിൻ അകാബിരി അഹ്ലിൽ ഇൽമി, വലിയ പണ്ഡിതനായിരുന്നു. വകാന ലഹു ഇബാദത്തുൻ കസീറ, വലിയ ഇബാദത്തിന്റെ ഉടമയായിരുന്നു. വലഖദ് സന്നഫ കുതുബൻ കസീറ, ധാരാളം കിതാബുകൾ അദ്ദേഹം ഉണ്ടാക്കി. അബല്ലാഹു അൻ യൻഫഅ അഹദൻ മിൻഹാ ബിശൈഅ, ആർക്കും അതുകൊണ്ട് ഉപകാരം കിട്ടിയില്ല, ആർക്കും അതുകൊണ്ട് ഗുണം കിട്ടിയില്ല. വലഹു കിതാബും ഫീ മുനാസബാത്തിൽ ഖുർആൻ, ഖുർആനിന്റെ ആയത്തുകൾ യോജിപ്പിച്ചുകൊണ്ടൊരു ഗ്രന്ഥം തന്നെ അദ്ദേഹത്തിനുണ്ട്. ഇബ്നു ഹജർ തങ്ങൾ പറയുകയാണ്, അത് ഫീ അശ്റത്തി അജ്സാ, 10 ജുസ് ഉള്ള കിതാബാണ്, വലിയ ബൃഹത്തായ ഗ്രന്ഥമാണ്. വലൗ കാന ഹാദൽ കിതാബു ലി ശൈഖിനാ സക്കരിയ, ഈ കിതാബെങ്ങാനും നമ്മുടെ ഉസ്താദ് സക്കരിയ അൽ അൻസാരിക്കുള്ളതാണെങ്കിൽ ലകാന യുക്തബു ബിദ്ദഹബി, സ്വർണം കൊണ്ട് എഴുതപ്പെടുമായിരുന്നു, തങ്കലിപി കൊണ്ട് രേഖപ്പെടുത്തപ്പെടുമായിരുന്നു. അത്രക്കും സൂപ്പറായ, കെട്ടിലും മട്ടിലും ഉഷാറായ ബൃഹത്തായ ഗ്രന്ഥം ബക്കായിക്കുണ്ടായിരുന്നു. സൂഫിയാക്കളെ വിമർശിച്ചതിന്റെ പേരിൽ, അതുപോലെ തന്നെ ഇബ്നുൽ ഫാരിദിനെ പോലെയുള്ള ആളുകളെ വിമർശിച്ചതിന്റെ പേരിൽ അദ്ദേഹത്തിന് അടിപറ്റിപ്പോയി, അദ്ദേഹത്തിന് പിഴച്ചുപോയി. എത്രത്തോളം എന്ന് വെച്ചാൽ വലഖദ് അദ്ദൽ ബക്കാഇയു തഅസ്സുബഹു, അദ്ദേഹത്തിന്റെ തഅസ്സുബ് അദ്ദേഹത്തെ കൂട്ടി ഇലാ അൻ അൻകറ അലാ ഹുജ്ജത്തുൽ ഇസ്ലാമിൽ ഗസാലി, ഹുജ്ജത്തുൽ ഇസ്ലാം ഇമാം ഗസാലിയെ പോലും അദ്ദേഹം വിമർശിച്ചു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനുണ്ടായ അവസ്ഥ പറയുന്നു. അദ്ദേഹം ഒരു സൂഫിന്റെ അടുത്ത് സലാം പറഞ്ഞ് കയറി ചെന്നു. ഫവജദഹു ഫീ മക്കാനിൻ ഖാലിൻ, ആ സൂഫി ഒറ്റയ്ക്കേ ഉള്ളൂ. ബക്കായി അവിടേക്ക് കയറി ചെന്നപ്പോ ആ സൂഫി ചെരിപ്പൂരി അദ്ദേഹത്തെ അടിച്ചുപോയി. ഇബ്നു ഹജറുൽ ഹൈതമി ഫതാവൽ ഹദീസിയയിൽ രേഖപ്പെടുത്തുകയാണ്, സൂഫിയാക്കളെ പറയുമ്പോ ശ്രദ്ധിച്ചോ, മശായിഖന്മാരെ പറയുമ്പോ ശ്രദ്ധിച്ചോ, ഇതൊക്കെയായിരിക്കും ഉണ്ടാവുകയെന്ന് നീണ്ട പേജുകളിൽ സൂഫിയാക്കളെ പറ്റി പരിചയപ്പെടുത്തി അല്ലാമ ഖാതിമത്തുൽ മുഹഖഖീൻ അഹ്മദ് ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു വിശദമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ കാര്യം എല്ലാവരും മനസ്സിലിരിക്കണം. ഇത് പറഞ്ഞതുകൊണ്ട് എന്നെ ത്വരീഖത്തുകാരനാക്കണ്ട എന്നും കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. വാഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. പ്രിയമുള്ളവരെ, നാം ഏവരും ആകാംക്ഷയോടെ കാത്തിരുന്ന മുഖാമുഖമാണ് നടക്കാനിരിക്കുന്നത്. ആദ്യം അവസരം നൽകുന്നത് മൊഹീസുന്നക്കാർക്കാണ്. മൊഹീസുന്നക്കാർ ഇവിടെ ഉണ്ടെങ്കിൽ അവരാണ് മുന്നിലേക്ക് വരേണ്ടത്. അവരില്ലെങ്കിൽ മറ്റുള്ളവർ മൈക്ക് വാങ്ങുക. ആദ്യം അവർക്കാണ് കൊടുക്കുന്നത്. അതിനു മുമ്പ് നമ്മുടെ ഈ പരിപാടിക്ക് വേണ്ടി ഈ പ്രദേശത്ത് ഓടി നടന്ന ഞങ്ങളുടെ പ്രിയ പ്രവർത്തകൻ ഷമീർ കാളികാവിനെ ആദരിക്കുന്നൊരു ചടങ്ങാണ് ഇവിടെ നടക്കുന്നത്. അതിനുവേണ്ടി ആദരിക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട തങ്ങളവറുകളെയും ഷമീർ കാളികാവിനെയും ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ഇനി ചോദ്യം ചോദിക്കേണ്ട അവസരമാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 7 വിഷയം പരാമർശിക്കണം എന്ന് എഴുന്നേറ്റ് നിന്ന ബഹുമാനപ്പെട്ട ഉസ്താദ് സമയത്തിൻ്റെ അഭാവം കാരണം ഒരു വിഷയം വെട്ടിച്ചുരുക്കുകയും 6 വിഷയം അവിടെ സമർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ട്. വിഷയത്തിൽ അധിഷ്ഠിതമായുള്ള ചോദ്യങ്ങൾ വരണം.
വിഷയങ്ങൾ ഒന്നും കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. 2 ഇമാമിങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് വന്ന വഹാബികളാകുന്ന വഹബത്ത് സുഹൈലിക്കും അബ്ദുറഹ്മാനുൽ ജസീരി എന്ന് പറയുന്ന തനി വഹാബിയൻ ആശയങ്ങളുള്ള ആളുകൾക്ക് തർദിയത്ത് പറഞ്ഞ് അവരുടെ കിതാബ് കൊണ്ട്, അതും വ്യത്യസ്തങ്ങളായ പുസ്തകങ്ങളിൽ 3 സ്ഥലങ്ങളിൽ 3 പ്രസ്സിൽ നിന്ന് അച്ചടിച്ച് ഒരു പേവും വരാത്ത രീതിയിൽ ഉസൂക്കാക്കിയിട്ട് വെച്ച, എന്നിട്ട് അവരുടെ കിതാബുകൾ എടുത്തിട്ട് ഷാഫി മദ്ഹബുകാരായ ആളുകൾക്ക് മസ്അല പറഞ്ഞു കൊടുത്ത, ഫത്വ കൊടുത്ത, ഇതിൻ്റെ യഥാർത്ഥ രീതി എന്താണ് എന്ന് പറയാൻ പറ്റുമോ, ആ രീതിയിലുള്ള ഫത്വ കൊടുക്കാൻ പറ്റുമോ എന്നാണ് ഒന്ന്. രണ്ടാമത്തത്, സ്ത്രീകൾ പുരുഷന്മാർക്ക് മുമ്പായിട്ട് ജനാസ നിസ്കരിക്കുന്ന അതിൻ്റെ വിധി ഒരു ഭാഗത്ത് ഹറാമ് എന്നും മറ്റൊരു ഭാഗത്ത് പ്രോത്സാഹജനകമല്ല എന്നൊക്കെ പറഞ്ഞു ആളുകളൊക്കെ കൊച്ചാക്കി തള്ളി വിട്ട ഒരു മസാല. മൂന്നാമത്തത് നോമ്പിൻ്റെ ദിക്ർ. നാലാമത്തത് മുഅദ്ദിൻ എന്നെ ബാങ്കും ഇക്കാമത്തും കൊടുത്ത്, അല്ലെങ്കിൽ ആരെങ്കിലും ബാങ്കും ഇക്കാമത്തും കൊടുത്ത് അദ്ദേഹം തന്നെ ഇമാമത്ത് നിൽക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. അതുപോലെ തന്നെ അഞ്ചാമത്തത് അത്തഹയ്യാത്തിൽ അസ്സലാമു അലൈക അയ്യുഹൻ നബിയു എന്ന് പറയേണ്ടടുത്ത് അസ്സലാമു അലൻ നബി എന്ന് പറയുന്ന തബ്ലീഗൻ ആശയം കൊണ്ടുവന്നത്. പിന്നെ ആറാമത്തത് സഫിൽ നിൽക്കുന്ന സമയത്ത് നടുമധ്യത്തിൽ നിന്നിരിക്കണം, അല്ലെങ്കിൽ ജമാഅത്തിൻ്റെ കൂലി കിട്ടൂല എന്നൊക്കെ എഴുതി വെച്ചത്. ഈ രീതിയിലുള്ള 6 വിഷയങ്ങളാണ്. വിഷയത്തിൽ അധിഷ്ഠിതമായുള്ള ചോദ്യങ്ങൾ വരണം. വ്യക്തിപരമായി അദ്ദേഹം ഇദ്ദേഹം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആളുകളിലേക്ക് ചാരണം കൊണ്ടുള്ള ചോദ്യങ്ങൾ ഇവിടെ ഒരിക്കലും അതിന് ജവാബുണ്ടാവില്ല. അയിമ്മത്തിൻ്റെതായിരിക്കുന്ന ഉദ്ധരണികളായിരിക്കും നമുക്ക് ഇവിടെ വളരെ പ്രസക്തമായി പറയേണ്ടത്. ഗ്രൂപ്പിസം ഒരിക്കലും ചോദ്യം ചെയ്യരുത്, ചോദിക്കരുത് എന്ന് വളരെ വിനയത്തിൽ ആവശ്യപ്പെടുന്നു. അസ്സലാമു അലൈക്കും. പ്രിയമുള്ള സഹോദരങ്ങളെ, നേരത്തെ ബഹുമാനപ്പെട്ട OK ഉസ്താദിനെ കുറിച്ച് പറഞ്ഞു. എൻ്റെ പേര് ആ OK ഉസ്താദാണ് ഇട്ടത്, അബ്ദുൽ മജീദ് പത്തപ്പിരിയം. അതുകൊണ്ട് ഞാൻ വിനീതമായി നിങ്ങളോട് ഒരു കാര്യം അഭ്യർത്ഥിക്കുകയാണ്. ഇവിടെ ഷറഉൽ മുസ്ലിമിൽ ഒരു ഹദീസാണ് ഞാൻ ആദ്യമായി ചോദിക്കുന്നത്. അൽ ഹറാമു ബയ്യിനു വൽ ഹലാലു ബയ്യിനു വബൈനഹുമാ മുശബ്ബഹാത്ത് ലാ യഅലമു കസീറും മിനൻ നാസ്. ഇവിടെ ഹലാലും ഹറാമും വ്യക്തമാണ്. വബൈനഹുമാ മുശബ്ബഹാത്ത്, അതിൻ്റെ ഇടയിലുള്ളത് അവ്യക്തമാണ്. അപ്പോൾ ഈ ഒരു പൊതുസമൂഹത്തിൽ സാധാരണക്കാരുടെ ഇടയിൽ ഇങ്ങനെയുള്ള മസ്അലകൾ തർക്കിക്കുന്നതിന് പകരം റമദാനാണ്, എത്ര ഹൈറായ കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് പൊന്മള ഉസ്താദ് പറഞ്ഞതിന് ഇൻഷാ അല്ലാഹ് ഞാൻ ഗണ്ണിക്കാം. പൊന്മള ഉസ്താദിന് ഫത്വ കൊടുത്തില്ല, ഒരു പിഴവുമില്ല. എൻ്റെ നമ്പർ വിളിച്ചോളൂ, നമുക്ക് ആവാം 96 45 08 59 59. അല്ലാതെ ഈ പൊതുസമൂഹത്തിൽ സാധാരണക്കാരെ ഇവ ബൈനഹുമാ മുശബ്ബഹാത്ത്, അധിക അവ്യക്തത ഉള്ള കാര്യങ്ങളൊക്കെ പറയുന്നത്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ പറയാതെ റമദാനല്ലേ, നല്ല കാര്യം ചെയ്ത് നല്ല കാര്യം പറഞ്ഞു കൊടുത്തൂടെ? ഇത് റമദാൻ ആയതുകൊണ്ടാണ് നല്ല കാര്യം പറഞ്ഞോട്ട് ദിക്ർ എല്ലാരും ചെല്ലണം. അത് കേട്ടില്ല നിങ്ങള്? ആളുകളെ ദിക്ർ മുടക്കരുത്, റമദാനാണ് വരുന്നത് എന്നാ പറഞ്ഞത്. അത് ശരി, ആ നമ്പർ തന്നാ പോരാ, ഇപ്പൊ തെളിയിക്കണം. അത് കൊടുക്കുക മൈക്ക. നമ്പർ തന്നിട്ട് പോകാൻ പാടില്ലല്ലോ, ഇപ്പൊ കൊടുക്കി. ഏത് വിഷയം പൊളിക്കാൻ കഴിയും അപ്പൊ പൊളിക്കട്ടെ. മൈക്ക കൊടുക്കി, മൈക്ക വേണമെങ്കിൽ മൈക്ക കൊടുക്കി. നമ്പർ കിട്ടിയിട്ടൊന്നും കാര്യമില്ല, അങ്ങനെ എത്ര നമ്പർ ഉണ്ട്. ഇപ്പൊ പൊളിക്കാൻ കഴിയോ? ഏത് വിഷയം പൊളിക്കാൻ കഴിയാ എന്നാന്ന് നോക്കാം. മുസ്ലിയാർ ഞാനും പൊളിച്ചതാണ്. അപ്പൊ അത് കിടക്കട്ടെ. അത് ഇത് വബൈനഹുമാ മുശബ്ബഹാത്ത്, അവ്യക്തമായ കാര്യങ്ങളാ. ഹറാമും ഹലാലും വളരെ വ്യക്തമാണ്. ഷറഉ മുസ്ലിം എന്ന ഹദീസോദിലെ. അപ്പൊ ഇത് കീല കാല ഇമാമിങ്ങൾ ഒരുപാട് അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ആണത്തുണ്ടെങ്കിൽ വന്നോ, വിളിച്ചോ, ഡേറ്റ് വാങ്ങിക്കോ, ഞാൻ മതി. പൊന്മള ഉസ്താദ് പറഞ്ഞത് ശരിയാണെന്ന് ഗണ്ണിക്കാൻ ഞാൻ പാവപ്പെട്ട സാധാരണക്കാരൻ ഞാൻ മതി. സാധാരണക്കാരിൽ വട്ടം കറക്കരുത്, ഇവിടുന്ന് അത് തീരൂലെന്നാ പറഞ്ഞത്. അൽ ഹറാമു അൽ ഹലാൽ അല്ല, ഇപ്പൊ നിങ്ങൾ സാധാരണക്കാരനല്ലേ, ഇപ്പൊ പൊളിച്ചൂടെ? നിങ്ങക്ക് ഇപ്പൊ പൊളിച്ചൂടെ? ഇപ്പൊ പാലിമാ സാധാരണക്കാർക്ക് എന്താ ഇപ്പണ്ട് പൊളിച്ചാല്? ഇതാ മോനെ പുസ്തകം ഇവിടെ ഉണ്ട്, പൊളിക്ക് ധൈര്യം ഉണ്ടെങ്കിൽ കാണട്ടെ, അപ്പൊ കാണാൻ ധൈര്യം.
ഷാഫി ഫുഖഹായിനേറ്റ കളി നടക്കുന്നത്. അത് സംഘടന നടത്തിയാൽ മതി മോനെ, ഫിഖഹിലത് നടത്തരുത്. അതാ പറയാനുള്ളത്. ഹറാമും ഹലാലും വ്യക്താണ്. അതാ ഇപ്പൊ കിതാബ് എടുത്ത് തെളിയിച്ചത്. കണ്ടില്ല നിങ്ങള്? അല്ല, ഞങ്ങൾ ഇവിടെ പറഞ്ഞതിൽ നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റാത്തതുണ്ടോ? എന്നാ അത് പറ, ഇവിടെ വെച്ച് പറ. നമ്പർ തന്ന് മുങ്ങ. ഇവിടെ 6 വിഷയം സമർത്ഥിച്ചിട്ടുണ്ട്. 6 വേണ്ട, 1 പൊളിക്ക്, എന്നിട്ട് ബാക്കി നമുക്ക് തീരുമാനിക്കാം. ആൺകുട്ടിയാണെങ്കിൽ വരി, മൂല്യന്മാരും വരട്ടെ, നാടന്മാരും വരട്ടെ, ആരാണെങ്കിലും കുഴപ്പമില്ല, ഒറ്റക്കാവണമെന്നില്ല. ഒരു മസാല പൊളിക്കട്ടെ, ആൺകുട്ടികളുണ്ടെങ്കിൽ വരട്ടെ, ഒരു മസാല മതി. ഒരു മസാല പൊളിക്ക്, ഒറ്റൊന്ന്. ഞങ്ങൾ ഇവിടെ എത്ര മണി വരെ ഇൻഷാ അല്ലാ ലീഗലായി വല്ല പ്രോബ്ലങ്ങളും ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാ ഞങ്ങൾ എങ്ങനെങ്കിലും തരണം ചെയ്തു കൊള്ളാം. ഒരു മസാല പൊളിക്കാൻ നിങ്ങൾക്ക് കഴിയോ? ഒറ്റ മസാല, ഒരു മസാല. എന്നാൽ തന്നെ നമ്മളെ പരിപാടി റാഹത്തായി. ഹലോ, ജബ്ബാർ മൗലവി എന്ന ആളുകൾ കണ്ടിട്ടുണ്ടോ? ജബ്ബാർ മൗലവി നിരീശ്വരവാദി യുക്തിവാദി സംഘം മലപ്പുറം ജില്ല എന്ന ആളെ കണ്ടിട്ടുണ്ടോ? നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ട് എന്താ കണ്ടിട്ടുണ്ടോ? കാസർഗോഡ് ഒരു പാട്ടുണ്ട്, അത് പാടാൻ പോവാ. കാസർഗോഡ് പാട്ടല്ല, പിന്നെ എന്താണ് ഈ പറയുന്നത്? മുസ്ലിം മതത്തെ ഇത് സൗണ്ട് ഓഫ് ആക്കരുത്. ലാസ്റ്റ് പറഞ്ഞു, നിങ്ങൾ വിശ്വസിക്കുന്ന മതപണ്ഡിതന്മാരെ നിങ്ങൾ ഒരിക്കലും വിമർശിക്കരുത് എന്നാണ് നിന്റെ ചില ആദം നബിയോട് കൽപ്പിച്ച ഒരു സംഭവമുണ്ട്. ഒരു പഴം കഴിക്കരുത്, അത് കഴിച്ച വ്യക്തിയാണ്, ആദമിന്റെ സംഘമാണ് നമ്മളെല്ലാവരും. നമ്മൾ അത് വിചാരിച്ച് എല്ലാവർക്കും മുടിച്ച് നടക്കണം എന്നാണോ പടച്ചു നമ്മളോട് പറഞ്ഞിട്ടുള്ളത്? നിങ്ങൾക്ക് മറുപടി ഇല്ല ഉസ്താദ്, നിങ്ങൾക്ക് മറുപടി ഇല്ല, മനസ്സിലായോ? ഇവിടെ നമ്മൾ ഇതുവരെ പറഞ്ഞത് ഇബ്നു ഹജർ തങ്ങളുടെ തൊഹ്ഫ, മുഗനി, നിഹായ, ബാജൂരി, ബുജൈരിമി, ഷറഹുൽ മൻഹജ് അടക്കമുള്ള എല്ലാ കിതാബുകളും ഇവിടെ സമർത്ഥിച്ചപ്പോൾ ജബ്ബാർ മൗലവിനെ കണ്ടിട്ടുണ്ടോ, മറ്റോനെ കണ്ടിട്ടുണ്ടോ? നാണല്ല ചോദിക്കാൻ. ആൺകുട്ടികളുണ്ടെങ്കിൽ കിതാബ് വെച്ച് ഇവിടെ മറുപടി പറ. ഇവിടെ ആൺകുട്ടികൾ മൗലവിമാരുടെ നാട്ടിലാണ് വന്നിട്ട് ഇപ്പോൾ പറയുന്നത്. തട്ടകത്തിൽ വെച്ചിട്ടാണ് ഈ പറഞ്ഞിട്ടുള്ളത്. സമർത്ഥിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ വരാം. വേറെ മുസ്ലിം മൗലവിമാരുണ്ടെങ്കിൽ ചോദിച്ചോളി, സമയം വെറുതെ കളയണ്ട. നമ്മളിവിടെ ഫത്താവ മുഹീസുന്നെ പൊളിച്ചിട്ട് 6 മസാല പൊളിച്ച് തെരിപ്പണമാക്കിയിരിക്കുകയാണ്. അത് ഏതെങ്കിലും ഒന്ന് ശരിയാക്കാൻ ഏതെങ്കിലും മുഹീസുന്റെ കുട്ടികൾ ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിലെ ഈ നാട്ടിലേക്ക് വന്നത്. ഇവിടെ ഇല്ല എന്ന് പറഞ്ഞാൽ ലോകത്തിൽ എവിടെയും ഇല്ല എന്ന് തെളിഞ്ഞു കഴിഞ്ഞു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. നമ്മുടെ ഉസ്താദ് അവറുകൾ ആദ്യം സൂചിപ്പിച്ചതുപോലെ തർളിയത്ത് എല്ലാവർക്കും ചെല്ലാൻ പറ്റും എന്നുള്ളത് ശരിയാണോ? അതിന് തെളിവ് വേണം, ഉസ്താദ് അവറുകൾ പറയണം. ഇബ്നു ഹജറുൽ ഹൈത്തമി റളിയല്ലാഹു അൻഹു തൻ്റെ തുഹ്ഫയുടെ 3-ാം ജുസിൽ തർളിയത്തിന്റെ മസ്അല പറയുന്നുണ്ട്. ആർക്കാണ് തർളിയത്ത് ചെല്ലുക എന്ന് ഇബ്നു ഹജറുൽ ഹൈത്തമി തങ്ങൾ വ്യക്തമായി തൻ്റെ തുഹ്ഫയുടെ 3:239 പറയുന്നു. വയുസന്നി തറല്ലി വതറഹുമു അലാ കുല്ലി ഖൈരിൻ, എല്ലാ നല്ലവർക്കും എന്ത് പറയാം? റഹ്മത്തുള്ളാഹി അലൈഹി പറയാം, റളിയല്ലാഹു അൻഹു പറയാം. വഹബത്തു സുവൈലി അതിൽ പെട്ടതല്ല, അബ്ദുറഹ്മാനുൽ ജസീരി പെട്ടതല്ല. അയാൾ ബിദ്അത്തുകാരനാണ് എന്ന് അദ്ദേഹത്തിന്റെ കിതാബുകൾ തെളിയിക്കുന്നതിന്റെ പുറമെ നമ്മുടെ ഫത്വക്കാരനും എഴുതി വെച്ചിട്ടുണ്ട്. അദ്ദേഹം തന്നെയാണ് തർളിയത്ത് ചൊല്ലിയത്. അതുകൊണ്ട് തന്നെ അത് തെറ്റാണ്, വിമർശിക്കപ്പെടേണ്ടതുമാണ്.
അസ്സലാമു അലൈക്കും. ഇവിടെ ഔറത്ത് മറക്കൽ അസലിയായിട്ട് തന്നെ തെറ്റാണെന്ന് പറഞ്ഞു. അങ്ങനെ വല്ലെങ്കിലും ഉണ്ടോ? മറക്കാതിരിക്കലേ ഔറത്ത് വെളിവാക്കലേ അത് കുറ്റല്ലേ? അതിനീ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഹൽവത്തിലാണെങ്കിൽ ഔറത്തിൽ പിന്നെ അളവുണ്ടല്ലോ. അത് ഖൽവത്തല്ലെങ്കിലോ? ഇപ്പൊ പൊതുവായിട്ട് അസലിയായിട്ട് തെറ്റാണെന്ന് പറയാൻ പറ്റുമോ? അതുകൊണ്ടല്ലേ ഖൽവത്ത് എന്നൊരു ഇസ്തിഫ്ന വന്നത്. ഞാൻ ചോദിക്കട്ടെ, അപ്പോ പിന്നെ ചെറിയ ആവശ്യങ്ങൾക്ക് അസ്ലി വേണ്ടി ഖൽവത്താണോ അല്ല ഖൽവത്ത് അല്ലാത്തതാണോ? രണ്ടുണ്ടാവല്ലോ അസല്ലേ. പൊതുവെ ഔറത്ത് വെളിവാക്കാൻ പാടില്ല എന്ന് ആർക്കാ അറിയാത്തത്? അതുകൊണ്ടല്ലേ നമ്മളെല്ലാരും ഡ്രസ്സ് ഇട്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഈ കണ്ട മനുഷ്യന്മാർ മുഴുവൻ ഡ്രസ്സിന് പൈസ കൊടുക്കണോ? അപ്പോ അത് ഷറയിലും ഹറാമാണ്, പൊതുജനങ്ങളുടെ ഇടയിലും മോശമാണ്. ഏത് കാഫിര്യങ്ങളും പറയും ഔറത്ത് വെളിവാക്കൽ അത് നിഷിദ്ധം. അപ്പൊ ഔറത്ത് വെളിവാക്കൽ ഹറാമായത് കൊണ്ടാണ് ഖുതുബയിലും അത് ഹറാമാണെന്ന് പറഞ്ഞത് എന്ന് പറഞ്ഞല്ലോ. അപ്പൊ പിന്നെ ഷർത്തുന്നത് ഒഴിവാക്കിയത് എന്തുകൊണ്ടാ? ഷർത്തുനിന്ന് ഒഴിവാക്കിയത് ജുമുഅയുടെ ഖുതുബയാണെങ്കിൽ അതിന് കണിശമായ നിയമമാണ്. ആ കണിശമായ നിയമങ്ങളൊന്നും പെരുന്നാ ഖുതുബക്കില്ല എന്നാണ് അവിടെ പറഞ്ഞത്. അത് വദു അങ്ങനെ തന്നെയാണ്, ഔറത്തും അങ്ങനെ തന്നെയാണ്, നിൽക്കലും അങ്ങനെ തന്നെയാണ്. നിങ്ങളെ ചോദ്യത്തിന്റെ പ്രസക്തമായ ഭാഗം എവിടെയാണെന്ന് പിടുത്തം കിട്ടുന്നില്ല. അപ്പൊ എങ്ങനെയാണെങ്കിൽ മലയാളം പറയൽ അസലിയായിട്ട് പറ്റുന്ന കാര്യം തന്നെയല്ലേ, പക്ഷെ ജുമാ ഖുതുബയിൽ പറ്റൂല. അല്ല, ജുമാ ഖുതുബക്ക് വേറെ മസല. നമ്മൾ പെരുന്നാ ഖുതുബനെ പറ്റിയാ സംസാരിച്ചത്. ജുമാ ഖുതുബന്റെ മസല വേറെയാണ്, അതിനെപ്പറ്റി നമുക്ക് തർക്കമല്ലല്ലോ. എല്ലാ വിഷയം എല്ലായിടത്തും പറ്റൂല എന്ന് തന്നെയല്ലേ മനസ്സിലാവുന്നത്. എല്ലാ വിഷയവും എല്ലായിടത്തും പറ്റൂല, ചിലയിടത്തൊക്കെ പറ്റും. അതിൽപ്പെട്ടാണ് പെരുന്നാ ഖുതുബ. ചോദിക്കുക മൈക്കൊക്കെ എല്ലാവർക്കും കൈമാറി. അങ്ങനൊന്നുമില്ല, വിഷയം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടല്ലേ എല്ലാവർക്കും ചോദിക്കാം. അതിന് കുഴപ്പമൊന്നുമില്ല. ഞങ്ങളിത് വെല്ലുവിളിയോ ഗ്രൂപ്പിസോ ഒന്നുമല്ല, ഞങ്ങൾക്കൊരു സംഘടന വളർത്തലും ലക്ഷ്യമല്ല. അൽ മുഹിമ്മ ആരും ചോദിക്കാനില്ലെങ്കിൽ പിന്നെ ഇൻഷാ അല്ലാ ബഹുമാനപ്പെട്ട തങ്ങളെ അവർകളെ ഒരു നല്ല കൂട്ടുപ്രാർത്ഥന ഉണ്ടാകും. കർണാടകയിൽ ആയിരങ്ങൾക്ക് അത്താണിയായ പ്രഗത്ഭ ചികിത്സകനുമായ ജനങ്ങൾ വിഷമങ്ങൾക്ക് വേണ്ടി പരിഹാരം തേടുന്ന ഒരു അഭയകേന്ദ്രമായ ബഹുമാനപ്പെട്ട ഷംസുദ്ദീൻ തങ്ങൾ അൽ ഐദറൂസി നമ്മുടെ സദസ്സിൽ വന്നിരിക്കുകയാണ്. അല്ലാഹു തആല അദ്ദേഹത്തിന് ദീർഘായുസ് കൊടുക്കട്ടെ, ആഫിയത്ത് കൊടുക്കട്ടെ. അഹ്ലു ബൈത്തിനെ നമ്മൾ ബഹുമാനിക്കണം. വിശുദ്ധ ഖുർആൻ്റെ ആജ്ഞയാണത്. അതുകൊണ്ട് തന്നെ അതിനെ ബഹുമാനിക്കണം. നമ്മൾ അദ്ദേഹത്തിൻ്റെ ഒരു നല്ല കൂട്ടുപ്രാർത്ഥന ഇവിടെ ഉണ്ടാകും. അൽഹംദുലില്ലാഹ്, കാലാവസ്ഥ നമുക്ക് അനുകൂലമായിട്ടുണ്ട്. റബ്ബ് തആല നമ്മോട് കനിഞ്ഞിട്ടുണ്ട്. അൽ മുഹിമ്മയുടെ പ്രവർത്തനത്തിൽ ഇഖ്ലാസ് ഉണ്ടായത് കൊണ്ടാണ് അല്ലാഹു തആല ഈ മിഥുന മാസത്തിൽ നമുക്ക് ഇത്ര റഹ്മത്ത് തന്നത്. റബ്ബ് തആല കബൂലാക്കി തെരുമാറാകട്ടെ. എന്തെങ്കിലും ഒരു ചെറിയ മഴ പെയ്തിട്ടുണ്ടെങ്കിൽ ആദ്യം ചോദിച്ച ആള് പറയും ഇത് കറാമത്താണ്. അല്ലാഹു തആല നമ്മെ രക്ഷപ്പെടുത്തിയിരിക്കുന്നു. ഏതായാലും നമ്മുടെ പരിപാടി വമ്പൻ വിജയമായിട്ടുണ്ട്. ഈ വിഷയം എല്ലാ മുഷാവറയിലുള്ള പണ്ഡിതന്മാരും ചർച്ച ചെയ്യും, അപഗ്രഥനം നടത്തും, മുഹ്യിസുന്ന എല്ലാവരും വായിച്ചു നോക്കും എന്നതിൽ പ്രത്യാശയുണ്ട്. റബ്ബ് തആല കബൂലാക്കി തെരുമാറാകട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽ മുഹിമ്മയുടെ പൊതുപരിപാടികൾ പലതും നമ്മുടെ മുന്നിൽ വന്നു നിൽക്കുന്നുണ്ട്. ഒരു പക്ഷേ റമളാനു ഷരീഫിൻ്റെ മുമ്പിൽ തന്നെ ചാവക്കാടിൽ അൽ മുഹിമ്മ പൊതുപരിപാടി നടത്താൻ ആലോചിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അതോടുകൂടെ ചില കാര്യങ്ങളും കൂടെ ഓർമ്മപ്പെടുത്തുന്നു. കേരളം കണ്ട എല്ലാ ആലിമീങ്ങൾക്കും മുഷാവറയിലേക്കും അതുപോലെ തന്നെ മതസംഘടനയിലേക്കൊക്കെ ഇദ്ദേഹത്തിൻ്റെ ഈ പേച്ച മസ്അലയും പേച്ച വാദഗതികളുമായിട്ട് ഞങ്ങൾ അൽ മുഹിമ്മയുടെ അഡ്രസ്സിൽ
ഓരോ കത്ത് കൊടുക്കുന്നുണ്ട്. ഇദ്ദേഹത്തെക്കുറിച്ച് വ്യക്തമായുള്ള ശറഇൻ്റെ വീക്ഷണം കാഴ്ചപ്പാട് കേരളക്കരയ്ക്ക് പറഞ്ഞു കൊടുക്കാൻ എല്ലാവരും ബാധ്യസ്ഥരാണ് എന്നുള്ളതുകൊണ്ട് അള്ളാഹു ജല്ല ജലാലായ റബ്ബ് സുബ്ഹാനഹു തആല ഇത്തരം പേച്ച മസ്അലകളിൽ നിന്ന് നമ്മളെയും നമ്മുടെ സമൂഹത്തിനെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഇലാ ഹദ്റത്തിൻ നബിയിൽ മുസ്തഫ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅബുദു വ ഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ ആമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം പറഞ്ഞത് ഇബ്നു ഹജറുൽ ഹൈതമി തുഹ്ഫയിൽ പറയുന്നു. എന്താ മസല? ലാ യജൂസ് ഇബ്ദാലു ലഫ്ളിൻ മിൻ ഹാദൽ അക്കല്ലി. അക്കല്ലു തശഹുദിൽ നിന്ന് ഒന്നുപോലും ചുരുക്കാൻ പാടില്ല, ഒന്നുപോലും മാറ്റാൻ പാടില്ല. എന്താ അക്കല്ലു തശഹുദ്? അത്തഹിയാത്തു ലില്ലാഹി സലാമുൻ അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു സലാമുൻ അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ സലാമുൻ അലൈക അയ്യുഹൻ നബിയ്യു സലാമുൻ അലൈക അയ്യുഹൻ നബിയ്യു. ഇതാണ് അക്കല്ലു തശഹുദ്. അവിടെ വേണമെങ്കിൽ ഒരു അലിഫ് ലാം കൊടുത്തിട്ട് അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു എന്നും പറയാ. അത് സുന്നത്തുണ്ട്. ഈ രണ്ട് രൂപമേ ഉള്ളൂ. സലാമുൻ അലൈക അയ്യുഹൻ നബിയ്യു, അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു. ഈ രണ്ട് രൂപം മാത്രമേ ഉള്ളൂ. മൂന്നാമത്തെ രൂപം അവിടെ ഇല്ലേ ഇല്ല. ഇബ്നു മസ്ഊദിനെ തൊട്ട് വന്നാലും ശരി. പക്ഷെ ഇന്നും തബ്ലീഗുകാർ ഇത് ചെയ്യുന്നുണ്ട്. പക്ഷേ അത് പരാമർശിച്ചുകൊണ്ട് കഷ്ടമെന്ന് പറയട്ടെ, ഇദ്ദേഹം തബ്ലീഗിന്റെ ആശയം പ്രചരിപ്പിക്കുന്നുണ്ട് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവനെ വിമർശിക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് നിങ്ങൾ ആലോചിക്കുക. ഞാനൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ, ഞാനൊന്നും പറഞ്ഞിട്ടില്ല. നിങ്ങൾ ആലോചിച്ചോളൂ. എന്താ ഇദ്ദേഹം പറഞ്ഞത്? ഇബ്നു മസ്ഊദിന്റെ റിപ്പോർട്ടും അതുപോലെ സാധാരണ നമ്മൾ ചെല്ലുന്ന അസ്സലാമു അലൈക്കും, ഇത് രണ്ടും വെച്ചിട്ട് ഇദ്ദേഹം പറയുകയാണ്, ചുരുക്കത്തിൽ മരിച്ചവരെ വിളിക്കാൻ പാടില്ലെന്നും വിളിച്ചാൽ അവർ കേൾക്കില്ലെന്നുമുള്ള വഹാബി ന്യായത്തിന് ഇവിടെ ഒരു രേഖയുമില്ല, മറിച്ചാണ് രേഖയുള്ളത്. ഈ കാരണം ഇതനുസരിച്ചും നേരിട്ട് അഭിസംബോധനം ചെയ്തുള്ള അസ്സലാമു അലൈക അയ്യുഹൻ നബിയു എന്ന് പറയാമെന്നും അങ്ങനെ തന്നെ പറയൽ നിർബന്ധമില്ലെന്നു മാത്രമാണ് വരുന്നത്. അങ്ങനെ ഉണ്ടോ? അങ്ങനെ തന്നെ പറയണം. അസ്സലാമു അലൈക അയ്യുഹൻ നബിയു തന്നെ പറയണം, അല്ലെങ്കിൽ സലാമുൻ അലൈക അയ്യുഹൻ നബിയു എന്ന് പറയണം. അല്ലാതെ നേരിട്ട് അഭിസംബോധനം ചെയ്യാൻ പാടില്ലെന്നല്ല. തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന മറുപടിയാണ് ഇദ്ദേഹം കൊടുക്കുന്നത്. സലാമുൻ അലൈക അയ്യുഹൻ നബിയു എന്ന് പറയണം, അല്ലെങ്കിൽ അസ്സലാമു അലൈക അയ്യുഹൻ നബിയു പറയണം. ഇത് രണ്ടുമല്ലാത്ത മൂന്നാമത്തെ ഒരു ഓപ്ഷൻ അവിടെ ഇല്ലേ ഇല്ല. ഷാഫി മദ്ഹബിൽ അതില്ല. പക്ഷെ ഇദ്ദേഹം തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന മറുപടിയാണ് ഈ കൊടുത്തിരിക്കുന്നത്. കേൾക്കുന്നുണ്ടോ? ഇത് ഗൗരവമുള്ള കേസാ. ഇത് നോമ്പിന്റെ ദിക്ർ പോലെ അല്ലത്. ഇത് കുറച്ച് സീരിയസാ. മുയ്യിസുന്ന സാധാരണക്കാർക്കുള്ളതാണ് എന്നല്ലേ ചെറുപേര് ഉസ്താദ് പറഞ്ഞത്. എന്താ ഇത് കണ്ടാ പോലും മനസ്സിലാക്കുക? നല്ല കഥയായി. എന്താ ഇപ്പൊ ഇതൊന്നും തീർത്താത്തത്? ഉസ്താദ് പുതിയതിൽ തിരുത്തിക്കണം. നിങ്ങൾ കിട്ടിക്കണോ? 3 വാള്യം സെറ്റാക്കിയിട്ട് ഇറക്കിക്കണെന്നാ പറഞ്ഞു. പക്ഷെ കൊണ്ടെടുക്കാൻ പ്രയാസാവൂല ഉസ്താദ്. നമുക്ക് ഇതൊക്കെ കൂടെ പഴയതും പുതിയതൊക്കെ കൂടെ ഇപ്പൊ കൊണ്ടെടുക്കാൻ കഴിയൂ? ഏതായാലും ആവട്ടെ, ലോറി വിളിച്ചല്ല. അപ്പൊ എന്താ ചെയ്യാ? പോട്ടെ, അതിരിക്കട്ടെ. അപ്പൊ എത്ര വിഷയായി? 5 വിഷയായി അല്ലേ? ഇനി നോക്ക് നിങ്ങൾ. ഇനി വേറൊരു വിഷയം നല്ല ശ്രദ്ധിക്കണേ നിങ്ങൾ. കുറേ ഉണ്ട് പറയാന്. പക്ഷെ നമുക്ക് പറയാൻ സമയം കിട്ടൂലല്ലോ. ഇത് സംശയം ചോദിക്കാൻ അവസരം കൊടുക്കണം. ആകെ കൂടെ നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതാണ്. ഇനി എന്താ വിഷയം എന്ന് വെച്ചാൽ, ഈ സഫിൽ ഇമാമ് മിഹ്റാബിൽ നിൽക്കുന്നു. 1-ാം സഫിൽ മിമ്പറ വരികയാണെങ്കിൽ അവിടെ സഫ് മുറിയോ ഇല്ലേ എന്ന് പണ്ഡിതന്മാരിടയിൽ തർക്കം. അങ്ങനെയാകുമ്പോൾ ഇമാം ഒന്നിങ്ങോട്ട് ഇറങ്ങി നിൽക്കട്ടെ. ഇറങ്ങി നിന്നാലോ എല്ലാവർക്കും 1-ാം സഫ് കിട്ടും. മിമ്പറില്ല, ഒന്നും ഉണ്ടാവില്ല. അപ്പോഴേ ഇദ്ദേഹം പറയാണ്, അങ്ങനെ ഇറങ്ങി നിൽക്കുമ്പോൾ
ഇമാമ് വലത്തോട്ട് തെറ്റി നിൽക്കാൻ പാടില്ല, ഇമാമ് ഇടത്തോട്ടും തെറ്റി നിൽക്കാൻ പാടില്ല, ഇമാമ് നടുക്ക നിൽക്കണം, എന്നാലേ ജമാഅത്തിന്റെ കൂലി കിട്ടുള്ളൂ. അങ്ങനെ ഒരു സുന്നത്തുണ്ടോ? ഇമാം ഒത്ത നടുക്ക നിൽക്കണം എന്നൊരു സുന്നത്തുണ്ടോ? ഉണ്ടോ? അങ്ങനെ ഒരു സുന്നത്തില്ല. വസിത്തുൽ ഇമാം, നിങ്ങൾ ഇമാമിനെ മധ്യത്തിലാക്കണമെന്ന് പറഞ്ഞത് മൗമൂമിങ്ങളോടാ. ദഹബിയെടുക്ക്. വസിത്തുൽ ഇമാം, നിങ്ങൾ ഇമാമിനെ മധ്യത്തിലാക്കണമെന്ന് പറഞ്ഞത് ആരോടാ? മൗമൂമിങ്ങളോടാ. ഇമാമോ എന്നാ അങ്ങനെയാണെങ്കിൽ ഒരു ദൂരെ ഒരു സൈഡിൽ നിൽക്കുന്ന ആളോട് തുടരാൻ പാടില്ലേ? അയാളെ മധ്യത്തിൽ കുന്തിക്കൊണ്ടിരണോ തുടരണീന്റെ മുമ്പ്? എന്താ ഈ പറയണത്? ഇപ്പൊ നാളെ ആണെങ്കിൽ പറയൂട്ടോ, യൂത്തഫറു ഫി ദവാമി മാല യൂത്തഫറു ലിബ്തിദാ, തുടക്കത്തിൽ പൊറുക്കപ്പെടാത്ത ദവാമിൽ പൊറുക്കപ്പെടുന്ന കായിദല്ലേ? ആ കായിദ ഉണ്ടാക്കിയിട്ടാണ്. ബാ മുജ്തഹിദീങ്ങൾ ഇറങ്ങിയിരിക്കുന്നു ഇവിടെ. എന്നിട്ടേ നോക്ക്, നിങ്ങൾ ഇദ്ദേഹം പറയുകയാണ് യുറാഇ അൻ യകൂന മയാമിനു സഫി വമയാസിറുഹു മുസ്തവിയാ. ഇമാം ശ്രദ്ധിക്കണം, വലത് ഭാഗത്തെ സഫും ഇടത് ഭാഗത്തെ സഫും ഒരുപോലെയാവണം. ബി അല്ലാ യഖൂമ അൻ യമീനിൽ മിഹ്റാബി ഔ യസാരിഹി, അവൻ മിഹ്റാബിന്റെ വലത്തോട്ടും പോകരുത് ഇടത്തോട്ടും പോകരുത്. കൈലാ യുഫവ്വിത കൈലാ യഫൂത തവസ്സുതു, തവസ്സുത്ത് നഷ്ടപ്പെടാൻ പാടില്ലല്ലോ. ഫതഫൂതു ഫളീലത്തുൽ ജമാഅ, അപ്പ ജമാഅത്തിന്റെ ഫളീലത്തും പോകൂലേ. അങ്ങനെ ഉണ്ടോ? ഇമാമ് മധ്യത്തിൽ നിൽക്കണമെന്ന്, ഇമാമ് മധ്യത്തിൽ നിൽക്കണമെന്നില്ല. മഅ്മൂമീങ്ങളോട് പറഞ്ഞത് നിങ്ങൾ ഒരു ഭാഗത്തന്നെ കൂടരുത്, നിങ്ങൾ ഒരു ഭാഗത്തന്നെ കൂടരുത്. ഈ ഭാഗത്ത് ഇത് വലഭാഗല്ലേ എന്ന് പറഞ്ഞിട്ട് നിങ്ങളൊക്കെ കൂടെ അവിടേക്ക് കൂടരുത്. ഇടത് ഭാഗത്ത് കുറെ ഫാൻ ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് നിങ്ങളൊക്കെ കൂടെ അങ്ങോട്ടും പോകരുത്. പിന്നെ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? അദ്ദേഹം പറഞ്ഞത് തെർശീലുണ്ട് എന്നാ. തെർശീൽ അങ്ങനെയല്ല ഉള്ളത്. തെർശീൽ എന്താ ഉള്ളത്? മഅ്മൂമീങ്ങൾ വലയം ചെയ്യൽ സുന്നത്താണ്. അല്ലിമാമ, ഇമാമിനെ വലയം ചെയ്യൽ സുന്നത്താണ്. അപ്പൊ ഇമാമിനെ രണ്ട് ഭാഗത്തും ഒപ്പമാക്കുന്ന രൂപത്തിൽ മഅ്മൂമീങ്ങൾ നിൽക്കുക. രണ്ട് ഭാഗത്തും ഒരേപോലെയാകുന്ന രൂപത്തിൽ മഅ്മൂമീങ്ങൾ നിൽക്കുക. ഇമാമിങ്ങൾ വയുസന്നു അൻ യഖ്തനിഫൽ മഅ്മൂമൂനൽ ഇമാമ, മഅ്മൂമീങ്ങൾ ഇമാമിനെ ചുറ്റി നിൽക്കണം. ബി അൻ യകൂന മുഹാദിയൻ ലിവസതിഹിം, അവരുടെ മധ്യത്തിൽ ഇമാം വരുന്ന രൂപത്തിൽ മഅ്മൂമീങ്ങൾ രണ്ട് സൈഡിലും ഒരുപോലെ നിൽക്കണം. ഇയാൾ എന്താ പറഞ്ഞത്? ഒരാള് ഇമാമ് നിൽക്കുമ്പോ നടുക്ക തന്നെ നിന്നോളണം, ഇല്ലെങ്കിൽ ജമാഅത്തിന്റെ കൂലി പോകും. എന്തിനാണ് ഇങ്ങനെ പറയുന്നത്? എവിടെയാണ് നിയമമുള്ളത്? കുട്ടികളെ ഇത് ചോദിക്കണം, ഇതിനെപ്പറ്റി ഒന്ന് അന്വേഷിക്കണം. ഇതാ ഓർമ്മപ്പെടുത്താനുള്ളത്. എത്രയായി? 6 വിഷയം പറഞ്ഞു. ഇനിയോ? ഇനിയുള്ള വിഷയം ഇൻഷാ അല്ലാഹ് പിന്നീടാക്കാം കേട്ടോ. നീണ്ട വിഷയമാണ് അല്ലേ? എന്താണ്? അപ്പൊ ഈ കാര്യങ്ങളൊക്കെ കുട്ടികളെ, ഇനി ഒരുപാട് വിഷയങ്ങൾ പറയാനുണ്ട്. ഇതിനെ പറ്റിയിട്ട് നിങ്ങൾ വിലയിരുത്തണം, നിങ്ങൾ ഇതിനെപ്പറ്റി അന്വേഷിക്കണം. എന്താണ് വസ്തുതയുള്ളത്? ഞാനിവിടെ പറഞ്ഞ വിഷയങ്ങൾക്കൊക്കെ തെളിവുണ്ട്. ഒന്നുപോലും ഞാൻ അദ്ദേഹത്തിൻ്റെ മേലെ അപരാധം നടത്തിയിട്ടില്ലട്ടോ. ഞങ്ങളെ ഉസ്താദ് അങ്ങനെ പറഞ്ഞിട്ടില്ല നിങ്ങൾ പറയരുത്. അദ്ദേഹത്തിൻ്റെ 10ഓളം ഗ്രന്ഥങ്ങൾ ഇവിടെ എത്തിച്ചിട്ടുണ്ട്, 10ഓളം ഗ്രന്ഥങ്ങൾ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിലുള്ള വൈരുദ്ധ്യങ്ങൾ അതിലേറെയുണ്ട്. എന്നാ പിന്നെ തെറ്റ് എല്ലാവർക്കും സംഭവിക്കും. എന്നാ പിന്നെ ഒന്നിൽ തെറ്റി അത് മാർക്കറ്റിൽ നിന്ന് പിൻവലിച്ചൂടെ? പിൻവലിച്ചാൽ പൈസ കിട്ടൂലല്ലേ? ഏതായാലും ആവട്ടെ, ഏതായാലും ശ്രദ്ധിക്കണം. പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്, ഇത് ദീനിന്റെ വിഷയമാണ്. അള്ളാഹു നമ്മെ എല്ലാവരെയും സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തി തെരുമാറാകട്ടെ, മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തി തെരുമാറാകട്ടെ. നിങ്ങളൊന്നും തെറ്റിദ്ധരിക്കണ്ട. എനിക്ക് അദ്ദേഹത്തോടോ അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും സുന്നി ഗ്രൂപ്പിനോടോ എനിക്ക് യാതൊരു വെറുപ്പുമില്ല. ഞാൻ എന്തിനു വെറുക്കണം? ഒരു വെറുപ്പില്ല. പക്ഷെ ഒരു കാര്യമുണ്ട് കേട്ടോ, അവരവരെ ഉസ്താദുമാരെ ബഹുമാനിക്കണം. എങ്ങനെ? മിൻ ഹൈസു ഇന്നഹു ഉസ്താദ്, ഉസ്താദ് എന്ന നിലക്ക് നമ്മൾ അദ്ദേഹത്തിന്റെ മുമ്പിൽ പോയി കിതാബ് ഓതിയതല്ലേ?
ആ ഒരു ആദരവ് അദ്ദേഹത്തിന് എന്നും കൊടുക്കണം. ആർക്ക്? നമ്മുടെ ഉസ്താദുമാർക്ക്. അത് ആ ഗ്രൂപ്പ് പോയാലും ഈ ഗ്രൂപ്പ് പോയാലും, ഗ്രൂപ്പ് പിരിച്ചുവിട്ട് വേറെ ഗ്രൂപ്പ് ഉണ്ടാക്കിയാലും നമ്മുടെ ഉസ്താദുമാരാണ്. എക്കാലവും നമ്മൾ അദ്ദേഹത്തെ ബഹുമാനിക്കണം. അതല്ലേ നമുക്ക് ഓക്കെ ഉസ്താദ് പഠിപ്പിച്ചു തന്നത്. മഹാനായ ഓക്കെ ഉസ്താദ്, മഹാനായ സ്വതക്കത്തുള്ള മുസ്ലിയാർ വഫാത്താകുന്നതിൻ്റെ മുമ്പ് ആ പള്ളിയിൽ വന്നു. അതെൻ്റെ കന്തുറയെല്ലാം അവിടെ അഴിച്ചിട്ടിട്ട് ഉസ്താദിൻ്റെ അടുത്ത് ചെന്നപ്പോൾ ഉസ്താദും ശിഷ്യനും മുഖത്തോട് മുഖം നോക്കി ആ നിന്ന നൃത്തത്തിൽ കുറേ കണ്ണീരൊഴുക്കി. എന്തായിരിക്കും? എന്തെല്ലാം വിഷയങ്ങൾ മനസ്സിൽ വന്നിട്ടുണ്ടാകും. അപ്പോൾ ആ നിലക്ക് നമ്മൾ ഉസ്താദുമാരെ ആദരവോടെ കീപ്പ് ചെയ്യണം. ഉസ്താദുമാരെ ആദരിക്കാത്തതിൻ്റെയും അതുപോലെ അദ്ദേഹം എന്തെങ്കിലും ഒന്ന് മനസ്സിലാക്കിയാൽ ഞാൻ മനസ്സിലാക്കിയത് തന്നെയാണ് ശരി, ആരെന്ത് പറഞ്ഞാലും ഞാൻ വീറ്റോ ചെയ്യും, അത് സമ്മതിച്ചു കൊടുക്കുന്ന പ്രശ്നമേ ഇല്ല എന്ന് ഈ മുഫ്തിക്ക് തോന്നുന്നത് കൊണ്ടാണ് ഇത്തരം തോന്നിവാസം ചെയ്യുന്നതെന്ന് അല്ലാമാ ഇബ്നു ഹജർ അൽ ഹൈതമീൻ. നമ്മളെ ഇമാമിങ്ങളെ കറാമത്ത് ആലോചിക്കുക. എന്നിട്ട് ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു പിന്നെയും പറയുന്നു, ഒരു വിഷയവും പറയുന്നു, വഅന്നഹു ഇദാ ഫഹിമ ശൈഅ, എന്തെങ്കിലുമൊക്കെ കാര്യം മനസ്സിലാക്കിയാൽ ലാ യതതറഖു ഇലൈഹി ഖതുഉൻ, ഇത് ഒരിക്കലും തെറ്റല്ല, ഇത് 100% ശരിയാണ് എന്ന് വിശ്വസിക്കുന്നത് കൊണ്ടാണ് ആരോടും ചോദിക്കൂല, ഒരു കിതാബും നോക്കൂല എന്നൊക്കെ പറഞ്ഞ് ഇബ്നു ഹജർ അൽ ഹൈതമി മദ്ഹബിന്റെ പുറത്തുള്ള കിതാബ് നോക്കി മസ്അല പറയുന്നവരെ കണക്കിന് വിമർശിക്കുകയാണ് മഹാനായ ഇബ്നു ഹജർ അൽ ഹൈതമി തന്റെ ഫത്താവൽ കുബ്രയുടെ 3-ാം വാല്യത്തിൽ ചെയ്യുന്നത്. ആ വിമർശനമൊക്കെ ബടിയും ബാധകമാവും. ആ വിമർശനം തന്നെ ഞങ്ങളും നടത്തുന്നുള്ളൂ. അത് വ്യക്തിഹത്യാണോ? എന്നാ ഇതും വ്യക്തിഹത്യ ആയിക്കോട്ടെ, ഒരു പ്രശ്നമില്ല. സുന്നി എന്നൊക്കെ പറഞ്ഞാൽ ഇവർക്കൊക്കെ ഉള്ള സുന്നിസേ നമുക്കും വേണ്ടുള്ളൂ. അതിലപ്പുറമുള്ള സുന്നിസ് ഒന്നും നമുക്ക് ആർക്കും വേണ്ട, ആവശ്യമില്ല, കിട്ടിയിട്ട് കാര്യമില്ല. അങ്ങനെ കിട്ടിയാൽ വഹബത്തു സുഹൈലി ഷെയ്ഖാകും, അബ്ദുറഹ്മാനുൽ ജസീരി ഇമാമും ആവും, അത് നമുക്ക് വേണ്ട. നോക്ക് നിങ്ങൾ, ഈ കിതാബിന്റെ തുടക്കത്തിൽ തന്നെ അബ്ദുറഹ്മാനുൽ ജസീരിന്നേ ഉള്ളൂ, ഒരു ഷെയ്ഖും ഇല്ല, ഒരു ഇമാമും ഇല്ല. ചോദിച്ചു നോക്കണം മൂപ്പരോട്, അത് തെറാണോ തബറുക്കിന്റെ ഷെയ്ഖാണോ? അത് ചോദിക്കണം മൂപ്പരോട്. കാരണം വിഷയം വരാനിരിക്കുന്നേ ഉള്ളൂ. 2 പണ്ഡിതന്മാര്, കേരളത്തിൽ അറിയപ്പെട്ട 2 പ്രമുഖരായ മുദർരിസന്മാര് ചുവന്ന ബുക്കിന് മറുപടി എഴുതി കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള വസ്തുത ഇൻഷാ അല്ലാഹ് അൽ മുഹിം അത് പ്രസിദ്ധീകരിക്കാൻ തയ്യാറാ. കളിയാണ്ട് അവസാനിക്കും. പ്രഗത്ഭരായ 2 മുദർരിസന്മാർ ഇബ്രീസ് എന്ന് പറയുന്ന കിതാബിൽ നടത്തിയ വ്യക്തമായ തിരിമറി ഇവിടെ ഓപ്പറേഷൻ ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അൽ മുഹിമ്മ ആ പുസ്തകം പ്രസിദ്ധീകരിക്കും. ഏറ്റെടുക്കൂല ഉസ്താദേ? അൽ മുഹിമ്മയുടെ അജയ്യനായ അഡ്മിൻ ഇവിടെ ഉണ്ട്. പൈസ തരാൻ ആൾക്കാരില്ലാത്ത മഞ്ചേരിയിൽ നിന്ന് എവിടുന്ന പൈസ കിട്ടിയത്, അതേപോലെ എല്ലാ നാട്ടിലും പൈസ തരാൻ ആളുകളുണ്ട്. ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല ഹക്ക് പുറത്തേക്ക് കൊണ്ടുവരാൻ അൽ മുഹിമ്മക്ക് അല്ലാഹു തആല ശക്തി നൽകുമാറാകട്ടെ. അപ്പോ നോക്കണം നിങ്ങൾ, ഒരാളല്ല എഴുതിയത്, 2 പ്രമുഖരായ മുദർരിസന്മാർ എഴുതിയിട്ടുണ്ട്. ആരാന്ന് പറഞ്ഞു തരുമെന്നാ പുസ്തകം ഇറങ്ങുമ്പോ കാണാം ഇൻഷാ അല്ലാഹ്. ഏതായാലും ഇരിക്കട്ടെ. അപ്പോ ഈ ഷെയ്ഖ് തബറുക്കിന്റെ ഷെയ്ഖാണോ തെർബിയത്തിന്റെ ഷെയ്ഖാണോ എന്നുള്ളത് വേറെ ചോദിക്കാം. ഇനി നോക്ക് നിങ്ങൾ, അപ്പൊ സ്ത്രീകളെ മയ്യത്ത് നിസ്കാരം ഇവിടെ അദ്ദേഹം ഒരുപാട് പറയാണ്ടിട്ട് ഈ വിഷയം സംബന്ധമായിട്ട്. ഈ വഹബത്ത് സുഹൈലി എന്ന് പറഞ്ഞ ആള് ഇബ്നു അബ്ദുൽ വഹാബിനെ പുകഴ്ത്തിയിട്ട് ഒരു ഗ്രന്ഥം തന്നെ എഴുതിയ ആളാ വഹബത്ത് സുഹൈലി. അയാളെ ഷാഫി മദ്ഹബുകൾക്ക് ഇമാമായിട്ട് പറഞ്ഞു കൊടുക്കുന്നത് എങ്ങനെ നമ്മൾ വിശ്വസിക്കുക? എന്താ ഇതിന് നമ്മൾ പറയുക? അല്ല കുട്ടികളെ, നിങ്ങളെടുത്ത് വല്ല മറുപടിയും പറയാനുണ്ടോ? ഉണ്ടെങ്കിൽ ഈ പരിപാടി കഴിഞ്ഞിട്ട് മൈക്രോ പോയിന്റിൽ വന്നിട്ടൊന്ന് പറയണേ. നിങ്ങൾ സമയമായ ഓൾക്ക് സമയം കൊടുക്കണേ കേട്ടോ. ഓർക്ക് സമയം കൊടുക്കണം. അതാണ് പരിപാടിയുടെ ഏറ്റവും വലിയ വിജയം. ഏതായാലും ഇരിക്കട്ടെ. പിന്നെ ഇനി നോക്ക് നിങ്ങൾ, ഇനി 2ാമത്തെ വിഷയം പറയാൻ പോവുകയാണ്. 2ാമത്തെ വിഷയം പെരുന്നാൾ ഖുതുബയുടെ വിഷയമാ. അതൊക്കെ വലിയ ക്രമക്കേടുണ്ടായത് കൊണ്ടാണ് അതിവിടെ പറയുന്നത്. പെരുന്നാൾ ഖുതുബയുടെ വിഷയമാ. നോക്ക് നിങ്ങൾ, ജുമഅയുടെ ഖുതുബ അറബിയാവൽ നിർബന്ധമാണ്, ഷർത്താണ്. പണ്ഡിതന്മാരത് പറഞ്ഞതാണ്. അതുമാത്രമല്ല, മീൻചന്ത പ്രമേയത്തിൽ
ജുമുഅ ഖുതുബ തർജമ ചെയ്യുന്നതിനെ പറ്റി ബിദ്അത്ത് മുങ്കറത്താണ് എന്നുള്ള നമ്മുടെ എല്ലാവരും ഒറ്റക്കെട്ടായ സമസ്ത 1940-50 കാലത്ത് തീരുമാനമെടുത്തതാ. ആരും പോവാത്ത സമയത്ത് എന്താ തീരുമാനമെടുത്തത്? ജുമുഅ ഖുതുബ പരിഭാഷ. അതെന്തേ അങ്ങനെ പറഞ്ഞത്? ജുമുഅ ഖുതുബ പരിഭാഷ എന്ന് പറഞ്ഞത് എന്താ? ജുമുഅ അല്ലാത്തീനും ഖുതുബോദലില്ലേ? ഉണ്ട്. ഏതാ ജുമുഅ അല്ലാത്തീന് ഖുതുബ? പെരുന്നാക്ക് ഖുതുബോദലുണ്ട്. പെരുന്നാ ഖുതുബക്ക് അറബിയത്ത് ഷർത്താണോ? ഇമാം റംലി തങ്ങൾ പറയുന്നു അതും അറബിയിലാവണം. ഇബ്നു ഹജർ തങ്ങൾ പറഞ്ഞതോ പെരുന്നാ ഖുതുബക്ക് അറബിയത്ത് ഷർത്തില്ല, പെരുന്നാ ഖുതുബക്ക് ഔറത്ത് മറക്കൽ ഷർത്തില്ല, പെരുന്നാ ഖുതുബക്ക് വുളൂ ഷർത്തില്ല, പെരുന്നാ ഖുതുബക്ക് നിൽക്കൽ ഷർത്തില്ല. ഇതൊന്നും ഈ 4 വിഷയങ്ങൾ ഷർത്തില്ല എന്ന് ഇബ്നു ഹജറുൽ ഹൈതമി തന്റെ തുഹ്ഫയുടെ 345 പറയുന്നു. നല്ല മനസ്സിലാക്കണം. പെരുന്നാ ഖുതുബക്ക് നിൽക്കൽ ഷർത്തില്ല, അത് നിർബന്ധമില്ല. അതുപോലെ തന്നെ അറബിയത്ത് നിർബന്ധമില്ല, അതുപോലെ തന്നെ നിൽക്കൽ നിർബന്ധമില്ല, ശുദ്ധി നിർബന്ധമില്ല. 4 വിഷയങ്ങൾ നിർബന്ധമില്ല എന്ന് ഇബ്നു ഹജർ തങ്ങൾ പറഞ്ഞപ്പോ ഇദ്ദേഹത്തിന് സുന്നിയുടെ കേറിയില്ലേ? ആരെക്കാൾ വലിയ സുന്നി ആവണം? ഇബ്നു ഹജറുൽ ഹൈതമിനേക്കാൾ വലിയ സുന്നി ആവണം. അപ്പൊ ഇബ്നു ഹജർ എന്താ പറഞ്ഞത്? ഇബ്നു ഹജർ തങ്ങൾ തന്റെ തുഹ്ഫയുടെ 3-ാം ജുസിൽ പറയുന്നു, ഫലാ യജിബു ഹുനാ, പെരുന്നാൾ ഖുതുബയിൽ നിർബന്ധമില്ല. എന്തൊക്കെ നിർബന്ധമില്ല? നഹ്വു ഖിയാം, നിൽക്കൽ നിർബന്ധമില്ല, ഇരിക്കൽ നിർബന്ധമില്ല, ഔറത്ത് മറക്കൽ നിർബന്ധമില്ല, ഒളു എടുക്കൽ നിർബന്ധമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നു വലാ ബുദ്ദ ഫീ അദാഇ സുന്നത്തിഹാ മിൻ കൗനിഹാ അറബിയ്യ. സുന്നത്ത് വീടണമെങ്കിൽ അത് അറബിയാവണം. ഏത്? പെരുന്നാളിന്റെ ഖുതുബയുടെ സുന്നത്ത് വീടണമെങ്കിൽ അത് അറബിയാവണം. ലാക്കിനിൽ മുത്തജിഹു, എങ്കിലും ന്യായമായത്, അന്ന ഹാദാ ശർത്തുൻ ലി കമാലിഹാ, ഇത് പൂർണ്ണ സുന്നത്ത് കിട്ടാനാണ്. ലാലി അസ്ലിഹാ, അസ്ലു സുന്നത്ത് കിട്ടാനല്ല. അസ്ലു സുന്നത്ത് മറ്റു ഭാഷയിൽ ഓതിയാലും കിട്ടുമെന്ന് ഇബ്നു ഹജറുൽ ഹൈതമി. എന്താ ഇബ്നു ഹജറുൽ ഹൈതമി പറയുന്നത്? ഇബ്നു ഹജറുൽ ഹൈതമി പറയുകയാണ്, പെരുന്നാളിന്റെ ഖുതുബ അസ്ലു സുന്നത്ത് മറ്റു ഭാഷയിലും ഓതിയാൽ കിട്ടുമെന്ന് ഇബ്നു ഹജർ തങ്ങൾ പറഞ്ഞപ്പോ അതിങ്ങനെ തന്നെ അദ്ദേഹം കൊണ്ടുവന്നിട്ട് അദ്ദേഹം പറയാണ്, നോക്കണേ നിങ്ങള്, എന്തിനാ ഇബ്നു ഹജറിനെ ഹൈജാക്ക് ചെയ്യുന്നത്? അതിന്റെ ആവശ്യമുണ്ടോ? ഇബ്നു ഹജറുൽ ഹൈതമി അദ്ദേഹം വലിയ സുന്നിയാണ്. അദ്ദേഹത്തെ ഹൈജാക്ക് ചെയ്യേണ്ട, ഇമാം അവറുകളെ ഹൈജാക്ക് ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല. എന്നിട്ട് ഇദ്ദേഹം പറയുന്നത് കേട്ടോ, മുയ്യി സുന്നിയിൽ ഏതെല്ലാം സുന്നത്തള്ളു അറിയോ? അടിസ്ഥാന പ്രതിഫലത്തിന് അറബിയത്ത് ഷർത്തില്ലെന്ന ഈ അഭിപ്രായം അനുസരിച്ച് ഖുതുബ സാധുവാകുമെന്നല്ലാതെ അത് അനുവദനീയമാകുന്നു വരൂല. കാരണം നബിയും സഹാബത്തും അങ്ങനെ ചെയ്തിട്ടില്ല. കണ്ടോ, അസ്ലു സുന്നത്ത് കിട്ടും, കൂലി കിട്ടും. പെരുന്നാ ഖുതുബ മറ്റു ഭാഷയിൽ ഓതിയാൽ ഇബ്നു ഹജർ മൂപ്പര് പറയാണ്, അസ്ലു സുന്നത്ത് കിട്ടുമെങ്കിലും സംഭവം അത് ഹറാമാ. എന്താ കാര്യം? അത് നബിയും സഹാബത്തും ചെയ്തിട്ടില്ലല്ലോ. ഇത് വഹാബിസാണ്, വെറുതെ പുതിയ ഉസൂൽ ഉണ്ടാക്കണ്ട. നബിയും സഹാബത്തും ചെയ്യാത്തത് തനി ബിദ്അത്താണെന്ന് പറയല ആരാ? വഹാബിസല്ലേ. എന്നിട്ട് കേട്ടാ തോന്നും നബിയും സഹാബത്തും ഒതുടുക്കാതെ ഖുതുബോദിയിട്ടുണ്ട്, നബിയും സഹാബത്തും പെരുന്നാക്ക് തുണി അയച്ചിട്ട് ഖുതുബോദിയിട്ടുണ്ട്, നബിയും സഹാബത്തും ഇരുന്നിട്ട് ഓതിയിട്ടുണ്ട്. ഇത് നബിയും സഹാബത്തും ചെയ്യാത്തത് കൊണ്ട് ഇത് ഹറാമ്. ഞാൻ ചോദിക്കട്ടെ, ഒരാൾ ഒതുല്ലാതെ പെരുന്നാക്ക് ഖുതുബോദി, അത് ഹറാമുണ്ടാ? ഇബ്നു ഹജറുൽ ഹൈതമിയുടെ വീക്ഷണ പ്രകാരം ഒതുവില്ലാതെ ഒരാൾ പെരുന്നാക്ക് ഖുതുബോദിയാൽ അത് ഹറാമുണ്ടോ? അത് ഹറാമില്ലല്ലോ. ഇദ്ദേഹം പറയാണ് നബിയും സഹാബത്തും ചെയ്യാത്തത് കൊണ്ട്. എന്നിട്ട് മൂപ്പര് ഇവിടെ എങ്ങനെ സമർത്ഥിച്ചത്? ഇവിടെ സമർത്ഥിച്ച എങ്ങനെ? സംഭവം അസ്ലു സുന്നത്ത് കിട്ടുമെങ്കിലും അത് നബിയും സഹാബത്തും ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഹറാമാണ്. പക്ഷെ മൂപ്പര് വിശുദ്ധ റമളാനിന് സമർത്ഥിച്ച ശൈലി എങ്ങനെ അറിയോ? എന്നാൽ ഇപ്പറഞ്ഞത് അടിസ്ഥാനമാക്കി 2 പെരുന്നാളിനെങ്കിലും അനറബി ഭാഷയിലാകാമെന്ന ചിലരുടെ ധാരണ അബദ്ധമാണ്. പറഞ്ഞ അനുസരിച്ച്
ഇബ്നു ഹജർ പറഞ്ഞതനുസരിച്ചിട്ടും പെരുന്നാക്ക് മലയാളത്തിൽ ഓതണ്ട. കാരണം എന്താണെന്നറിയോ? അങ്ങനെ നിർവഹിക്കുന്ന കാരണം എന്താണെന്നറിയോ? പെരുന്നാ ഖുതുബക്ക് ഔറത്ത് മറക്കലും നിബന്ധനയില്ലെന്ന് തുഹ്ഫ പറയുന്നുണ്ട്. ഇതുകൊണ്ട് ഔറത്ത് മറക്കാതെ ഖുതുബ ഓതാൻ പറ്റുമോ? ഔറത്ത് മറക്കാതെ ഖുതുബ ഓതൽ ഹറാമല്ലേ? ഔറത്ത് മറക്കൽ അസ്ലിൽ തന്നെ ഹറാമാണ് മുസ്ലിയാരെ. അതുകൊണ്ടാണ് അത് ഹറാമായത്. എന്നാ ഞാൻ ചോദിക്കട്ടെ, ഒതുല്ലാതെ ഓതുന്നോടത്ത് ഒതുല്ലാതിരിക്കൽ ഹറാമാ? ഔറത്ത് മറക്കാതെ ഖുതുബ ഓതണമെന്നില്ല, റോട്ടിൽ കൂടെ നടക്കലും ആൾക്കാരുടെ മുമ്പിലൊക്കെ നിൽക്കൽ ഹറാമെന്ന്. എന്നിട്ട് മൂപ്പര് പറയാണ് എന്നാൽ ഔറത്ത് മറക്കാതെ ഖുതുബ ഓതല് അത് ഹറാമാവൂലേ? അതിന് അസ്ലിൽ തന്നെ ഔറത്ത് മറക്കൽ വെളിവാക്കൽ ഹറാമാണ്. അങ്ങനെയാണോ ഒതു എടുക്കാതിരിക്കൽ? ഇനി ഞാൻ ചോദിക്കട്ടെ, അസ്ലിൽ തന്നെ മലയാളം പറയൽ ഹറാമുണ്ടോ? അങ്ങനെയും വരണ്ടേ? അസ്ലിൽ തന്നെ മലയാളം പറയൽ ഹറാമാകണം. ഏതുപോലെ? അസ്ലിൽ തന്നെ ഔറത്ത് വെളിവാക്കൽ ഹറാമായതുപോലെ. എന്നാലല്ലേ ഇത് എടുക്കാൻ പറ്റുള്ളൂ. ഇതൊക്കെ മനുഷ്യന്മാരെ പറ്റിക്ക. എല്ലാവരും മുയ്യസുന്നയുടെ കുട്ടികളാന്ന് വിചാരിച്ചോ? അങ്ങനെ വിചാരിക്കരുതേ പാവത്തന്മാരെ. മൂല്യന്മാരുണ്ട് ഇവിടെ. എല്ലാവരും മുയ്യസുന്ന സിലബസ് അനുസരിച്ചൊന്നും അല്ല കിതാബ് ഓതുന്നത്. എത്ര പള്ളിയിൽ പ്രഗത്ഭരായ മുദരിസന്മാരുണ്ട്. എല്ലാവരും തല ഇവിടെ പണയം വെച്ചിട്ടാ ഇതൊക്കെ വായിക്കുന്നത്. അത് മനസ്സിലാക്കരുത് നിങ്ങൾ. എന്നിട്ട് മൂപ്പര് പറയാണ് ഔറത്ത് വെളിവാക്കിയിട്ട് ഖുതുബ ഓതൽ ഹറാമല്ലേ? അതിന് ഔറത്ത് വെളിവാക്കൽ അസ്ലിൽ തന്നെ ഹറാമല്ലേ? എന്നാ അസ്ലിൽ തന്നെ മലയാളം പറയൽ ഹറാമാവട്ടെ, അസ്ലിൽ തന്നെ ഒതുല്ലാതിരിക്കൽ ഹറാമാവട്ടെ. അപ്പൊ ഇതിൽ ഇങ്ങനെ സമർത്ഥിച്ചത്, മറ്റിലെന്താ സമർത്ഥിച്ചത്? ഫതാവ ദഹബിയയിലും ഏതെല്ലാം ഫതാവ ദഹബിയ, ഫതാവ യാഖൂതിയ, ഫതാവ ദഹബിന ഫില്ലിയ, ഇങ്ങനെ ഓരോരോ ഫത്വകൾ ഇങ്ങനെ ഇറങ്ങുന്നത്. കൊടുക്കണ നേരാണെങ്കിൽ തെറ്റില്ല. ഉള്ള പോലെ പറഞ്ഞുകൂടെ. ആരെ ഈ ഭയപ്പെടുന്നത്? സുന്നി കുറയോ? ഇമാമിങ്ങളെ സുന്നിസം മതി, അതിലപ്പുറം എന്തിനു സുന്നിയാവുന്നതെന്ന് നമ്മളെ മതം. അങ്ങനെ അപ്പുറം സുന്നിയായ പിന്നെ വഹബത്ത് സുഹൈലി വലിയ ഇമാമാവും. ഓവർ ഡോസ് മരുന്ന് കുടിച്ചാൽ പിന്നെ രോഗം മാറില്ല, ആള് കാലിയാവ് ഉണ്ടാവുക, സുന്നി പൊട്ടുക. അതാണ് ഈ പൊളിച്ചെഴുത്തൊക്കെ നടത്തുന്നത്. തോന്നിയാസം പറയാ. എന്നിട്ട് നോക്ക്, മൂപ്പരോട് ചോദ്യം, ഹൽ യജൂസു ഇത്യാനു ഖുതുബത്തിൽ ഈദ് ബിഗൈരിൽ അറബിയ്യ? പെരുന്നാ ഖുതുബ അറബി അല്ലാത്ത ഭാഷയിൽ കൊണ്ടുവരാമോ? അപ്പൊ മൂപ്പര് ഇബ്നു ഹജറിന്റെ ഇബാറത്ത് ഇങ്ങോട്ട് കൊടുന്ന്. ഇബ്നു ഹജർ എന്താ പറഞ്ഞു? അസ്ലു സുന്നത്ത് കിട്ടും, പൂർണ്ണമായ സുന്നത്ത് കിട്ടൂല, അസ്ലു സുന്നത്ത് കിട്ടും. എന്നിട്ട് മൂപ്പര് പറയാ ഫഅലൈഹി തസിഉ ഖുതുബത്തുൽ ഈദ്, ഇത് പ്രകാരം പെരുന്നാ ഖുതുബ സ്വഹീഹ ബിലാ അറബിയ്യ, അറബിയല്ലാതെ പെരുന്നാ ഖുതുബ ഓതിയാൽ സ്വഹീഹാകും. വകദാ യഹ്സുലു അസ്ലു സുന്ന, ഇതുപോലെ അസ്ലു സുന്നത്തും കിട്ടും. പക്ഷേ ലാകിൻ ലാ യഅനി ഹാദാ ജവാസഹു മിൻ ഹൈസുൽ ഫിഅലു, എന്നാലും ചെയ്തുകൂടാ, കാരണം നബിയും സഹാബത്തും ചെയ്തിട്ടില്ല. സുന്നത്ത് കിട്ടും, അസ്ലു സുന്നത്ത് കിട്ടും, ഖുതുബ സ്വഹീഹാകും, പെരുന്നാൾ നിസ്കാരത്തിന് ഒരു കുഴപ്പമില്ല, എങ്കിലും അത് ഹറാമാണ്, കാരണം നബിയും സഹാബത്തും ചെയ്തിട്ടില്ല. എന്തിനാണ് ഇയാൾ ഇങ്ങനെ നടത്തുന്നത്? അസ്ലു സുന്നത്ത് കിട്ടുന്ന ഒരു സംഗതിയാണെങ്കിൽ അത് ഹറാമാവോ എന്ന് ഞാൻ ചോദിക്കട്ടെ. നിസ്കാരത്തിൽ സൂറത്ത് ഓതണ്ടേ? ഓതണം. 2 റക്അത്തിലും 2 സൂറത്താ ഓതേണ്ടത്. ഒരാള് ഒന്നാമത്തിലും കുൽഹുവല്ലാ സൂറത്ത് ഓതി, രണ്ടാമത്തിലും കുൽഹുവല്ലാ സൂറത്ത് ഓതി. എന്താ മസല? അസ്ലു സുന്നത്ത് കിട്ടും എന്നാ പറയോ? അത് നബിയുടെ കാലത്തുണ്ടായിട്ടില്ല, അതുകൊണ്ട് അത് ഹറാമാണ്. ഇങ്ങനെ തോന്നിയസം ഫത്വ കൊടുക്കണം എന്തിനാ? ഇതുകൊണ്ടാ പൊളിച്ചെഴുതാന്ന് പറഞ്ഞത്. ഇതിനൊരു മറുപടി പ്രതീക്ഷിക്കുന്നത് വരെ ഇൻഷാ അല്ലാഹ് ഇത് തുടരുക തന്നെ ചെയ്യും. ഇത് ഓഫ്ലൈനിൽ ഇതുപോലുള്ള കുറവാണ് നിങ്ങൾ വിചാരിച്ച് സമാധാനിക്കണ്ട. ഓൺലൈനിൽ ഇതിലപ്പുറം പൊരിഞ്ഞ യുദ്ധമാണ് നടക്കുന്നത്. ലക്ഷക്കണക്കിന് ആളുകൾ ഓൺലൈനിൽ ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. ടെക്നോളജിക്കലായിട്ട് വലിയ ഡിപ്പാർട്ട്മെന്റ് തന്നെ അൽമുഹിമക്കുണ്ട്. വിവരം അറിയോ നിങ്ങൾ? ഇത് നൂറ്റാണ്ട് ഏതാണെന്നറിയോ? അതുകൊണ്ടല്ലേ ഫേസ്ബുക്കിലും വാട്സപ്പിലും ഓർക്കുട്ടിലും യാഹൂലും സകല സ്ഥലങ്ങളിലും അൽമുഹിമ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. വിവരം അറിയോ നിങ്ങൾക്ക്? എന്താ അൽമുഹിമ ചർച്ച ചെയ്യപ്പെടുന്നത്? അൽമുഹിമ ആരും ധൈര്യപ്പെടാത്തൊരു വിഷയത്തിനാണ് ഇറങ്ങിയിരിക്കുന്നത്. ധൈര്യപ്പെടാത്തത് എന്തുകൊണ്ടാണെന്നറിയോ? ധൈര്യപ്പെടാത്തത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ വിഷയം അറിയായിട്ടൊന്നുമല്ല, വിഷയം എല്ലാവർക്കും അറിയാം. പല പ്രമുഖരും എന്നോട് വിളിച്ച് പറഞ്ഞില്ലേ നമ്മളൊക്കെ. അപ്പോൾ ആ പ്രമുഖരെ പേര് പറഞ്ഞൂടെ? അത് പറയില്ലട്ടോ. അവരൊക്കെ ഓരോരോ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യാണ്. അവർ അവിടെ മരണം വരെ അവിടെ തുടരട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഓരോ പേരൊന്നും പറയില്ല. മനസ്സിലായില്ലേ?
അവര് ഇൽമു കൊണ്ട് ശുഗലാവല്ലേ, അതെന്തിന് നമ്മൾ മുടക്കണം? ഭയങ്കര വീറ്റോ പവർ അല്ലേന്ന് മനസ്സിലായില്ലേ? ഐക്യരാഷ്ട്ര സഭ അങ്ങോട്ട് പാസ്സാക്കി കഴിഞ്ഞാൽ പിന്നെ ജോർജ് ബുഷ് തന്നെ അതിൽ ഇടപെട്ടിട്ട് കാര്യമില്ല. അതിന് ജോർജ് ബുഷിന്റെ തന്നെ ഇനി ഐക്യരാഷ്ട്ര സഭ, അത് വേറെ വിഷയമാണ്. അപ്പൊ അത് പോട്ടെ, മനസ്സിലായില്ലേ? മജാസ് ഇസ്തിയാർത്ഥങ്ങൾ ചിന്തിച്ചോളി, അതൊന്നിപ്പോ ഞാൻ പറയില്ല. ഏതായാലും ആവട്ടെ. അപ്പോ ഇതെല്ലാരും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ഇറങ്ങിയതെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് എന്താ പേടിക്കാനുള്ളത്? മേപ്പറില്ലാത്തവർക്കുണ്ട് തീപ്പൊരി പേടിക്കുന്നു അല്ലേ? പല്ലില്ലാത്തവർക്ക് എന്തിനാ യുക്കാലീഫെന്ന്? നമ്മൾ ആരെ പുറത്താക്കുന്നു? ആരും പുറത്താക്കൂല. ഒരു വലിയ നേതാവേ സ്വകാര്യമായിട്ട് പറയാണ്, മുഹീസുന്നന്റെ വലിയൊരു നേതാവേ തളിപ്പറമ്പിന്റെ പ്രസംഗം നടക്കുന്ന സമയത്തിന്റെ നാട്ടിലേക്ക് വിളിച്ച് ഓനെ ഉടൻ പുറത്താക്കണം. അപ്പൊ അവിടുന്ന് പറഞ്ഞു, ഓൻ ഇവിടെ ഇല്ലേ, ഇവിടെ ഗ്രൂപ്പിലില്ല, പിന്നെ എങ്ങനെ പുറത്താക്കാൻ? പുറത്താക്കണമെങ്കിൽ ആദ്യത്തിന്റെ അകത്ത് കയറേണ്ട മക്കളെ. ഞാൻ അകത്ത് കയറിയിട്ടില്ല. അപ്പൊ ചോദിക്കുന്നത്, നിങ്ങൾ സഅദി അല്ലേ? സഅദി പോയത് കിതാബ് ഓതാനാണ് കുട്ടികളെ. അവിടുന്ന് ഓതിയ കിതാബല്ലേ ഷാഫി മദ്ഹബിലെ തുഹ്ഫ, അതാണ് ഈ പറയുന്നത്. അള്ളാഹു അവിടുത്തെ നല്ല നമ്മുടെ എല്ലാ സ്ഥാപനങ്ങളിലെ ഉസ്താദുമാർക്കും അള്ളാഹു ദീർഘായുസ് കൊടുക്കട്ടെ. ഹക്കിന് വേണ്ടി പ്രവർത്തിക്കാൻ അള്ളാഹു തആല അവർക്കൊക്കെ തൗഫീക്ക് നൽകുമാറാകട്ടെ. രഹസ്യമായിട്ടാണെങ്കിൽ രഹസ്യമായിട്ട്, പരസ്യമായിട്ടാണെങ്കിൽ പരസ്യമായിട്ട് ഇത്തരം വിഷയങ്ങൾ തുറന്ന് പറയാനുള്ള തൗഫീക്ക് അവർക്ക് എല്ലാവർക്കും അള്ളാഹു നൽകുമാറാകട്ടെ. നിങ്ങൾ ആരെയും സംശയിക്കണ്ട കേട്ടോ. ചില ആൾക്കാർ ഇങ്ങനെ ഫോൺ വിളിച്ചിട്ട് ചോദിക്കാണ്, അയാളുണ്ടോ, ഇയാളുണ്ടോ, ആ മൂല്യരുണ്ടോ? അല്ല കുട്ടികൾ, നിങ്ങൾ എന്തിനും ഇങ്ങനെ ചോദിക്കണം? നിങ്ങൾക്ക് ഓല വിളിച്ചിട്ടാണ് ചോദിച്ചാൽ പോരെ. നിങ്ങൾ അൽമുഹിമക്ക് സപ്പോർട്ട് ഉണ്ടോന്ന്. പക്ഷെ വേറെ ഒന്നുണ്ട് കേട്ടോ, നിങ്ങൾ ചോദിച്ചാൽ ഓല് പറയില്ലാറി. കാരണം ഞങ്ങൾ തമ്മിലുള്ള അഡ്ജസ്റ്റ്മെന്റ് ആണ്, മനസ്സിലായോ? അത് ഞങ്ങൾ തമ്മിലുള്ള അഡ്ജസ്റ്റ്മെന്റാ. അതുകൊണ്ട് നിങ്ങൾ വിളിച്ച് ചോദിച്ച് നിങ്ങൾ അൽമുഹിമക്ക് സപ്പോർട്ട്. അൽമുഹിമ ഏത് അൽമുഹിമ? ഞാൻ അറിയില്ല. സംഭവം എങ്ങനെ അൽമുഹിമ അറിയില്ല. അപ്പൊ അതാണ് ഇരിക്കുന്നത്. ഏതായാലും ആവട്ടെ, സംഭവം ലാ തസാലു ത്വായിഫത്തും മിൻ ഉമ്മത്തി ളാഹിരീന അലൽ ഹഖ് ഹത്താ യഅതിയഹും അംറുസാ ത്വാഹ റസൂലുള്ളാഹി. ഖിയാമത്ത് നാൾ വരെ സത്യം തുറന്ന് പറയുന്ന ഒരു വിഭാഗം ഇവിടെ ഉണ്ടാകുമെന്ന് മഹാനായ റസൂലുള്ളാഹി. അതിന്റെ ഒരു പ്രതീകാത്മകമായ സ്വഭാവമാണ് അൽ മുഹിമ്മ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് നിങ്ങളോട് എല്ലാവരോടും ഓർമ്മപ്പെടുത്തുകയാണ്. മനസ്സിലായില്ലേ? നിങ്ങൾ ഓരോരുത്തരെയും സംശയത്തിൽ നിർത്തണ്ട. മനസ്സിലായില്ലേ? ഞാൻ ഏതായാലും ഇവരടുത്തൊന്നും പകല് പോകൂലെന്ന് തീരുമാനിച്ചിരിക്കുന്നു. മനസ്സിലായില്ലേ? എന്താ കാര്യം? എനിക്ക് പേടി ഉണ്ടായിട്ടല്ല. എന്നെ ഇപ്പൊ തട്ടിക്കൊണ്ടുപോകോ? ആര് തട്ടിക്കൊണ്ടോണ്? ഇത് കേരളല്ലേ, ഇവിടെ നിന്നുണ്ടോ എന്നെ തട്ടിക്കൊണ്ടോണ്? ആരും കൊണ്ടുപോകുന്നില്ല. പക്ഷേ നമ്മൾ എന്തിനൊരു ഫിത്നക്ക് കാരണമാവണം? അള്ളാന്റെ ദീന് പറഞ്ഞതിന്റെ പേരിലാണ് ഇത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യരുതാ? പണ്ട് സുന്നി വോയിസിൽ ഇടക്കാലത്ത് ഒരാൾ ഫത്വ കൊടുത്തിന്ന്. അദ്ദേഹം ഒറിജിനൽ മുഫ്തിക്കെതിരായി പറഞ്ഞതുകൊണ്ട് ഉടൻ ഡിസ്മിസ്. അറിയോ നിങ്ങൾക്ക്? തെറ്റിയതല്ല, ശരിയാണ് ഫത്വ കൊടുത്തത്, ഡിസ്മിസ് ചെയ്ത് പോട്ടെ. ഏതായാലും ഇരിക്കട്ടെ, ഞാനിവിടെ ഫിത്തനൊന്നും ഉണ്ടാക്കൂല കേട്ടോ. ഒരാൾ ചോദിച്ച് ഫോൺ വിളിച്ചിട്ട്, നിങ്ങൾ ഈ സംഘടന പൊളിക്കാൻ നിൽക്കുകയാണോ? മാനായ റബ്ബേ, ഈ പാവയും ഞാൻ വന്നിട്ട് പ്രസംഗിച്ചാല് നിങ്ങൾ കേട്ടില്ലേ മക്കളെ? അജയ്യമാണ്, ഉരുക്കു കോട്ടയാണ്, അഗ്നി സമാനമാണ്, ആന വന്ന് കുത്തിയാലും തകരാത്ത പ്രസ്ഥാനമാണ് എന്നൊക്കെ നിങ്ങൾ കേൾക്കലില്ലേ? പിന്നെ ഞാൻ ഒരു കാര്യം പറയുമ്പോ ഇത് പൊള്ളിയേ അല്ല, ഇതിങ്ങനെ പൊളിഞ്ഞിട്ടൊരു നാരും അങ്ങനെ നിൽക്കുക? അങ്ങനെയൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. ഇതൊക്കെ നല്ല സെറ്റപ്പിൽ നിൽക്കുന്നതെന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നത്. ഇരിക്കട്ടെ, അങ്ങനൊന്നും പറയരുത്. ഇവിടെ പറഞ്ഞ വിഷയത്തിൽ നിങ്ങൾക്ക് എന്ത് പറയാനുണ്ട്? അതാണ് നമുക്കറിയേണ്ടത്. ആരൊക്കെയാണ് പിന്നില്, ആരൊക്കെയാണ് മുമ്പില് എന്നൊന്നും നോക്കണ്ട. പിന്നിൽ ഇതൊക്കെ അവരൊക്കെ ഉണ്ട്. ഏതായാലും ഇരിക്കട്ടെ. അപ്പൊ വിഷയം അതായി. ഇനിയോ? ഇനി അടുത്ത വിഷയം എന്താ? സമയമില്ല ഉണ്ടല്ലോ. ഉള്ള സമയം മതിയാവണില്ല. ഇനി നോക്ക്, ഇനി അടുത്ത വിഷയം. പിന്നെ ഇദ്ദേഹം ഏതായാലും റമളാനല്ലേ വരുന്നത്. വിശുദ്ധ റമളാൻ എന്ന് പറയുന്ന ഇദ്ദേഹത്തിന്റെ ഈ ഒരു ബുക്കിൽ വിശുദ്ധ റമളാൻ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ബുക്ക്, വിഷയം ഞാൻ പറയാം. ആ പുസ്തകത്തിൽ അദ്ദേഹം ഒരു കാര്യം പറയുകയാണ്. എന്താ പറയുന്നത്?
നോമ്പ് മുറിച്ചവൻ ദിക്ർ ചെല്ലണം. എന്താ ദിക്ർ? വെള്ളം കൊണ്ടാണ് നോമ്പ് തുറക്കുന്നതെങ്കിൽ അവൻ ഇങ്ങനെ കൂടി പറയൽ സുന്നത്താണ്. ദഹബല്ലമഉ വബ്തല്ലത്തിൽ ഉറൂഖു വസബത്തൽ അജ്റു ഇൻഷാ അല്ലാഹ്. അവൻ പറയാണ്, നോമ്പ് മുറിച്ച ഉടനെ അല്ലാഹുമ്മ ലക സുംതു വഅലാ റിസ്കിക അഫ്തർതു എന്ന് പറയണം. എന്നിട്ട് പിന്നെ പറയുന്നു, വെള്ളം കൊണ്ടാണ് നോമ്പ് തുറക്കുന്നതെങ്കിൽ ഇങ്ങനെ കൂടി പറയൽ സുന്നത്താണ്. ദഹബല്ലമഉ വബ്തല്ലത്തിൽ ഉറൂഖു വസബത്തൽ അജ്റു ഇൻഷാ അല്ലാഹ്. അങ്ങനെ ഉണ്ടോ? വെള്ളം കൊണ്ട് നോമ്പ് മുറിക്കുകയാണെങ്കിലാണ് ഈ ദിക്ർ എന്ന്. സുബ്ഹാന ജല്ല ജലാലു. ഇന്ന് ഒറ്റ ഒന്നിന് ഈ ദിക്ർ എല്ലാം കഴിയൂല. കാരണം എന്താ? അധിക ആൾക്കാർക്കൊന്ന് കാരക്ക കിട്ടും, ഈത്തപ്പഴ കിട്ടും, ഇഫ്താർ മീറ്റ്, സമൂഹ നോമ്പ് തുറ, എന്തെല്ലാനാ ഇവിടെ നടക്കുന്നത്. അതിലൊക്കെ ഈ പച്ചവെള്ളം കൊടുന്നു കൊടുക്കുന്നത് അല്ലല്ലോ. അപ്പൊ ഇദ്ദേഹം പറയുകയാണ്, വെള്ളം കൊണ്ട് നോമ്പ് മുറിക്കുകയാണെങ്കിലാണ് ഈ മസല. എന്നാൽ നോക്ക് നിങ്ങൾ, എന്താണ് ആ വിഷയത്തിൽ? വയഖൂലു ദാലിക, ഇതവൻ പറയണം. വഇല്ലം യകും ബിഹി ളമഉൻ, ദാഹമില്ലെങ്കിലും ശരി. വഇൻ അഫ്തറ അലാ ഗൈരി മാ, വെള്ളമല്ലാത്തത് കൊണ്ട് നോമ്പ് മുറിക്കുകയാ, ഈത്തപ്പഴം കൊണ്ട് നോമ്പ് മുറിക്കുകയാണെങ്കിലും ഈ ദിക്ർ ചെല്ലണം. എന്താ കാരണം? ഇതിൽ മുറാദു ഹീനൈദിൻ, അപ്പൊ പിന്നെങ്ങനെ ദാഹം മാറല്? കാരക്ക തിന്നാൽ ദാഹം മാറോ? ദഹബൽ ളമഉ എന്ന് പറഞ്ഞാൽ ദാഹം പോയി എന്നല്ലേ? കാരക്ക തിന്നാൽ ദാഹം പോകുമോ? നോക്ക് നിങ്ങൾ, ഫുഖഹാ വിശദീകരിക്കുന്നു, ഇതിൽ മുറാദു ഹീനൈദിൻ, അപ്പ പിന്നെ ദാഹം പോയി എന്ന് പറഞ്ഞാൽ ദഖല വഖ്തു ദാലിക, ദാഹം പോകാനുള്ള സമയമായി. നോക്ക് നിങ്ങൾ, അപ്പൊ ഈത്തപ്പഴം കൊണ്ട് നോമ്പ് മുറിച്ച ആളും ദഹബല്ലമഉ വബ്തല്ലത്തിൽ ഉറൂഖു എന്ന ദിക്ർ ചെല്ലണം. എന്തിനാണ് ഇദ്ദേഹം വെള്ളം കൊണ്ടാണെങ്കിൽ എന്ന് പറഞ്ഞത്? ഇത് പറയുമ്പോ ചില കുട്ടികൾ പറയും, എന്നാ ഉസ്താദെ ഫത്ഹുൽ മുഈനില്ലേ വയസീദു മൻ അഫ്തറ ബിൽ മായി, വെള്ളം കൊണ്ട് നോമ്പ് മുറിക്കുന്നവൻ അധികരിപ്പിക്കണം എന്ന് പറഞ്ഞിട്ടല്ലേ ഈ ദിക്ർ കൊടുത്തത്? അതെ, ഫത്ഹുൽ മുഈൻ ഓതും പോലെ ഓതണം. ഫത്ഹുൽ മുഈനിൽ തർശീഹ് പറയുന്നു, ലൈസ ബി ഖൈദിൻ, ആ വാക്ക് ഖൈദല്ല, ഫീ സുന്നിയത്തി ദാലിക, വെള്ളം കൊണ്ട് നോമ്പ് മുറിച്ചാലേ എന്ന് ഈ ഖൈദല്ല, അല്ലാത്തപ്പോഴും ഇത് പറയണമെന്ന് തർശീഹ് പറയുന്നു, ബുശ്റൽ കരീം പറയുന്നു, ഇഖ്നാ പറയുന്നു, ബുസൈരിമി പറയുന്നു, ജമൽ പറയുന്നു. സകല കിതാബുകളും രേഖപ്പെടുത്തിയിട്ട് ഇദ്ദേഹം എന്തിനാണ് സാധാരണക്കാർക്ക് ഈ ദിക്റിന്റെ കൂലി നഷ്ടപ്പെടുത്തുന്നത്? അല്ലെങ്കിൽ തന്നെ ഒരാള് എവിടെങ്കിലും ദിക്ർ ചൊല്ലിയിട്ടിരുന്നാൽ കള്ളത്തൊരീക്കത്ത്, ആലുവ, പട്ടിക്കാട്, അത് ഇത് എന്ന് പറഞ്ഞിട്ട് ഓൻ ആകെ ഇടിച്ച് നിരപ്പാക്കി. ഒരാൾ ദിക്ർ ചൊല്ലിയാൽ മതി. അല്ല, എന്തിനാ അതിനൊക്കെ നിൽക്കുന്നത്? അവനവനെ ഒതുങ്ങണ പണിയെടുത്താൽ പോരെ, ഈ കൊക്കിൽ കൊള്ളണത് കൊത്തിയാ പോരെ. ഇപ്പൊ എന്താ ഉണ്ടായത്? ഇപ്പൊ ഒറ്റ സാധാരണക്കാരന് ഈ ദിക്ർ കിട്ടൂല. എല്ലായിടത്തും സമൂഹ നോമ്പ് തുറ, ഇഫ്താർ മീറ്റ്, ഇങ്ങനെയുള്ള എല്ലാ വിഷയങ്ങളും നടക്കും. അവിടെയൊക്കെ കാരക്ക ഉണ്ടാകും. ഈ ദുആ കിട്ടുമോ? നിങ്ങൾ നോക്കി, 3 വട്ടം ഇത് പതിച്ച്, ഇത് പ്രസിദ്ധീകരിച്ച് 3 പ്രാവശ്യം. ഇതിന്റെ തുടക്കത്തിൽ തന്നെ എഴുതിയിട്ടുണ്ട് 20,000 കോപ്പി ഇതിനകം വിറ്റ് കഴിഞ്ഞു. 20,000 കോപ്പികൾ. പൈസ കുറേ കിട്ടും. മക്കളെ, പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യണോ? ഞാൻ കുറേ മുമ്പ് കോഴിക്കോട് അഡ്വക്കേറ്റ് ഇസ്മായിൽ വഫൻ്റെ അടുത്ത് പഠിച്ചിരുന്നു. എന്ത്? അദ്ദേഹത്തിൻ്റെ കാംബ്രിഡ്ജ് ഇംഗ്ലീഷ് ഉണ്ടായിരുന്നു. അവിടെ റെസിഡൻഷ്യൽ കോഴ്സായിട്ട് തന്നെ ഞാൻ അവിടെ നിന്ന് പഠിച്ചിരുന്നു. അന്ന് ഇസ്മായിൽ വഫ എന്നോട് പറഞ്ഞ്, പിന്നെ ഞാനൊരു കോഴ്സ് നടത്തുന്നുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൽ അറ്റൻഡ് ചെയ്തോളീന്നാണ്. ഞാൻ ചോദിച്ചു, എന്താണ് കോഴ്സ്? എങ്ങനെ കാശുണ്ടാക്കാം എന്നതാണ് കോഴ്സ്. എങ്ങനെ കാശുണ്ടാക്കാമെന്ന് ഒരു കോഴ്സ് എൻ്റെ ഗുരു, എൻ്റെ സാറ് ഇസ്മായിൽ വഫ നടത്തുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, അതിൽ കൂടണമെങ്കിൽ 200 റുപ്യ വേണം. മൂപ്പരെന്ന് പറഞ്ഞ് അതിൽ കൂടാൻ 200 റുപ്യ വേണം. അപ്പൊ പിറ്റേന്ന് ഞാൻ സാറ് വന്നപ്പോൾ ഞാൻ ചോദിച്ചു, അല്ല സാറേ, ഈ എങ്ങനെ കാശുണ്ടാക്കാം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കാശുണ്ടാക്കിയോന്ന് വെച്ച്. ആ നിയമത്ത് പറഞ്ഞതനുസരിച്ചിട്ട് ഞാൻ ക്ലാസ് ഉണ്ടാക്കിയിട്ടില്ല. കാശുണ്ടാക്കാനുള്ള ക്ലാസ് എടുത്തിട്ട് ഒരുപാട് പൈസ ഞാൻ ഉണ്ടാക്കി. ഇസ്മായിൽ വഫ എന്നോട് പറഞ്ഞതാ. മൂപ്പര് നല്ല സാറാട്ടോ. പിന്നെ
ഹിപ്നോട്ടിസം. എന്നോട് ചോദിച്ചു ഹിപ്നോട്ടിസം പഠിപ്പിച്ചു തരണമെന്ന് വെച്ചു. ഞാൻ പറഞ്ഞു അതെന്താ സംഭവം എന്ന് വെച്ച്. നിങ്ങളെ കണ്ണി ചിമ്പിയിട്ട് ഞാനിവിടെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തോ ഒരു മാറ്റം വരും. നിങ്ങൾ ചെയ്ത എല്ലാ സംഭവങ്ങളും തുറന്ന് നിങ്ങൾ പറയും. എന്നാൽ അതൊന്ന് കാണണം എന്നറിഞ്ഞാൽ മൂപ്പര് ഹിപ്നോട്ടിസം നടത്തിയിട്ട് മൂപ്പര് 1 മണിക്കൂർ കണ്ണ് ചിമ്പിയിട്ട് ചുമരുമക്ക് ചാരി നിർത്തിയിട്ട് മൂപ്പര് കുറേ പറഞ്ഞു. എൻ്റെ മനസ്സ്, എൻ്റെ ആത്മാവ്, എൻ്റെ ശരീരം, എൻ്റെ ബോഡി എന്നൊക്കെ പറഞ്ഞ് കുറേ ഡയലോഗ് മൂപ്പര് പറഞ്ഞ്. എന്നിട്ട് കുറേ കഴിഞ്ഞിട്ട് കണ്ണ് തുറക്കാൻ പറഞ്ഞു. ഇപ്പൊ നിങ്ങൾക്ക് ഒരു മാറ്റമില്ലേ, എന്ത് സംഭവിച്ചു എന്ന് വെച്ച്. ഞാൻ പറഞ്ഞു കുത്തുബിയത്തിനടക്ക് ലൈറ്റിട്ട മാതിരിയായി. വേറെന്ത് മാറ്റമുണ്ട്? ഒരു മാറ്റമില്ല. നിങ്ങളെ ഹിപ്നോട്ടിസം ചെയ്യാൻ കഴിയൂല എന്നും പറഞ്ഞു മൂപ്പര്. ഏതായാലും അതിരിക്കട്ടെ. അപ്പൊ പറഞ്ഞു വന്നത് കാശുണ്ടാക്കാൻ എന്തെല്ലാം സംവിധാനമുണ്ട്. 20,000-ൽ പരം കോപ്പികൾ വിറ്റഴിച്ചിട്ട് 3 പ്രാവശ്യം പരിഷ്കരിച്ച് പ്രസിദ്ധീകരിച്ചിട്ട് ഇതൊന്ന് മാറ്റിക്കൊടുക്കാൻ മുഹ്യിസുന്നയിൽ കിതാബ് നോക്കുന്ന കുട്ടികളില്ലേ? ഇതാ ചോദിക്കാനുള്ളത്, ഇതാണ് ചോദിക്കാനുള്ളത്. അടുത്ത റമദാനല്ലേ, ഒന്ന് മാറ്റിക്കൊടുക്ക് ഇൻഷാ അല്ലാഹ്. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. സത്യം മനസ്സിലാക്കുകയാണെങ്കിൽ, സത്യത്തോട് ഹക്കിനോട് പ്രതിബദ്ധതയുണ്ടെങ്കിൽ നിങ്ങൾ ഇത് മാറ്റണം. ഇത് വെള്ളം കുടിക്കുന്നവർക്കല്ല, എല്ലാവർക്കുമുള്ള ദുആയാണ്. അത് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. എത്രയായിപ്പോ? 3 ആയില്ലേ? ഇനിയാണ് അടുത്ത ചർച്ച. ഇദ്ദേഹത്തോട് ഫതാവ ദഹബിയയിൽ ഒരു ചോദ്യം. ഇവിടെ ഉള്ളത് ഫതാവ ദഹബിയയിൽ ഇദ്ദേഹത്തോട് ചോദിക്കുന്ന ബാങ്കിന്റെ വിഷയം. ഇപ്പൊ നമ്മുടെയൊക്കെ നിസ്കാര പള്ളിയിലെ അവസ്ഥ എന്താ? നിസ്കാര പള്ളിയിലുള്ള അവസ്ഥ, ബാങ്ക് കൊടുക്കുന്നത് ഒരു മൊലിയർട്ടി, മൂപ്പർ തന്നെ ഇക്കാമത്തും കൊടുക്കും, മൂപ്പർ തന്നെ ഇമാമത്തും നിൽക്കും. ഇതിനെ പറ്റിയിട്ട് ഇദ്ദേഹത്തോട് ചോദ്യം. എന്താ ചോദിക്കുന്നത്? ഹൽ ഹുനാക അയ്യു മൻഇൻ ഫീ അൻ യകൂനൽ മുഅദ്ദിനു ഹുവൽ ഇമാമ ലിൽ ജമാഅ. മുക്രിക്ക് തന്നെ ജമാഅത്ത് ഇമാമായി നിൽക്കാൻ പറ്റുമോ? കമാ നറാഹു ഫീ ബഅദിൽ മസാജിദ്. ചില പള്ളികളിൽ നമ്മൾ അങ്ങനെയല്ലേ കാണുന്നത്, ആ മുക്രി തന്നെ ഇമാമ് നിൽക്കുക. മൂപ്പര് എഴുപാർത്തൊക്കെ കൊണ്ടുവന്നിട്ട് മൂപ്പര് പറയുകയാണ്, ഫഉലിമ മിൻ ഹാദാ, ഈ എഴുപാറത്തുനിന്ന് മനസ്സിലായി, അന്നറാജിഹ അന്നഹു യജൂസു, ആ പണി ജായിസാണ്, മഅ അന്നഹുനാക ഖൗലം ബിൽ കറാഹ, അതോടുകൂടെ കറാഹത്താണെന്ന് അഭിപ്രായമുണ്ട്. ഇപ്പരെന്താ പറഞ്ഞത്? നിസ്കാര പള്ളിയിൽ ബാങ്ക് കൊടുത്ത് ഇക്കാമത്ത് കൊടുത്ത് അയാൾ തന്നെ ഇമാമ് നിൽക്ക, അത് ജായിസാണ്, അതോടുകൂടെ കറാഹത്താണ് എന്ന അഭിപ്രായവുമുണ്ട്. എല്ലാ മൂല്യരെ അങ്ങനെയാണോ മസലുള്ളത്? ഞാൻ ചോദിക്കുകയാണ്. എന്നാൽ ആ വിഷയം ഹവാഷിൽ മദനിയ മഹാനായ ഇബ്നു ഹജർ ഹൈതമിയുടെ ശറഹു ബാഫദിലും ശറഹു ബാഫദിൽ നോക്ക് നിങ്ങൾ. വയുസന്നു ലിമൻ തഅഹല ലഹുമാ, ബാങ്കിനും ഇമാമത്തിനും കഴിയുന്ന ആൾക്ക് സുന്നത്താണ് അൽ ജംഉ ബൈനഹുമാ, അത് രണ്ടിന്റെയും ഇടയിൽ ജമ്മ് ചെയ്യൽ സുന്നത്താണ്. അതാണ് ഏറ്റവും സുന്നത്തായ സംഗതി. അപ്പൊ കറാത്താന്നൊരു അഭിപ്രായം ഉണ്ടെന്ന് അദ്ദേഹം പറഞ്ഞില്ലേ, അതിനെപ്പറ്റി ഇബ്നു ഹജർ പറയുന്നു, വന്നയ്യുൻ കൗനിൽ ഇമാമി മുഅദ്ദിന, ഇമാമ് മുക്രിയാവാൻ പാടില്ല എന്ന നഹിയ് ലം യസ്ബുത്ത്, അത് സ്ഥിരപ്പെട്ടിട്ടില്ല. കറാഹത്താണെന്ന് പറഞ്ഞത് സ്ഥിരപ്പെട്ടിട്ടില്ല. ആ മസ്അല സുന്നത്താണെന്ന് ഷാഫിഈ മദ്ഹബിലെ ആധികാരിക നേതാവായ ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു, നിങ്ങൾ എന്തിനാണത് ജായിസാണ് കറാത്താന്നുള്ള അഭിപ്രായം ഉണ്ട് എന്ന് പറഞ്ഞത്? ചോദിക്കുകയാണ്. ഷാഫി മദ്ഹബിൽ മുഅ്തമദാണ്, അതെന്താന്ന് നോക്കിയിട്ടാണ് ഫത്വ കൊടുക്കുക. എവിടുന്നെങ്കിലും കൗലും കീലും കൊടുന്ന് ഫത്വ കൊടുക്കരുത് എന്ന് വിനയത്തിന്റെ പേരിൽ ഓർമ്മപ്പെടുത്തുകയാണ്. എത്രയായി? ചോദ്യം ചോദിക്കാൻ സമയം കിട്ടൂലേ? ഇനിയോ ഒക്കെ ഓരോന്നോരോരുത്തർ മനസ്സിലായിക്കോളി. ഇനിയാണ് വേറൊരു വിഷയം. വിഷയത്തിൽ അദ്ദേഹം എന്തു പറഞ്ഞു നിരിക്കട്ടെ, തബ്ലീഗുകാർക്കൊരു വാദമുണ്ട്. എന്താ വാദം? അത്തഹിയാത്തില് അസ്സലാമു അലൈക അയ്യുഹൻ നബിയു, അസ്സലാമു അലൈക അയ്യുഹൻ നബിയു,
നബിയെ നിങ്ങൾക്ക് സലാം ഉണ്ടാവട്ടെ എന്ന്. ഗസാലി ഇമാം പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുമ്പിലുണ്ട് എന്നുള്ള ആ ഹുളൂർ ബോധ്യത്തോടു കൂടെ അത് പറയണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സലാം അടക്കിയാൽ രക്ഷപ്പെട്ടില്ലേ എന്നൊക്കെ മഹാനായ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു എഴുതി വെച്ചിട്ടുണ്ട്. ഇമാം ഗസാലി അതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് വന്നൊരു റിപ്പോർട്ടിൽ റസൂലുള്ളാഹിന്റെ വഫാത്തിന്റെ ശേഷം അസ്സലാമു അലൻ നബിയ്യി ഖിതാബിന്റെ കാഫ് ഒഴിവാക്കിയിട്ട് അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യ് എന്നുള്ളത് ഒഴിവാക്കിയിട്ട് അസ്സലാമു അലൻ നബിയ്യ് എന്ന് ഞങ്ങൾ പറയാറുണ്ടായിരുന്നു എന്ന് ഇബ്നു മസ്ഊദിനെ തൊട്ട് വന്നൊരു റിപ്പോർട്ടുണ്ട്. ആ ഫുഖഹാ തള്ളിയിരിക്കാൻ എടുത്തിട്ടേ ഇല്ല. എന്താ ഇബ്നു ഹജറുൽ ഹൈതമി എതിർക്കുന്നത് കൊണ്ടും ധിക്കരിക്കുന്നത് കൊണ്ടുമാണ് അബദ്ധങ്ങൾ നമ്മൾക്ക് ഒരുപാട് സംഭവിക്കുന്നത്. ഇതൊരിക്കലും ചെയ്തുകൂടാ. ആള് എത്ര വലിയവനായിട്ടെന്താ നോക്ക് നിങ്ങള്. വിശ്വപ്രസിദ്ധ പണ്ഡിതനാണ് ഇമാം ബക്കാഇ റളിയല്ലാഹു തആല അൻഹു. നോക്ക് നിങ്ങള്, ഇമാം ബക്കാഇ തങ്ങളുടെ അടുത്ത് ഇബ്നു ഹജറുൽ ഹൈതമി പോലും അല്പം ഓതിയിട്ടുണ്ട്. എങ്കിൽ പോലും ഇമാം ബക്കാഇ റളിയല്ലാഹു അൻഹുവിന്റെ അവസ്ഥ, അദ്ദേഹം ഇബ്നുൽ ഫാരിദ് എന്ന് പറയുന്ന ലോക പ്രശസ്ത സൂഫിയെ പറ്റി വിമർശിച്ചു. ആ സൂഫിയെ വിമർശിച്ചതിന്റെ പേരിൽ മഹാനായ ഇബ്നു ഹജർ തങ്ങൾ പറയുകയാണ്, ഹത്താ അന്നൽ ബക്കാഇ ഗഫറല്ലാഹു ലഹു, ബക്കാഇക്ക് അല്ലാഹു പുറത്തു കൊടുക്കട്ടെ, കാന മിൻ അകാബിരി അഹ്ലിൽ ഇൽമി, വലിയ പണ്ഡിതനായിരുന്നു. വകാന ലഹു ഇബാദത്തുൻ കസീറ, വലിയ ഇബാദത്തിന്റെ ഉടമയായിരുന്നു. വലഖദ് സന്നഫ കുതുബൻ കസീറ, ധാരാളം കിതാബുകൾ അദ്ദേഹം ഉണ്ടാക്കി. അബല്ലാഹു അൻ യൻഫ അഹദൻ മിൻഹാ ബിശൈഅ, ആർക്കും അതുകൊണ്ട് ഉപകാരം കിട്ടിയില്ല, ആർക്കും അതുകൊണ്ട് ഗുണം കിട്ടിയില്ല. വലഹു കിതാബും ഫീ മുനാസബാത്തിൽ ഖുർആൻ, ഖുർആനിന്റെ ആയത്തുകൾ യോജിപ്പിച്ചുകൊണ്ടൊരു ഗ്രന്ഥം തന്നെ അദ്ദേഹത്തിനുണ്ട്. ഇബ്നു ഹജർ തങ്ങൾ പറയുകയാണ്, അത് ഫീ അശ്റത്തി അജ്സാ, 10 ജുസ് ഉള്ള കിതാബാണ്, വലിയ ബൃഹത്തായ ഗ്രന്ഥമാണ്. വലൗ കാന ഹാദൽ കിതാബു ലി ശൈഖിനാ സക്കരിയ, ഈ കിതാബെങ്ങാനും നമ്മുടെ ഉസ്താദ് സക്കരിയ അൻസാരിക്കുള്ളതാണെങ്കിൽ ലക്കാന യുക്തബു ബിദ്ദഹബി, സ്വർണം കൊണ്ട് എഴുതപ്പെടുമായിരുന്നു, തങ്കലിപി കൊണ്ട് രേഖപ്പെടുത്തപ്പെടുമായിരുന്നു. അത്രക്കും സൂപ്പറായ, കെട്ടിലും മട്ടിലും ഉഷാറായ ബൃഹത്തായ ഗ്രന്ഥം ബക്കായിക്കുണ്ടായിരുന്നു. സൂഫിയാക്കളെ വിമർശിച്ചതിന്റെ പേരിൽ, അതുപോലെ തന്നെ ഇബ്നുൽ ഫാരിദിനെ പോലെയുള്ള ആളുകളെ വിമർശിച്ചതിന്റെ പേരിൽ അദ്ദേഹത്തിന് അടിപറ്റിപ്പോയി, അദ്ദേഹത്തിന് പിഴച്ചുപോയി. എത്രത്തോളം എന്ന് വെച്ചാൽ വലക്കത് അദ്ദൽ ബക്കാഇയ്യു തഅസ്സുബഹു, അദ്ദേഹത്തിന്റെ തഅസ്സുബ് അദ്ദേഹത്തെ കൂട്ടി ഇലാ അൻ അൻകറ അലാ ഹുജ്ജത്തുൽ ഇസ്ലാമിൽ ഗസാലി, ഹുജ്ജത്തുൽ ഇസ്ലാം ഇമാം ഗസാലിയെ പോലും അദ്ദേഹം വിമർശിച്ചു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഉണ്ടായ അവസ്ഥ പറയുന്നു. അദ്ദേഹം ഒരു സൂഫിന്റെ അടുത്ത് സലാം പറഞ്ഞ് കയറി ചെന്നു. ഫവജദഹു ഫീ മക്കാനിൻ ഖാലിൻ, ആ സൂഫി ഒറ്റയ്ക്കേ ഉള്ളൂ. ബക്കായി അവിടേക്ക് കയറി ചെന്നപ്പോ ആ സൂഫി ചെരിപ്പൂരി അദ്ദേഹത്തെ അടിച്ചുപോയി. ഇബ്നു ഹജറുൽ ഹൈതമി ഫതാവൽ ഹദീസിയയിൽ രേഖപ്പെടുത്തുകയാണ്, സൂഫിയാക്കളെ പറയുമ്പോ ശ്രദ്ധിച്ചോ, മശായിഖന്മാരെ പറയുമ്പോ ശ്രദ്ധിച്ചോ, ഇതൊക്കെയായിരിക്കും ഉണ്ടാവുകയെന്ന് നീണ്ട പേജുകളിൽ സൂഫിയാക്കളെ പറ്റി പരിചയപ്പെടുത്തി അല്ലാമാ ഖാതിമത്തുൽ മുഹഖഖീൻ അഹ്മദ് ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു വിശദമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ കാര്യം എല്ലാവരും മനസ്സിലിരിക്കണം. ഇത് പറഞ്ഞതുകൊണ്ട് എന്നെ ത്വരീഖത്തുകാരനാക്കണ്ട എന്നും കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. പ്രിയമുള്ളവരെ, നാം ഏവരും ആകാംക്ഷയോടെ കൂടി കാത്തിരുന്ന മുഖാമുഖമാണ് നടക്കാനിരിക്കുന്നത്. ആദ്യം അവസരം നൽകുന്നത് മൊഹീസുന്നക്കാർക്കാണ്. മൊഹീസുന്നക്കാർ ഇവിടെ ഉണ്ടെങ്കിൽ അവരാണ് മുന്നിലേക്ക് വരേണ്ടത്. അവരില്ലെങ്കിൽ മറ്റുള്ളവർ മൈക്ക് വാങ്ങുക. ആദ്യം അവർക്കാണ് കൊടുക്കുന്നത്. അതിനു മുമ്പ് നമ്മുടെ ഈ പരിപാടിക്ക് വേണ്ടി ഈ പ്രദേശത്ത് ഓടി നടന്ന ഞങ്ങളുടെ പ്രിയ പ്രവർത്തകൻ ഷമീർ കാളികാവിനെ ആദരിക്കുന്നൊരു ചടങ്ങാണ് ഇവിടെ നടക്കുന്നത്. അതിനുവേണ്ടി ആദരിക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട തങ്ങളവറുകളെയും
സമീർ കാളികാവിനെയും ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ഇനി ചോദ്യം ചോദിക്കേണ്ട അവസരമാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 7 വിഷയം പരാമർശിക്കണം എന്ന് എഴുന്നേറ്റ് നിന്ന ബഹുമാനപ്പെട്ട ഉസ്താദ് സമയത്തിൻ്റെ അഭാവം കാരണം ഒരു വിഷയം വെട്ടിച്ചുരുക്കുകയും 6 വിഷയം അവിടെ സമർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ട്. വിഷയത്തിൽ അധിഷ്ഠിതമായുള്ള ചോദ്യങ്ങൾ വരണം. വിഷയങ്ങൾ ഒന്നും കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. 2 ഇമാമീങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് വന്ന വഹാബികളാകുന്ന വഹബത്ത് സുഹൈലിക്കും അബ്ദുറഹ്മാനുൽ ജസീരി എന്ന് പറയുന്ന തനി വഹാബിയൻ ആശയങ്ങളുള്ള ആളുകൾക്ക് തർദിയത്ത് പറഞ്ഞ് അവരുടെ കിതാബ് കൊണ്ട്, അതും വ്യത്യസ്തങ്ങളായ പുസ്തകങ്ങളിൽ 3 സ്ഥലങ്ങളിൽ 3 പ്രസ്സിൽ നിന്ന് അച്ചടിച്ച് ഒരു പേവും വരാത്ത രീതിയിൽ ഉസൂക്കാക്കിയിട്ട് വെച്ച, എന്നിട്ട് അവരുടെ കിതാബുകൾ എടുത്തിട്ട് ഷാഫി മദ്ഹബുകാരായ ആളുകൾക്ക് മസ്അല പറഞ്ഞു കൊടുത്ത, ഫത്വ കൊടുത്ത, ഇതിൻ്റെ യഥാർത്ഥ രീതി എന്താണ് എന്ന് പറയാൻ പറ്റുമോ, ആ രീതിയിലുള്ള ഫത്വ കൊടുക്കാൻ പറ്റുമോ എന്നാണ് ഒന്ന്. രണ്ടാമത്തത്, സ്ത്രീകൾ പുരുഷന്മാർക്ക് മുമ്പായിട്ട് ജനാസ നിസ്കരിക്കുന്ന അതിൻ്റെ വിധി ഒരു ഭാഗത്ത് ഹറാമ് എന്നും മറ്റൊരു ഭാഗത്ത് പ്രോത്സാഹജനകമല്ല എന്നൊക്കെ പറഞ്ഞു ആളുകളൊക്കെ കൊച്ചാക്കി തള്ളി വിട്ട ഒരു മസാല. മൂന്നാമത്തത് നോമ്പിൻ്റെ ദിക്ർ. നാലാമത്തത് മുഅദ്ദിൻ എന്നെ ബാങ്കും ഇഖാമത്തും കൊടുത്ത്, അല്ലെങ്കിൽ ആരെങ്കിലും ബാങ്കും ഇഖാമത്തും കൊടുത്ത് അദ്ദേഹം തന്നെ ഇമാമത്ത് നിൽക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. അതുപോലെ തന്നെ അഞ്ചാമത്തത് അത്തഹയ്യാത്തിൽ അസ്സലാമു അലൈക അയ്യുഹൻ നബിയു എന്ന് പറയേണ്ടടുത്ത് അസ്സലാമു അലൻ നബി എന്ന് പറയുന്ന തബ്ലീഗൻ ആശയം കൊണ്ടുവന്നത്. പിന്നെ ആറാമത്തത് സഫിൽ നിൽക്കുന്ന സമയത്ത് നടുമധ്യത്തിൽ നിന്നിരിക്കണം, അല്ലെങ്കിൽ ജമാഅത്തിൻ്റെ കൂലി കിട്ടൂല എന്നൊക്കെ എഴുതി വെച്ചത്. ഈ രീതിയിലുള്ള 6 വിഷയങ്ങളാണ്. വിഷയത്തിൽ അധിഷ്ഠിതമായുള്ള ചോദ്യങ്ങൾ വരണം. വ്യക്തിപരമായി അദ്ദേഹം ഇദ്ദേഹം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആളുകളിലേക്ക് ചാരണം കൊണ്ടുള്ള ചോദ്യങ്ങൾ ഇവിടെ ഒരിക്കലും അതിന് ജവാബുണ്ടാവില്ല. അയിമ്മത്തിൻ്റെതായിരിക്കുന്ന ഉദ്ധരണികളായിരിക്കും നമുക്ക് ഇവിടെ വളരെ പ്രസക്തമായി പറയേണ്ടത്. ഗ്രൂപ്പിസം ഒരിക്കലും ചോദ്യം ചെയ്യരുത്, ചോദിക്കരുത് എന്ന് വളരെ വിനയത്തിൽ ആവശ്യപ്പെടുന്നു. അസ്സലാമു അലൈക്കും. പ്രിയമുള്ള സഹോദരങ്ങളെ, നേരത്തെ ബഹുമാനപ്പെട്ട OK ഉസ്താദിനെ കുറിച്ച് പറഞ്ഞു. എൻ്റെ പേര് ആ OK ഉസ്താദാണ് ഇട്ടത്, അബ്ദുൽ മജീദ് പത്തപ്പിരിയം. അതുകൊണ്ട് ഞാൻ വിനീതമായി നിങ്ങളോട് ഒരു കാര്യം അഭ്യർത്ഥിക്കുകയാണ്. ഇവിടെ ഷറഉൽ മുസ്ലിമിൽ ഒരു ഹദീസാണ് ഞാൻ ആദ്യമായി ചോദിക്കുന്നത്. അൽ ഹറാമു ബയ്യിനു വൽ ഹലാലു ബയ്യിനു വബൈനഹുമാ മുശബ്ബഹാത്ത് ലാ യഅലമു കസീറും മിനൻ നാസ്. ഇവിടെ ഹലാലും ഹറാമും വ്യക്തമാണ്. വബൈനഹുമാ മുശബ്ബഹാത്ത്, അതിൻ്റെ ഇടയിലുള്ളത് അവ്യക്തമാണ്. അപ്പോൾ ഈ ഒരു പൊതുസമൂഹത്തിൽ സാധാരണക്കാരുടെ ഇടയിൽ ഇങ്ങനെയുള്ള മസ്അലകൾ തർക്കിക്കുന്നതിന് പകരം റമദാനാണ്, എത്ര ഹൈറായ കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് പൊന്മള ഉസ്താദ് പറഞ്ഞതിന് ഇൻഷാ അല്ലാഹ് ഞാൻ ഗണ്ണിക്കാം. പൊന്മള ഉസ്താദിന് ഫത്വ കൊടുത്തിട്ട് ഒരു പിഴവുമില്ല. എൻ്റെ നമ്പർ വിളിച്ചോളൂ, നമുക്ക് ആവാം 96 45 08 59 59. അല്ലാതെ ഈ പൊതുസമൂഹത്തിൽ സാധാരണക്കാരെ ഇവ ബൈനഹുമാ മുശബ്ബഹാത്ത്, അധിക അവ്യക്തത ഉള്ള കാര്യങ്ങളൊക്കെ പറയുന്നത്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ പറയാതെ റമദാനല്ലേ, നല്ല കാര്യം ചെയ്ത് നല്ല കാര്യം പറഞ്ഞു കൊടുത്തൂടെ? ഇത് റമദാൻ ആയതുകൊണ്ടാണ് നല്ല കാര്യം പറഞ്ഞോട്ട് ദിക്റെല്ലാരും ചെല്ലണം. അത് കേട്ടില്ല നിങ്ങള്? ആളുകളെ ദിക്റ് മുടക്കരുത്, റമദാനാണ് വരുന്നത് എന്നാ പറഞ്ഞത്. അത് ശരി, ആ നമ്പർ തന്നാ പോരാ, ഇപ്പൊ തെളിയിക്കണം. അത് കൊടുക്കിയ മൈക്ക നമ്പർ തന്നിട്ട് പോകാൻ പാടില്ലല്ലോ. ഇപ്പൊ കൊടുക്കി
ഏത് വിഷയം പൊളിക്കാൻ കഴിയും അപ്പൊ പൊളിക്കട്ടെ. മൈക്ക് കൊടുക്ക്, മൈക്ക് വേണമെങ്കിൽ മൈക്ക് കൊടുക്ക്. നമ്പർ കിട്ടിയിട്ടൊന്നും കാര്യമില്ല, അങ്ങനെ എത്ര നമ്പർ ഉണ്ട്. ഇപ്പൊ പൊളിക്കാൻ കഴിയോ? ഏത് വിഷയം പൊളിക്കാൻ കഴിയാ? എന്നാ നോക്കാം. മുസ്ലിം ഞാനും പൊളിച്ചതാണ്. അപ്പൊ അത് കിടക്കട്ടെ. അത് ഇത് വബൈനഹുമാ മുശബ്ബഹാത്ത്, അവ്യക്തമായ കാര്യങ്ങളാ. ഹറാമും ഹലാലും വളരെ വ്യക്തമാണ്. ഷറഹ് മുസ്ലിം എന്ന ഹദീസോദിലെ. അപ്പൊ ഇത് കീല കാല ഇമാമിങ്ങൾ ഒരുപാട് അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ആണത്തുണ്ടെങ്കിൽ വന്നോ, വിളിച്ചോ, ഡേറ്റ് വാങ്ങിക്കോ, ഞാൻ മതി. പൊന്മള ഉസ്താദ് പറഞ്ഞത് ശരിയാണെന്ന് ഗണ്ണിക്കാൻ ഞാൻ പാവപ്പെട്ട സാധാരണക്കാരൻ, ഞാൻ മതി. സാധാരണക്കാരിൽ വട്ടം കറക്കരുത്, ഇവിടുന്ന് അത് തീരൂലെന്നാ പറഞ്ഞത്. അൽ ഹറാമോ അൽ ഹലാൽ. അല്ല, ഇപ്പൊ നിങ്ങൾ സാധാരണക്കാരനല്ലേ? ഇപ്പൊ പൊളിച്ചൂടെ? നിങ്ങൾക്ക് ഇപ്പൊ പൊളിച്ചൂടെ? ഇപ്പൊ പാലിമാ സാധാരണക്കാർക്ക് എന്താ ഇപ്പൊ പൊളിച്ചാല്? ഇതാ മോനെ പുസ്തകം ഇവിടെ ഉണ്ട്, പൊളിക്കുക.